പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ മിശിഹായെ, ദൈവിക രഹസ്യങ്ങൾ മനുഷ്യരായ ഞങ്ങൾക്ക് അവിടുന്ന് തുറന്നു നൽകുകയും അങ്ങയുടെ വലിയ ദാനമായി അവ ഞങ്ങൾ നിക്ഷേപിക്കുകയും ചെയ്തു. ഞങ്ങൾ ഈ നാളുകളിലൊക്കെ പരിശുദ്ധ സഭയുടെ സുനഹദോസുകളുടെ പ്രബോധനങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ദൈവവചനത്തെക്കുറിച്ചുള്ള മനുഷ്യാവതാരം ചെയ്ത വചനമാകുന്ന അങ്ങയെക്കുറിച്ച് തന്നെയുള്ള പ്രബോധനം ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുകയും ആത്മാവിനെ ജ്വലിപ്പിക്കുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് ഈ പുതിയ വർഷത്തിൽ, പുതിയൊരു വർഷം കൂടി ആരംഭിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പുതിയ പ്രതീക്ഷകളും പുതിയ തീരുമാനങ്ങളുമൊക്കെ അവിടുന്ന് തന്നെ നൽകിയിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയാൻ, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ രചനയുടെ സ്വഭാവം അറിയാൻ, അതിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയെന്നറിയാൻ ഒക്കെ അവിടുന്ന് ഞങ്ങളെ തുടർന്ന് സഹായിക്കണമേ. ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഏറ്റെടുക്കുന്ന പ്രവൃത്തികളിൽ, പ്രത്യേകിച്ച് ദൈവിക രഹസ്യങ്ങളുടെ പഠനങ്ങളുടെ പ്രവൃത്തികളിൽ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ മാതാവേ അമ്മ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും നമ്മുടെ പ്രവാചക ശബ്ദത്തിന്റെ രണ്ടാം വത്തിക്കാൻ സുനഹദോസിനെ കുറിച്ചുള്ള ക്ലാസ്സുകളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. പുതിയ എപ്പിസോഡാണെങ്കിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം അതിന്റെ തുടർച്ചയാണ്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ക്ലാസ് മുതൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കുറച്ച് സൂക്ഷ്മമായ വ്യാഖ്യാനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അത് വിശുദ്ധ ഗ്രന്ഥം മുഴുവനും തുടരുകയില്ല. ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കാവുന്ന ചില മേഖലകൾ, അവയിലൂടെ മാത്രമാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആമുഖ ഗ്രന്ഥമാണ്, അഥവാ ഉൽപ്പത്തി പുസ്തകമാണ്. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമ്മളെ വല്ലാതെ പൊതുവിൽ ആളുകളെ ഒത്തിരി ആശങ്കപ്പെടുത്തുന്ന ഒരു ഏരിയ അതിന്റെ ആദ്യത്തെ 11 ഭാഗങ്ങളാണ്. സൃഷ്ടി വിവരണവും അതേ തുടർന്നുള്ള കുറച്ച് എന്താ പറയാ, അത്ര നാച്ചുറൽ എന്ന് തോന്നാത്ത കൂടുതൽ പ്രത്യേകതകളുള്ള ചില സംഭവങ്ങളെയൊക്കെ വിവരിക്കുന്ന ഭാഗങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ സൃഷ്ടി വിവരണം, മനുഷ്യന്റെ സൃഷ്ടി, ബാബേൽ ഗോപുരം, അങ്ങനെ തുടങ്ങി നോഹയുടെ പെട്ടകം, ഇങ്ങനെ തുടങ്ങുന്ന ഒരു 10-11 അധ്യായങ്ങൾ. അവ എന്താണ് സംസാരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ഗ്രന്ഥത്തെ അടുത്തറിയുന്നതിന്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാലോ, ഏതൊരു പുസ്തകം എടുത്താലും അതിനൊരു ആമുഖം ഉണ്ടാകാറുണ്ട്. ഈ ആമുഖം ശരിക്കും പറഞ്ഞാൽ ആ പുസ്തകത്തിലേക്ക് മുഴുവനിലുമുള്ള ചൂണ്ടുപലകയാണ്. ആമുഖം വായിച്ചാൽ തന്നെ നമുക്ക് ഈ പുസ്തകത്തിൽ എന്താണ് ഉള്ളതെന്ന് അറിയാൻ പറ്റും. ചിലപ്പോഴൊക്കെ ഞാനൊക്കെ പുസ്തകം മേടിക്കാൻ നേരത്തെ, ഏതെങ്കിലുമൊക്കെ പുസ്തകം മേടിക്കാൻ തോന്നുന്നു വിചാരിച്ചു. അപ്പൊ അങ്ങനെ മേടിക്കാൻ നേരത്തെ നമ്മൾ പോയിട്ട് ചെയ്യുന്നത്, ആദ്യം എടുത്ത് അതിന്റെ ആമുഖം ഒന്ന് വായിച്ചു നോക്കും. ചിലപ്പം അതിനെക്കുറിച്ച് ഒരു സംക്ഷിപ്ത രൂപം പുറകെ കൊടുത്തിട്ടുണ്ട്, അതും വായിച്ചു നോക്കും. മുഴുവൻ നമുക്ക് അവിടെ നിന്ന് വായിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ അതിന്റെ ആമുഖം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്, എന്നാ പിന്നെ ഒന്ന് മേടിച്ചു നോക്കിയേക്കാലോ എന്ന് നമുക്ക് തോന്നും. പിന്നീട് ആ പുസ്തകം വായിച്ചു വരുമ്പം ഈ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ വിശദീകരിക്കുകയായിരിക്കും ആ ഗ്രന്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നതുപോലെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഒരു സമ്മറി ഈ ആമുഖത്തിനകത്തുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഒരു സമ്മറി ഈ ആമുഖത്തിനകത്തുണ്ട്. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അത് എടുത്ത് കാണിച്ചു തരാം. ഉദാഹരണത്തിന് ഈശോയെ കുറിച്ചുള്ള പരാമർശം, അതെങ്ങനെയാണ് ഇതിനകത്തുണ്ടാകുന്നത്, അതിന്റെ നിഴലുകൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആകമാനമുള്ള ചരിത്രത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപവും ഒരു പ്രവേശനവും ഒക്കെ ഈ ആദ്യത്തെ 11 അധ്യായങ്ങളിലുണ്ട്. അതുകൊണ്ട് അത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മുടെ വെറുതെ ഒരു ക്യൂരിയോസിറ്റി ശമിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, അതിന്റെ അപ്പുറത്ത് നമുക്ക് ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ സ്വഭാവം തന്നെ മനസ്സിലാക്കാനും വിശുദ്ധ ഗ്രന്ഥത്തെ ഒരു ആത്യന്തികമായി ഒന്ന് ഗ്രഹിക്കാനും കഴിയുന്ന വിധത്തിലാണ് അതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ഉൽപ്പത്തിയുടെ 1-ാമത്തെ വചനമാണ്, ആദ്യത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വചനത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ പരാമർശ വിഷയമാക്കിയത്. ആ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞത് ഓർക്കുക, ഈ 11 അധ്യായങ്ങൾ അവയ്ക്ക് ചരിത്രപരമായ സ്വഭാവമുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള കോൺക്രീറ്റ് ഹിസ്റ്ററിയുടെ സ്വഭാവമല്ല ഉള്ളത്. എന്ന് വെച്ചാൽ അവ സംസാരിക്കുന്നത് ചരിത്രമാണ്, പക്ഷെ ചരിത്രം പറയാൻ വേണ്ടിയിട്ടല്ല അത് പറയുന്നത്. ചരിത്രത്തെ ദൈവശാസ്ത്രപരമായി വ്യാഖ്യാനിച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ചരിത്രത്തിന്റെ അംശങ്ങളെ പെറുക്കിയെടുത്തുകൊണ്ട് ദൈവശാസ്ത്രം അവതരിപ്പിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ദൈവശാസ്ത്ര വിശദീകരണമാണ് ഇതിന്റെ ഉദ്ദേശം. ഇനി എന്തുകൊണ്ടാണ് ഈ ആമുഖം രേഖപ്പെടുത്തിയത്? അല്ലെങ്കിൽ ആമുഖമില്ലാതെ ആരംഭിക്കുന്നതിനൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് ആരംഭിക്കും. പെട്ടെന്ന് അബ്രാഹത്തെ ദൈവം വിളിച്ചു,
ആരാണ് അബ്രഹാം? അബ്രഹാം എവിടുന്ന് വന്നു? ഈ വിളിച്ച ദൈവം ആരാണ്? അവർക്ക് പരിചയമുള്ള കുറെ ദേവന്മാരിൽ ഒരാളാണോ എന്ന് തുടങ്ങുന്ന ചോദ്യങ്ങളുടെ ഒരു പരമ്പര കിടക്കും. അപ്പൊ അവയ്ക്കൊക്കെ സുദീർഘമല്ലാത്ത ഒരു പ്രതീകാത്മകമായ ഒരു ഉത്തരം കൊടുത്തിട്ട് പറയാനുള്ള മാറ്ററിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥകാരന്മാർ ചെയ്യുന്നത്. അപ്പൊ ഈ ആമുഖത്തിന്റെ ഒരു പ്രത്യേകത ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് വളരെ സംക്ഷിപ്തമായ ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ്. ഈ അബ്രാഹത്തോട് സംസാരിക്കുന്ന ദൈവം ആരാണ്? അബ്രാഹം എവിടുന്ന് വന്നതാണ്? അബ്രാഹത്തിന് മുൻപ് ഈ പ്രപഞ്ചമൊന്നും ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം എങ്ങനെയായിരുന്നു ഇരുന്നിരുന്നത്? ഇത് അവരൊക്കെ കേട്ടിട്ടുള്ള കഥകളിലൊക്കെ ഉള്ളതുപോലെ ഒരു 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 ഈജിപ്ഷ്യൻ കഥയില് ഒരു കുന്നിന്റെ മുകളിൽ ഇരുന്ന ഒരു ദേവൻ, പ്രധാന ദേവൻ മറ്റു ദേവന്മാരെയൊക്കെ സൃഷ്ടിച്ച് അങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ അവർ ഈജിപ്തിൽ വെച്ച് കേട്ടിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു സൃഷ്ടിയായിരുന്നു നടന്നത്. എന്തായിരുന്നു ശരിക്കും അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന ചോദ്യം അവിടെ കിടക്കുന്നു. അതുപോലെ നമുക്ക് എന്തുകൊണ്ടാണ് ഈ കഷ്ടപ്പാടൊക്കെ വന്നേക്കുന്നത്? സ്ത്രീ പ്രസവവേദന അനുഭവിക്കുന്നു. ഇതെന്താ ഇങ്ങനെ? ഇവർക്ക് മാത്രം എന്താ? ഇതെന്താ ഒരു കുഞ്ഞിരിക്കുന്ന ഇത്ര വേദന ഉണ്ടാവാൻ കാരണം എന്താണ്? മിക്ക ശാപമാണോ ഇനിയിപ്പോ അത് എന്ന് തുടങ്ങുന്ന ചോദ്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ട്. അതുപോലെ ഈ വിത്തുകളൊക്കെ എങ്ങനെ പൊട്ടിമുളയ്ക്കുന്നു? നമ്മൾ എവിടെ നിന്ന് വന്നു? ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ മനുഷ്യന്റെ ഉള്ളിൽ പൊതുവിലും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആരംഭത്തിലും ഉയരും. ഇവയ്ക്ക് പ്രതീകാത്മകമായ എന്നാൽ അതിന്റെ ഒരു ചരിത്രപരമായ ശാസ്ത്രീയ ഉത്തരം കൊടുക്കുക എന്നുള്ളതല്ല. അത് മനുഷ്യൻ പിന്നീട് അവന്റെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്തേണ്ട ശാസ്ത്ര ഗവേഷണത്തിന്റെ മേഖലയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. പിന്നെ എന്താണ്? അവൻ അറിയേണ്ട അതിന്റെ കാരണത്തെക്കുറിച്ച് പറയുക എന്നുള്ളതാണ് വിശുദ്ധഗ്രന്ഥം ചെയ്യുന്നത്. അതായത് ഈ ചോദ്യം ചോദിക്കുന്ന മനുഷ്യൻ അതിന്റെ ഉത്തരം അറിയുക എന്നതിന് മുൻപ് അതെന്തിനായിരുന്നു അത്? ഇപ്പോൾ നിന്നെ സൃഷ്ടിച്ചു, അതെങ്ങനെയെന്ന് അറിയുന്നതിന് മുൻപ് അതെന്തിനായിരുന്നു എന്നറിയുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ നേരിട്ടുള്ള പർപ്പസ് ആണ് വിശുദ്ധഗ്രന്ഥത്തിന്റെ ഫോക്കസ്. അങ്ങനെയാണ് ഈ ഉൽപ്പത്തിയുടെ ആദ്യത്തെ ഭാഗം രചിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ഈ പറഞ്ഞു തുടങ്ങാൻ നേരത്ത് ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ വളരെ ശ്രദ്ധേയമായ ഒരു അടിസ്ഥാന പ്രമാണം പോലെ ഇരിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ പോവാണ്. നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് രസകരമായിട്ട് തോന്നും. ഒപ്പം അത് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ വിചാരിച്ചു വെച്ചേക്കുന്നത് എങ്ങനെയായിരിക്കും? ആദ്യം മുതൽ ഏറ്റവും ആദ്യത്തെ വിശുദ്ധ ഗ്രന്ഥകാരൻ ഇത് എഴുതി തുടങ്ങാൻ നേരത്ത് ഈ ഉൽപ്പത്തിയുടെ ചരിത്രം എഴുതി എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല. സത്യത്തിൽ ഈ ആമുഖം അവരെ രൂപപ്പെടുത്തിയത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ വിശുദ്ധ ഗ്രന്ഥകാരന്മാരിലൂടെ രൂപപ്പെടുത്തിയതിന്റെ പുറകിൽ അവരുടെ ജീവിതാനുഭവം കൂടി കലർന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ യഹൂദരുടെ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന്റെ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സൃഷ്ടി വിവരണം മുഴുവൻ രേഖപ്പെടുത്തുന്നത്. അഥവാ സൃഷ്ടി വിവരണവും ഉൽപ്പത്തിയുടെ ആമുഖ പ്രദേശം 11 അധ്യായങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തുന്നത് അത് യഥാർത്ഥത്തിൽ അവരുടെ ഇസ്രായേലിന്റെ ജീവിതത്തിലെ വലിയൊരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ആ സംഭവത്തിന്റെ അനുസ്മരണത്തിലാണ്, ആ സംഭവത്തിന്റെ പ്രചോദനത്തിലാണ് ഇവര് ഈ ആദ്യത്തെ 11 അധ്യായങ്ങൾ ഇവരിലൂടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത്. ഏതാണ് ആ സംഭവം? നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതൊരു നോമ്പുകാലത്താണ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് എക്സോഡസ് എക്സ്പീരിയൻസ് ആണ്, പുറപ്പാട് അനുഭവമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിനെ ഇസ്രായേലാക്കിയത് അവരുടെ സകലതിന്റെയും അടിത്തറ അവരുടെ പുറപ്പാട് അനുഭവമാണ്. എന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ അടിമത്തം, അതിന്റെ കൊടിയ യാതനകൾ, അവിടെ നിന്ന് അവർ മെല്ലെ ഒരു വിധത്തിൽ പുറത്തു കടക്കുന്നത്, എന്നിട്ട് 40 സംവത്സരങ്ങൾ അവർ യാത്ര ചെയ്യുന്നത്, 40 സംവത്സരങ്ങൾ അവര് സഞ്ചരിക്കുന്നത്, എന്നിട്ട് അവരൊരു വാഗ്ദത്ത ദേശത്തെത്തുന്നത്, ആ കാലഘട്ടങ്ങളിൽ നടക്കുന്ന അനുഭവങ്ങൾ, ദൈവം അവരൊരു ജനതയാക്കി മാറ്റുന്നത്, അവർ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നത്, ഇങ്ങനെ തുടങ്ങുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന ഒരു സംഭവമാണ്. അതിന് എക്സോഡസ് എക്സ്പീരിയൻസ് എന്നാണ്, പുറപ്പാട് അനുഭവം എന്നാണ് വിളിക്കുന്നത്. ഈ പുറപ്പാട് അനുഭവം മുഴുവനും ദൈവത്തിന്റെ രക്ഷാകര ദൗത്യത്തെക്കുറിച്ച്, ദൈവത്തിന്റെ കരപരിപാലനയെ കുറിച്ച്, ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ഒക്കെ വിശദമായി സംസാരിക്കുന്ന ഏരിയകളാണ് അതെല്ലാം. യഥാർത്ഥത്തിൽ ഇസ്രായേൽ തങ്ങളോട് ബന്ധപ്പെടുന്ന ദൈവത്തെ കണ്ടെത്തിയത് ഈ മരുഭൂമിയിൽ വെച്ചാണ്. ഈ മരുഭൂമി അനുഭവമാണ് സത്യം പറഞ്ഞാൽ ഈ മരുഭൂമി അനുഭവമാണ് ഇവരെ വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാക്കാനും പോലും പ്രാപ്തരാക്കി മാറ്റിയത്. ഇനി ആ മരുഭൂമി അനുഭവം തന്നെയാണ് ഈ ഉൽപ്പത്തിയുടെ ആമുഖം രൂപീകരിക്കുമ്പോൾ അവർക്ക് പ്രചോദനമായി തീർന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്ത ദർശനം ഇവർ രേഖപ്പെടുത്തുന്നത് ഇവരുടെ പുറപ്പാട് അനുഭവത്തിൽ നിന്നാണ്. അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനത്തെ ദൈവം സന്ദർശിക്കുന്നു, അവർക്ക് നേതാക്കന്മാരെ കൊടുക്കുന്നു, അവരെ വീണ്ടെടുക്കുന്നു, കൊണ്ടുവരുന്നു. അങ്ങനെയാണ് ഇതിനെ വിളിക്കുന്നത് ഒരു പോസ്റ്റ് എക്സോഡസ് എക്സ്പീരിയൻസ് ആണ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഒരു പോസ്റ്റ് എക്സോഡസ് എക്സ്പീരിയൻസ്. ഒരു പോസ്റ്റ് എക്സോഡസ് കാലഘട്ടത്തിൽ, അതായത് പുറപ്പാട് അനന്തര കാലഘട്ടത്തിൽ ഇവര് പുറപ്പാടിന് ശേഷം ഇസ്രായേലിലൊക്കെ കനാൻ ദേശത്തൊക്കെ എത്തിക്കഴിയുമ്പം ഇവര് കഴിഞ്ഞ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം അവർ ഗ്രഹിച്ചവയാണ്
ഈ ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായങ്ങളിൽ കലർന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ ജനസിന്റെ ആദ്യ ഭാഗം ഒരു പോസ്റ്റ് എക്സോഡസ് റിട്രോസ്പെക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്. അതായത് ഈ പുറപ്പാട് കഴിഞ്ഞ് അവിടെ എത്തിയ ജനം, അവർ കഴിഞ്ഞ കാലത്തിലേക്ക്, ദൈവം അവരെ വഴി നടത്തിയ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം അവർ അനുഭവിച്ചതാണ് ഇവര് ദൈവിക രഹസ്യങ്ങളോട് കലർത്തി അവതരിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഉൽപ്പത്തിയുടെ 11 അധ്യായങ്ങൾക്ക് ഒരു പുറപ്പാട് സംഭവമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. അതിന്റെ എല്ലാ കാര്യങ്ങളിലും ഈ ബന്ധം കിടക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് സൃഷ്ടി വിവരണത്തിന്റെ കാര്യം ഒന്ന് ഓർക്കുക. സൃഷ്ടി വിവരണം എങ്ങനെയാണ്? അത് ദൈവം ശൂന്യതയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് അവരെ തെരഞ്ഞെടുത്തു, മനുഷ്യനെ സൃഷ്ടിച്ചു, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ഇത് സത്യത്തിൽ അവർക്ക് ബോധ്യപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാമോ? അടിമത്തത്തിന്റെ കൊടും യാതനയ്ക്കകത്ത് പ്രതീക്ഷിക്കാൻ യാതൊന്നുമില്ലാതിരിക്കെ അവരെ സന്ദർശിച്ച ദൈവം അവർക്കെല്ലാം കൊടുത്തു. അവരെ ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി അവിടുത്തെ സമൃദ്ധിയിലേക്ക് അവരെ കൊണ്ടുവന്നു. അങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ സമൃദ്ധി നൽകാൻ കഴിയുന്ന, അടിമത്തത്തിന്റെ പ്രത്യാശയില്ലാതെ ഇനി ഒന്നും മുന്നിൽ കാണാനില്ല എന്ന് കരുതിയിരുന്ന ഒരു സമയത്ത് വലിയ പ്രത്യാശയുടെ പുതുലോകം തുറന്നു കൊടുക്കാൻ കഴിവുള്ള ആ ദൈവത്തിന് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ പറ്റും എന്നവർ ഗ്രഹിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് പരിശുദ്ധാരൂപി ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗം അവരെ കൊണ്ട് എഴുതിപ്പിക്കുന്നത്. ഇത് അതുകൊണ്ട് തന്നെ ഈ ഉൽപ്പത്തിയുടെ ആദ്യത്തെ 11 അധ്യായങ്ങൾക്ക്, അല്ലെങ്കിൽ സൃഷ്ടി വിവരണത്തിന്, അതായത് ഈ ഉൽപ്പത്തിയുടെ ആദ്യത്തെ 1, 2, 3 ഭാഗങ്ങൾക്ക്, മനുഷ്യന്റെ സൃഷ്ടിക്കൊക്കെ ഈ എക്സോഡസുമായിട്ട് ഭയങ്കരമായ സിമിലാരിറ്റി ഉണ്ട്, പാരലിസം ഉണ്ട്. ഞാൻ ഏതാനും ഉദാഹരണങ്ങൾ പറയാം. അതിന്റെ ക്രമം തന്നെ എടുത്തു നോക്കുക. ഏറ്റവും ആദ്യത്തെ കാര്യം എന്താണ്? ഇസ്രായേലിന്റെ ചരിത്രം ആരംഭിക്കുന്നത് അതിന്റെ ഈ അവരുടെ എക്സോഡസ് എക്സ്പീരിയൻസിലാണ്, അതിന്റെ അടിമത്തത്തിൽ നിന്നുള്ള പുറപ്പെടലിലാണ്. ഒന്നാമത്തെ കാര്യം, മരുഭൂമിയിൽ വെച്ചാണ് ഇവരൊരു ജനമായി മാറിയത്. ഇവർക്കൊരു ഐഡന്റിറ്റി ഉണ്ടാകുന്നത്, അവരായി തീരുന്നത് അത് മരുഭൂമിയിൽ വെച്ചാണ്. അതുകൊണ്ട് ഉൽപ്പത്തി ആരംഭിക്കുന്ന സമയത്ത് വരണ്ട മണ്ണിൽ നിന്ന്, പൂഴിയിൽ നിന്ന്, പൊടിപടലത്തിൽ നിന്ന്, എന്നാൽ പൂഴിക്ക് ഒരു ഷേപ്പും ഇല്ലല്ലോ, അങ്ങനത്തെ മണ്ണിൽ നിന്ന് ദൈവം അവനെ മെനഞ്ഞു എന്ന് അവർ ഗ്രഹിക്കുന്നു. അതായത് മരുഭൂമിയിൽ വെച്ച് ചുമ്മാ ചെതറിപ്പോകാമായിരുന്ന മനുഷ്യനെ കൂട്ടിച്ചേർത്ത് ഒരു ജനതയാക്കിയ ദൈവം വെറും മണ്ണും പൊടി പോലെ കടന്നിരുന്ന മണ്ണിൽ നിന്ന് അവനെ ഒരു മനുഷ്യനാക്കി എന്ന് ഇവൻ തിരിച്ചറിയാണ്. അതായത് എക്സോഡസ് അനുഭവത്തിൽ നിന്ന് അവൻ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചുള്ള ദൈവശാസ്ത്ര ജ്ഞാനത്തിലേക്ക് കടന്നു വരുന്നു, ജ്ഞാനം സ്വീകരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് അവരുടെ ഈ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇവർ മനുഷ്യ സൃഷ്ടി മുതലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പോലും. അപ്പൊ അതിനകത്ത് ദൈവശാസ്ത്രമുണ്ട്, അതിനകത്ത് ചരിത്രത്തിന്റെ എലമെന്റ്സ് ഉണ്ട്, അതിനകത്ത് അല്പമൊക്കെ ശാസ്ത്രത്തിന്റെ എലമെന്റ്സ് പോലും അതിനകത്ത് കാണാം. അത് പ്രധാനപ്പെട്ടതല്ല നമുക്ക്, പക്ഷെ എന്നാൽ പോലും അതുപോലും കാണാം. ഞാൻ എന്നെ ചിലതൊക്കെ എടുത്ത് കാണിക്കുകയും ചെയ്യാം. ഇനി അങ്ങനെ ഒരു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയാമോ? അവിടെ നിന്ന് ജനമാക്കിയ ഈ ഇസ്രായേലിനെ ദൈവം എന്താണ് ചെയ്തത്? തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് കൊണ്ടുവന്നു. ഇതിന് പാരലായിട്ടാണ് ഈ മനുഷ്യനെ ചുമ്മാ മെനയുക മാത്രമല്ല, എന്നിട്ട് അവനെ പർദീസയിലേക്ക് കൊണ്ടുവന്നു. പർദീസ യഥാർത്ഥത്തിൽ ഇവരനുഭവിച്ച ഈ കാനാൻ ദേശത്തിന് പാരലാണ്. അതുകൊണ്ട് തന്നെ ഈ പർദീസയെ കുറിച്ചുള്ള വിവരണങ്ങൾക്കകത്ത് ഈ മിഡിൽ ഈസ്റ്റ് പ്രദേശത്തൊഴുകുന്ന നദികളെ കുറിച്ചുള്ള പരാമർശമൊക്കെ ഉണ്ട്. നൈല്, യൂഫ്രട്ടീസ് തുടങ്ങിയ നദികളെ കുറിച്ചൊക്കെയുള്ള പരാമർശവും കാണും. അപ്പൊ ആ നദികളൊക്കെ ഒഴുകുന്ന ഇടം തന്നെ ഈ ഇവർ ജീവിച്ച കാനാൻ ദേശമാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം മനുഷ്യനെ പർദീസയിലാക്കി, പൂഴിയായിരുന്ന അവനെ എടുത്ത് അവന് രൂപം കൊടുത്ത് അവനെ പർദീസയിലാക്കി എന്ന് പറയുന്നത്, അടിമത്തം കൊണ്ട് ചെതറിക്കിടന്നിരുന്ന മനുഷ്യനെ മരുഭൂമിയിൽ വെച്ച് ദൈവം ഒരു ജനതയായി രൂപം കൊടുത്ത് അവനെ കൊണ്ടുപോയി ഇസ്രായേലിൽ വസിച്ച കാനാൻ ദേശത്ത് കൊണ്ടുവന്ന് ചേർത്തു എന്നതിന്റെ പാരലാണ്. ഇനി വീണ്ടും അങ്ങനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? ഇവർക്ക് കൽപ്പനകൾ കൊടുത്തു ദൈവം. ഈ കൊണ്ടുപോകുന്ന സമയത്തും കൊണ്ടുവന്ന ശേഷവും അവരുടെ കൽപ്പനകളിലൂടെ ദൈവം നയിച്ചു. പഴയ നിയമത്തിനകത്ത് ഈ ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ നോക്കുക, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് അവന് കൊടുക്കുന്ന കൽപ്പനകളാണ്. അവനോട് പറയുകയാണ്, നിനക്ക് ഇതിനെ നീ പെറ്റുപെരുക, കൽപ്പനകളാണ്. അതുപോലെ ഇവരെ മുഴുവനും ആധിപത്യം പുലർത്തുക, അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കാം. എന്നിട്ടോ പ്രപഞ്ചം നിറയുക. ഇനി അത് കഴിഞ്ഞിട്ടോ നീ തിന്മ ചെയ്യരുത്. നന്മയും തിന്മയും എന്ന 2 കാര്യങ്ങളുണ്ട്. നിനക്ക് നന്മ ചെയ്യാം, നിനക്ക് ഐശ്വര്യം ഉണ്ടാകും. തിന്മ ചെയ്യരുത്, നീ നശിക്കും. തിന്മയുടെ ഒരു സിമ്പലാണ്
ഈ പറയുന്ന പാപത്തിന് കാരണമാകുന്ന വൃക്ഷം, നന്മതിന്മകളുടെ വൃക്ഷമെന്നും ജീവന്റെ വൃക്ഷമെന്നും രണ്ടു തരത്തിൽ ഒരേ കാര്യത്തെ അവതരിപ്പിക്കുന്ന ആ വൃക്ഷം ഒരു മരമല്ല എന്ന് നമുക്കറിയാം, കൽപ്പനയുടേതാണ്. സമാനമായിട്ടാണ് മരുഭൂമിയിൽ വെച്ച് ദൈവം അവർക്ക് കൽപ്പന കൊടുക്കുന്നത്. അപ്പൊ ദൈവം മരുഭൂമിയിൽ വെച്ച് കൽപ്പന കൊടുത്ത ആ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ആ കൽപ്പന കൊടുത്തിട്ടുണ്ട് എന്നവർ പഠിച്ചു. മരുഭൂമിയിൽ വെച്ച് അവരെ ജനമാക്കിയ ദൈവം അവന് കൽപ്പന കൊടുത്തെങ്കിൽ അവനെ മരുഭൂമിയിൽ വെച്ച് തന്നെ അവനെ ജനിപ്പിക്കുമ്പോൾ തന്നെ അവന് കൽപ്പന കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ഇവർ ഗ്രഹിക്കുകയാണ്. അപ്പൊ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്രമം നമുക്ക് മനസ്സിലായോ? ഈ ഇസ്രയേലിന്റെ എക്സോഡസ് അനുഭവത്തിനകത്തുനിന്നാണ്, അതിന്റെ പശ്ചാത്തലത്തിലാണ്, അതിന്റെ തിരിഞ്ഞുനോട്ടത്തിലാണ് ഇവർ ഈ സൃഷ്ടികർമ്മത്തിന്റെ ദൈവിക രഹസ്യങ്ങൾ വിശകലനം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ വിടർത്തി നോക്കുന്നത്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ഈ കൽപ്പന കൊടുത്തു കഴിഞ്ഞാൽ കൽപ്പനയ്ക്കകത്ത് രണ്ട് കാര്യമുണ്ട്. ഒന്ന് മരണം, രണ്ട് ജീവൻ എന്നുള്ളതാണ്. കൽപ്പന അനുസരിച്ചാൽ നീ ജീവിക്കും, കൽപ്പനകൾ ലംഘിച്ചാൽ നീ മരിക്കും. കൽപ്പന ലംഘിച്ചാൽ ജീവിക്കും, അല്ലെങ്കിൽ കൽപ്പന ലംഘിച്ചാൽ മരിക്കും. അപ്പൊ നോക്കുക, അത് തന്നെയാണ് ഇവര് ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ കണ്ടെത്തുന്നത്. എന്താ സംഭവിക്കുക? കൽപ്പന അനുസരിച്ചിരുന്ന കാലത്ത് അവർ ജീവിച്ചിരുന്നു, ദൈവത്തോടൊത്ത് അവർ ജീവിച്ചിരുന്നു. ജീവന്റെ വൃക്ഷമാണ്, ജീവന്റെ വൃക്ഷം, ജീവൻ ലഭിച്ചിരുന്നു. ഇനി അത് ലംഘിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ആ വൃക്ഷത്തിന്റെ മേൽ അവൻ കൈവച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ അവിടെ നിന്ന് പുറത്തായി. പിന്നീട് മരണം അവനെ വേട്ടയാടി. അതുവരെ മനുഷ്യന് മരണമില്ലായിരുന്നു. മനുഷ്യൻ മരണത്തിന് വിധേയനാകാനുള്ള കാരണം നിയമത്തിന്റെ ലംഘനമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിവ് എങ്ങനെയാണ് അവർക്ക് ഉണ്ടായെന്നറിയാമോ? അവര് ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടക്കുന്ന സമയത്ത് തവണ അവർ ദൈവത്തിനെതിരെ മറുതലിച്ചപ്പോഴൊക്കെ അവർക്ക് വിനാശം വന്നു ചേർന്നു. അവർ മോശയ്ക്കെതിരെയും അഹ്റോനെതിരെയും സംസാരിച്ചു. അവർ കൽപ്പനകൾ ലംഘിച്ചു. പിന്നീട് സംഭവിച്ചു, പാമ്പിന്റെ ദംശനമേറ്റ് അവർ മരിച്ചു വീഴാൻ തുടങ്ങി. അപ്പൊ അവരുടെ ജീവിതത്തിൽ പഠിച്ചു, ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചാൽ അവൻ മരിക്കും. മോശയ്ക്ക് പോലും അങ്ങനത്തെ അനുഭവമുണ്ട്. മോശ ദൈവം വാഗ്ദാനം ചെയ്ത കാനാൻ ദേശം കാണാതെയാണ് മോശ കടന്നു പോകുന്നത്. അപ്പൊ ഈ അനുഭവങ്ങളിൽ നിന്നൊക്കെ അവർ പഠിച്ചത്, പാപം ചെയ്താൽ, ദൈവകൽപ്പന ലംഘിച്ചാൽ അവൻ മരിക്കും എന്ന് അവർക്ക് മനസ്സിലായി. ഇനി ഈ കൽപ്പനയുടെ സ്വഭാവം എന്താണ്? കൽപ്പനയുടെ സ്വഭാവം അത് കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള കൽപ്പനയാണ്. എന്ന് വെച്ചാൽ ദൈവത്തോടും പരസ്പരവും കൂട്ടായ്മ ഉണ്ടാകാൻ വേണ്ടിയാണ് ദൈവം അവന് കൽപ്പന കൊടുത്തത്. അതുകൊണ്ട് തന്നെ കൽപ്പന അനുസരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇവർ തമ്മിൽ ഐക്യം ഉണ്ടായിരുന്നു, ദൈവത്തോട് ഐക്യം ഉണ്ടായിരുന്നു. ദൈവം അവന്റെ കൂടെ ഉലാത്താൻ നടന്നിരുന്നു. മനുഷ്യരും തമ്മിലും ബന്ധമുണ്ടായിരുന്നു. അവന്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞിരുന്നത് എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും എന്നാണ്. കൽപ്പനകൾ അനുസരിക്കുന്ന ഇടങ്ങളിലൊക്കെ കൂട്ടായ്മ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പഠിച്ചു. മോശയുടെ കീഴിൽ, അഹ്റോന്റെ കീഴിൽ ദൈവത്തിന്റെ കൽപ്പനകൾ തെറ്റുകൂടാതെ അനുസരിക്കുന്ന സമയത്ത് അവർ ജനമായി മാറി. അനുസരണക്കേട് കാണിക്കുമ്പോഴോ അവർ ശിക്ഷിക്കപ്പെടുകയും ചെതറിക്കപ്പെടുകയും മരിച്ചു പോവുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി. അത് അവരുടെ ജീവിതത്തിൽ മുഴുവൻ അവർ പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചില പ്രദേശങ്ങളൊക്കെ അവർ പിടിച്ചടക്കാൻ ചെല്ലുമ്പം ദൈവം അവരോട് കൽപ്പിച്ചതിന് വിപരീതമായിട്ട് പ്രവർത്തിച്ചപ്പം അവർ പരാജയപ്പെട്ടു ഓടിപ്പോണ്ടി വന്നു. അവർ വധിക്കപ്പെടാനൊക്കെ വന്നു, ചെതറിപ്പിക്കപ്പെട്ടു. എന്നാൽ അനുസരിച്ചപ്പോഴോ അവർക്ക് വിജയം ഉണ്ടായി. ഇത് തന്നെയാണ് അവര് ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ കാണുന്നത്. ഇവര് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച സമയത്ത് ആദവും ഹവ്വായും തമ്മിൽ നല്ല ഐക്യം ഉണ്ടായിരുന്നു, ദൈവത്തോടും ഐക്യം ഉണ്ടായിരുന്നു. ആദം ഹവ്വ എന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീയും മനുഷ്യവംശം തമ്മിൽ ഐക്യം ഉണ്ടായിരുന്നു, ദൈവത്തോടും ഐക്യം ഉണ്ടായിരുന്നു. അവർ കൽപ്പന ലംഘിച്ച സമയത്ത് എന്ത് സംഭവിച്ചു? ഐക്യം നഷ്ടപ്പെട്ടു. ദൈവം അവർക്ക് വിദൂരസ്ഥനായി, ദൈവം തങ്ങളുടെ സ്വന്തമല്ലാതായി. അതുകൊണ്ട് ദൈവത്തിൽ നിന്നും തങ്ങളെ തന്നെ മറയ്ക്കാൻ ആഗ്രഹിച്ച് അവർ വസ്ത്രമെടുത്ത് മറച്ചു, അവരെ തന്നെ കവർ ചെയ്ത് അവനും തമ്മിൽ ഒരു 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 പ്രതലത്തിന്റെ തടസ്സം അവൻ സ്ഥാപിക്കാൻ ശ്രമിച്ചതാണ് ഈ വസ്ത്രം ധരിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവനെ തന്നെ ദൈവത്തിൽ നിന്ന് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു. ഇനി അവർ തമ്മിലുള്ള ബന്ധത്തിലോ അതുവരെ അവർ തമ്മിൽ നല്ല ഐക്യത്തിലായിരുന്നു. എന്തുണ്ടായി? ഈ പാപം സംഭവിച്ചതോടുകൂടെ അവളും തമ്മിൽ തെറ്റി. അവൻ പറയുകയാണ്, നീ എനിക്ക് തന്ന ആ സ്ത്രീ എന്നെ പറ്റിച്ചു, നീയാണ് എനിക്ക് അവളെ തന്നു, ഞാൻ മര്യാദയ്ക്ക് ഇവിടെ ജീവിക്കുമായിരുന്നു, അവളും എന്നെ പറ്റിച്ചു. അങ്ങനെ ഇവര് തമ്മിലും ബന്ധത്തിന്റെ അകൽച്ചയുണ്ടായി. ഇനി അടുത്തത്, ഈ പാപം ചെയ്തതോടുകൂടെ ഇവര് തമ്മിൽ മാത്രമല്ല, ദൈവത്തോട് മാത്രമല്ല, പ്രപഞ്ചത്തോടും അവർക്കുള്ള ഐക്യം നഷ്ടപ്പെട്ടു. അതുവരെ പറുദീസയുടെ ഭാഗം തന്നെയായിരുന്ന, സൃഷ്ടിചരിത്രം വിവരിക്കുന്നത് പോലെ സൃഷ്ടിചരിത്രത്തിന്റെ ഭാഗമായിരുന്ന മനുഷ്യൻ പ്രപഞ്ചത്തിൽ നിന്ന് അകന്നു. എന്ന് പറഞ്ഞാൽ അവന് പ്രപഞ്ചത്തോട് യുദ്ധം ചെയ്യേണ്ടി വരുന്നു എന്ന് വിശുദ്ധ രേഖപ്പെടുത്തുകയാണ്. എന്ന് വെച്ചാൽ അവന് വേണ്ടി പുല്ലും ചെടികളും മുളപ്പിച്ചിരുന്ന ആ ഭൂമിയിൽ അവന്റെ വിയർപ്പ് വീഴ്ത്തി
ഈ കള്ള് മുൾച്ചെടിയൊക്കെ അതിന് നിനക്കെതിരെ മുൾച്ചെടികൾ പുറപ്പെടുവിക്കുന്നതൊക്കെ നമ്മൾ ഇനി വായിക്കാൻ പോവാണ്. അവയോടൊക്കെ മല്ലിടേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് അവൻ വരും എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തോടുള്ള ഐക്യം പോലും നഷ്ടപ്പെടും. സത്യത്തിൽ ഇസ്രായേൽ ജനം അനുഭവിച്ച കാര്യമാണ് അത്, അനുഭവിച്ച കാര്യമാണ്. അവര് ദൈവത്തോട് ഐക്യപ്പെട്ട് കാനാൻ ദേശത്തെത്തിയപ്പോൾ പ്രകൃതി പോലും അവരോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങി. അവിടെ ധാരാളം ഫലങ്ങൾ ഉണ്ടാകാനൊക്കെ തുടങ്ങി. അങ്ങനെ ഇനി വീണ്ടും അടുത്തത് ശിക്ഷയുടെ കാര്യമാണ്. ശിക്ഷ ഇതിനോട് കൂടിച്ചേർന്ന് പോകുന്നതാണ്. കൽപ്പന ലംഘിച്ചു, അവർക്ക് ശിക്ഷയുണ്ടായി. ഈ ഇസ്രായേലിന്റെ ചരിത്രത്തിലും ഈ ശിക്ഷ ലഭിക്കുന്നു. പാപം ചെയ്ത മനുഷ്യനും ശിക്ഷ നഷ്ടപ്പെടും. ഇനി അടുത്തത് ഇങ്ങനെ സംഭവിച്ച എന്ത് സംഭവിക്കുമെന്നാണ് അവസാനം ഓർമ്മിപ്പിക്കുന്നത്. അവർക്ക് ഇവർ തന്നെ അനുഭവിച്ച ഒരു കാര്യമാണ്. ഇവർ ഈ കൽപ്പനയൊക്കെ ലംഘിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് വീണ്ടും അവർക്ക് അവരുടെ കാനാൻ ദേശം നഷ്ടപ്പെടാൻ തുടങ്ങി. അവരവിടെ ആയി തീർന്നെങ്കിൽ പോലും അവർക്ക് അവിടുന്ന് വീണ്ടും അത് നഷ്ടപ്പെടാൻ തുടങ്ങി. ഈ പറുദീസ നഷ്ടം എന്ന് പറയുന്ന കാര്യമൊക്കെ അവർ ഗ്രഹിച്ചത് ഈ അനുഭവത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് എണ്ണിപ്പറക്കി പോയി കഴിഞ്ഞാൽ ഇവരുടെ പോസ്റ്റ് എക്സോട്ടിക് എക്സ്പീരിയൻസിൽ നിന്നാണ്, അഥവാ പുറപ്പാടനന്തര അനുഭവത്തിൽ നിന്നാണ് ഇവര് ഉൽപ്പത്തിയുടെ ആമുഖത്തിന്റെ രൂപവൽക്കരണം നടത്തുന്നത്. അപ്പൊ ഞാനിങ്ങനെ പറയുമ്പം ചിലപ്പോൾ ഇവർ രൂപീകരിച്ചതാണോ എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. അവർ രൂപീകരിച്ചതല്ല പറഞ്ഞു വരുന്നത്, ദൈവം അവരെ കൊണ്ട് രൂപീകരിപ്പിച്ചത് എന്നാണ്. അഥവാ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കർത്താവ് ദൈവം പരിശുദ്ധാത്മാവ് വഴി ഈ ഉൽപ്പത്തി രഹസ്യങ്ങൾ വെളിപ്പെടുത്തി. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എന്താണ് അവരുടെ ഭാഷ? മനസ്സിലാകുന്ന ഭാഷ അവരുടെ ജീവിതാനുഭവമാണ്. അവർക്ക് മനസ്സിലാകുന്ന ഭാഷ ഇസ്രായേലിന്റെ പുറപ്പാടിന്റെ ജീവിതാനുഭവം. ആ അനുഭവമാണ് അവർക്ക് തിരിയുന്ന ഭാഷ. അവർ കണ്ടും കേട്ടും കൊണ്ടും പഠിച്ച ജീവിതാനുഭവം. ആ ഭാഷയിലാണ് ഉൽപ്പത്തി അതുകൊണ്ട് ഈ ആദ്യത്തെ 11 അധ്യായങ്ങളെ ഉൽപ്പത്തിയുടെ ആദ്യത്തെ 11 അധ്യായങ്ങളെ ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാട് അനുഭവത്തിലൂടെ രൂപപ്പെട്ട ഇസ്രായേലിന്റെ ജീവിതത്തിന്റെ കണ്ണാടി വെച്ചിട്ട് വേണം വായിക്കാൻ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാണ് എന്നതാണ് അതിന്റെ കാര്യം. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ വാചകത്തെ പൂർത്തീകരിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ ഇതിന്റെ ഓരോ ഭാഗത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും. ആദ്യം നമ്മളിങ്ങനെ വായിച്ചത് എങ്ങനെയാണ്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യമായിരുന്നു. ഇവരനുഭവിച്ചിട്ടുള്ള ഈജിപ്തിലെ രൂപരാഹിത്യമാണ്. ആ രൂപരാഹിത്യം എന്തിന്റെയാണ്? ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനതയുടെ രൂപരാഹിത്യം തന്നെയാണ്. ചെതറിക്കിടക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ, അടിമത്തത്തിലായിരിക്കുന്നവർ, ഒരു കോർഡിനേഷനും ഇല്ലാത്ത, ആരും നയിക്കാനില്ലാത്ത കുറെ മനുഷ്യര്. അങ്ങനെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിനെ രൂപപ്പെടുത്തി, ക്രമപ്പെടുത്തി. ഇസ്രായേലിനെ രൂപപ്പെടുത്തിയതുപോലെ ദൈവം ഈ പ്രപഞ്ചത്തെ അതിനു മുൻപേ രൂപപ്പെടുത്തിയെന്ന് നമ്മൾ വായിക്കും. അങ്ങനെ അതിന്റെ അവസാന ഭാഗത്തേക്ക് 4-ാം തിരുവചനം, വെളിച്ചമുണ്ടാക്കി ദൈവം അരുൾ ചെയ്ത് വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. വെളിച്ചത്തിന് പകലെന്ന് പേരിട്ടു, ഇരുളിന് രാത്രി എന്ന് പേരിട്ടു. നോക്കിക്കേ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്. അതായത് സൂര്യനിൽ നിന്നാണ് വെളിച്ചം വരുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് വലിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ആവശ്യമില്ല. ചുമ്മാ ആകാശത്തേക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഈ വെളിച്ചവും ഉണ്ടായപ്പോ തൊട്ട് സൂര്യനെയും ചന്ദ്രനെയും രാത്രിയും പകലും കണ്ടിട്ടുള്ള മനുഷ്യൻ, സൂര്യന്റെ മുമ്പിൽ കൈവച്ചാൽ വെളിച്ചം വരില്ല എന്ന് പോലും മനസ്സിലാക്കിയിട്ടുള്ള ഒരു മനുഷ്യന് അവൻ എങ്ങനെയാണ് അവന് ബോധപൂർവം ദൈവം ആദ്യം വെളിച്ചം സൃഷ്ടിച്ചെന്നും പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് സൂര്യനെ സൃഷ്ടിച്ചെന്നും എഴുതാൻ പറ്റുന്നത്? അങ്ങനെ എഴുതുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, അവർ മണ്ടന്മാരൊന്നും അല്ലല്ലോ. അതങ്ങനെ എഴുതുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, അതിന്റെ പുറകിലുള്ളത് ദൈവശാസ്ത്ര രഹസ്യമാണ്. ആദ്യത്തെ കാര്യം എന്താണ്? ദൈവമാണ് പ്രകാശത്തിന്റെ ഉറവിടം എന്നതാണ്. അത് ദൈവമാണ് പ്രകാശത്തിന്റെ ഉറവിടം. ഈ ലോകത്തിന്റെ പ്രകാശം അത് ദൈവമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മള് യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 12-ാമത്തെ തിരുവചനം വായിക്കാമോ? 8:12 നമുക്ക് പരിചിതമായ ഒരു ഭാഗമാണ്. എന്നാലും ഒന്ന് നേരെ അവിടുന്ന് വായിച്ച് കേൾക്കാമെന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 8:12. യോഹന്നാൻ 8:12. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. നോക്കുക, പിതാവിന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം യഥാർത്ഥത്തിൽ അത് വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചുള്ള വളരെ വേഗമായിട്ടുള്ള ഒരു പ്രവചനമാണ്. അതുകൊണ്ടാണ് ആദിയിൽ പ്രകാശം സൃഷ്ടിച്ചു. ആദ്യം സൂര്യനെ സൃഷ്ടിച്ചിട്ട് സൂര്യൻ പ്രകാശം സൃഷ്ടിച്ചു എന്ന് പറയുന്നതല്ല എന്റെ ലോജിക്ക്,
അല്ലെ? ആദ്യം സൂര്യനെ സൃഷ്ടിച്ചു, സൂര്യൻ പിന്നെ പ്രകാശം പൊഴിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ സൂര്യനെ സൃഷ്ടിച്ചു, ദൈവം എന്നിട്ട് ലൈറ്റ് ഉണ്ടാക്കി, അപ്പം സൂര്യനിൽ നിന്ന് വെളിച്ചം വരാൻ തുടങ്ങി എന്ന് പറയുന്നതിന് പകരം ആദിയിൽ ദൈവം പ്രകാശം സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഈശോ സൃഷ്ടിയാണെന്ന് പറയാൻ വേണ്ടിയല്ല, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പുത്രനെ കുറിച്ചുള്ള സൂചനയാണ് അത്. സകല സൃഷ്ടിയും ആരംഭിക്കുമ്പോൾ മുതലുള്ളവൻ, പിതാവിൽ നിന്ന് പുറപ്പെട്ടവൻ, പിതാവിന്റെ വചനമാകുന്ന പ്രകാശമാകുന്ന മിശിഹായെക്കുറിച്ചുള്ള വേഗായിട്ടുള്ള, ഡയറക്റ്റ് ആയിട്ടുള്ളതല്ല, പൂർണ്ണമായിട്ടുള്ളതല്ല, വേഗായിട്ടുള്ള സൂചനകൾ നൽകുന്ന ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ദൈവം ആദിയിൽ പ്രകാശത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് ത്രിത്വൈക ദൈവത്തിന്റെ കൂട്ടായ്മയെക്കുറിച്ച്, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പുത്രനെ കുറിച്ച്, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാരൂപിയെ കുറിച്ച് ഒക്കെയുള്ള പരാമർശങ്ങളാണ് അതിന്റെ ഉള്ളിൽ കിടക്കുന്നത്. എന്നിട്ട് അടുത്ത എന്താണ് സംഭവിക്കുന്നത്? എന്നിട്ട് ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. ഓക്കെ, അത് കഴിഞ്ഞ് ആ സൂചന കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് ഈ ഇവരനുഭവിക്കുന്ന റിയൽ ലൈറ്റിലേക്ക് വരുവാണ്. ആ വെളിച്ചത്തിന് ദൈവം പേരിട്ടു. ഇപ്പൊ ഇതിനപ്പൊ പേരിടായിരിക്കണേ? ദൈവം ഇങ്ങനെ പ്രകാശം സൃഷ്ടിച്ചു, ബാക്കി പലതിനും മനുഷ്യനാണ് പേരിടുന്നത്, അല്ലെ? പലതിനും മനുഷ്യനാണ് പേരിടുന്നത്. ദൈവം ഈ ജീവികളൊക്കെ മനുഷ്യന്റെ അടുത്ത് കൊണ്ടുവന്നു, അവയെ വിളിച്ചതൊക്കെ അതിന്റെ പേരായി തീർന്നു എന്നൊക്കെ നമ്മൾ വായിക്കും. എന്താണ് ഈ പേരിടൽ എന്ന് പറഞ്ഞാൽ? പേരിടൽ കർമ്മം എന്ന് പറയുന്നത് ആധിപത്യത്തിന്റെ അടയാളമാണ്. ആധിപത്യത്തിന്റെ അടയാളമെന്നോ അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം എന്നോ ഒക്കെ സൂചിപ്പിക്കുന്നതാണ്. സെമിറ്റിക് പാരമ്പര്യത്തിൽ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് പേരിടുന്നതിന് ഉടമസ്ഥാവകാശമുള്ളവരാണ്. പേരെടുത്ത് വിളിക്കുക എന്നൊക്കെ പറയുന്ന അങ്ങനെ. അതുകൊണ്ടാണ് അവരൊരിക്കലും ദൈവത്തെ പേരെടുത്ത് വിളിക്കുമായിരുന്നില്ല. കാരണം ദൈവം അവരുടെ ഉടമസ്ഥയിലുള്ളതല്ലോ. അതുകൊണ്ട് യഹോവ എന്ന് എഴുതിയാലും അവർ എലോഹിം എന്നൊക്കെ വിളിക്കുകയോ മറ്റെന്തെങ്കിലുമൊക്കെ വിധത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുക മാത്രമേ ഉള്ളൂ. അവര് ദൈവത്തിന്റെ പേര് പോലും ഉച്ചരിക്കില്ല. കാരണം ദൈവത്തിനാണ് ഞങ്ങളുടെ മേലെ ഉടമസ്ഥാവകാശമുള്ളത്, ഞങ്ങൾക്ക് ദൈവത്തിന്റെ മേലല്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ദൈവം മോശെ എന്ന് വിളിച്ചു. പ്രവചന ഗ്രന്ഥങ്ങളിലൊക്കെ ദൈവം ഓരോ പ്രവാചകന്മാരെ പേരെടുത്ത് വിളിക്കുന്ന, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ വായിക്കും. നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം നിന്നെ ഞാൻ എന്റേതാക്കിയിരിക്കുന്നു, നീ എന്റേതാണ്, നീ വല്ലവരുടെ അല്ല, നീ വെറുതെ ഈ പ്രപഞ്ചത്തിന്റെ അല്ല, നീ മണ്ണിന്റെ അല്ല, നീ എന്റേതാണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ ദൈവം ഈ പകലിന് വെളിച്ചത്തിന് പകലെന്ന് പേരിട്ടു, മറ്റേ രാത്രി എന്ന് പേരിട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ രണ്ട് സൂത്രമുണ്ട്. അതായത് ഒന്നാമത്തേത്, ഈ പ്രാകൃത മതങ്ങളിൽ പലതിലും, പ്രത്യേകിച്ച് അവര് ജീവിച്ച് കടന്നുപോയ ഈജിപ്ഷ്യൻ മിഡിൽ ഈസ്റ്റ് പശ്ചാത്തലത്തിന്റെ പാരമ്പര്യത്തിലൊക്കെ ഇവർ കണ്ടതിനെ ഒക്കെ ദൈവമാക്കുമായിരുന്നു. അവരെന്ത് കണ്ടാലും അതിനെയൊക്കെ ദൈവമാക്കും. അപ്പൊ അത് ദൈവമാണ്, ഇത് ദൈവമാണ്. അപ്പൊ നമുക്ക് തന്നെ നാട്ടിലറിയാലോ, സൂര്യൻ ദൈവമാണ്, ചന്ദ്രൻ ദൈവമാണ്, മഴ ദൈവമാണ്, കാറ്റ് ദൈവമാണ്, വായു അത് ഭഗവാനാണ്. ഇങ്ങനെ തുടങ്ങുന്നതിനെ ഒക്കെ പിടിച്ചിട്ട് ഇവര് ദൈവമാക്കുവാൻ. ഇവിടെ നമ്മളിങ്ങനെ വായിക്കുകയാണ്, ഇങ്ങനെ വിചാരിച്ചിരുന്ന ഒരു ജനത്തോട് വിശുദ്ധ ഗ്രന്ഥകാരന്മാരിലൂടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇവയ്ക്ക് ദൈവം പേരിട്ടു. എന്ന് വെച്ചാൽ ദൈവം പേരിട്ടതാണെങ്കിൽ അത് ദൈവത്തിന്റെ സൃഷ്ടി മാത്രമാണ്. ഈ പകല് വെളിച്ചം അതൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തുള്ള ദൈവമല്ല. അവയൊക്കെ ദൈവത്തിന്റെ കരവേലകളാണ്. ഈ റിയൽ ലൈറ്റ്, ഡാർക്ക്നെസ്, അതൊക്കെ ദൈവത്തിന്റെ കരവേലയാണ്. ദൈവം പേര് ചൊല്ലി വിളിച്ചതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ അധീനതയുള്ള ഭൗമിക യാഥാർത്ഥ്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് അതിന്റെ സൂചകം. എന്നിട്ട് പിന്നെ വായിക്കുകയാണ്, സന്ധ്യയായി പ്രഭാതമായി ഒന്നാം ദിവസം. എന്താണ് നേരം വെളുത്തു ഉച്ചയായി വൈകുന്നേരമായി ഒന്നാം ദിവസം എന്ന് പറയാത്തത്? സന്ധ്യയായി പ്രഭാതമായി ഒന്നാം ദിവസം എന്ന് പറയാൻ കാരണം എന്താണ്? കാരണം അതും ഈ പറഞ്ഞ ഇസ്രായേലിന്റെ ജീവിത രീതിയാണ്, ഇസ്രായേലിന്റെ അനുഭവമാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ആരാധനാ പാരമ്പര്യത്തിൽ ഒരു ദിവസം ആരംഭിക്കുന്നത് വൈകുന്നേരമാണ്. സായാഹ്ന ബലിയോടെ ആരംഭിക്കുന്നു, പ്രഭാതത്തിൽ സായാഹ്ന ബലിയോടെ ആരംഭിക്കുന്നു, പിറ്റേ സായാഹ്നത്തിൽ ദിവസം പൂർത്തിയാകുന്നു. അപ്പോൾ ഈവനിങ് ടു ഈവനിങ് ആണ്. അതുകൊണ്ട് തന്നെ പൗരസ്ത്യ പാരമ്പര്യമുള്ള സഭകളൊക്കെ ഈ പശ്ചാത്തലത്തിൽ, യഹൂദ പശ്ചാത്തലത്തിൽ, അതിന്റെ പാരമ്പര്യത്തിലും സായാഹ്നത്തോടെയാണ് ഒരു ദിവസം ആരംഭിക്കുന്നത്. റംഷ പ്രാർത്ഥനയോടെയാണ് ദിവസം ആരംഭിക്കുന്നത്, അല്ലാതെ സപ്ര പ്രാർത്ഥനയോടെയല്ല. സപ്ര പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിലെ പ്രാർത്ഥന, അതോടെയല്ല. പകരം സായാഹ്ന നമസ്കാരത്തിലൂടെയാണ് ദിവസം ആരംഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഒരു ആരാധനാക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ദിവസം, ഇപ്പൊ ഒരു തിരുനാൾ തലേ ദിവസത്തെ വൈകുന്നേരത്തിൽ ആരംഭിക്കും, അന്ന് മുതൽ ആ തിരുനാൾ ആരംഭിച്ചു കഴിയുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ പശ്ചാത്തലമൊക്കെ ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഈ പരാമർശം ശരിക്കും പറഞ്ഞു ലിറ്റർജിക്കൽ പരാമർശമാണ്. അതൊരു ബയോളജിക്കൽ ഒരു ഫിസിക്കൽ പരാമർശമല്ല, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ഒരു യൂണിവേഴ്സൽ പരാമർശമല്ല. പകരം ഇതൊരു തിയോളജിക്കൽ എന്നതിനേക്കാൾ ലിറ്റർജിക്കൽ പരാമർശമാണ്. സന്ധ്യയായി പ്രഭാതമായി ഒന്നാം ദിവസം. അങ്ങനെ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു. എന്നിട്ട്
ദൈവം അരുൾ ചെയ്തു, ജലത്തിന്റെ മധ്യത്തിൽ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് ജലത്തെ രണ്ടായി തിരിക്കട്ടെ. ഇനിയാണ് ഭാഗം ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം, നമുക്കിതെങ്കിലും തീർക്കണമല്ലോ. ജലത്തിന് മുകളിൽ ഒരു വിധാനം ഉണ്ടാകട്ടെ എന്ന് ദൈവം അരുൾ ചെയ്തു. ഇങ്ങനെയാണ്, ജലത്തിന്റെ മധ്യത്തിൽ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് ജലത്തെ രണ്ടായി തിരിക്കട്ടെ. എന്താണ് അതിന്റെ അർത്ഥം? അതെന്തിനെ കുറിച്ച് പറയുന്നതാണ്? അത് യഥാർത്ഥത്തിൽ ഈ അന്തരീക്ഷത്തിന്റെ ഡിഫറൻസിനെ കുറിച്ച് പറയുന്നതാണ്. അതായത് ഒരു മിഡിൽ ഈസ്റ്റിന്റെ ഒക്കെ പാരമ്പര്യത്തിൽ അവര് കണക്കാക്കിയിരുന്നത് ഒരു 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 ഭൂമിക്ക് മുകളിൽ ഒരു 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 കൊട്ട കമിഴ്ത്തി വെച്ചേക്കുന്ന പോലെയാണ് ആകാശം ഇരിക്കുന്നത് എന്നൊരു ധാരണ അവരുടെ ഒരു ഒരു സങ്കല്പ ഒരു ആലങ്കാരിക പൊയറ്റിക്കൽ ധാരണയാണത്. അല്ലാണ്ട് ഇവര് ഗവേഷണം നടത്തി കണ്ടുപിടിച്ച കാര്യമൊന്നുമല്ല. അങ്ങനത്തെ ഒരു ധാരണ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് ഇങ്ങനെ വിചാരിച്ചിരുന്നു, അതിന്റെ മുകളിൽ ഒരു നിലവെള്ളം, താഴത്ത് ഒരു നിലവെള്ളം, അതായത് കടലിൽ ഒരു നിലവെള്ളം, അതിന്റെ മുകളിൽ ഒരു നിലവെള്ളം. ആ വെള്ളത്തിന്റെ ചോർച്ചയാണ്, അല്ലെങ്കിൽ അതിങ്ങനെ താഴത്തോട്ട് പൊഴിയുന്നതാണ് മഴ. അതുകൊണ്ടാണ് ദൈവം ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു, മഴ ഭൂമിയിലേക്ക് വർഷിച്ചു, ജലപ്രളയം ഉണ്ടായി എന്നൊക്കെ നമ്മൾ വായിക്കുന്നതിന്റെ പശ്ചാത്തലം അതാണ്. അതൊരു പൊയറ്റിക്കൽ ലാംഗ്വേജ് ആണ്. അല്ലാണ്ട് ദൈവം അവിടെ ഇങ്ങനെ കൊട്ടയ്ക്കകത്ത് അല്ലെങ്കിൽ പാത്രത്തിനകത്ത് വെള്ളം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്, കമിഴ്ത്തിയിട്ടു എന്നൊന്നും അവരും മനസ്സിലാക്കിയിട്ടൊന്നുമില്ല. പകരം ആ നാടിന്റെ ഭാഷയിൽ, ആ നാടിന്റെ സാഹിത്യ രൂപത്തിൽ, ആ നാടിന്റെ സാധാരണക്കാരുടെ സംസാര ഭാഷയുടെ പശ്ചാത്തലത്തിൽ ഈ വിശുദ്ധ ഗ്രന്ഥകാരൻ പറയുകയാണ്, ഇതിനെ വേർതിരിച്ചു. അപ്പൊ മുകളിലും ജലമുണ്ട്, താഴത്തും ജലമുണ്ട്. എന്നിട്ടോ ദൈവം അതിന് വിധാനം ഉണ്ടാക്കി, അതിന് താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തു. അപ്രകാരം സംഭവിച്ചു. വിധാനത്തിന് അവിടുന്ന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി, പ്രഭാതമായി, രണ്ടാം ദിവസം. അതിന് ദൈവം ആകാശം എന്ന് പേരിട്ടു. എന്താണ് അതിന്റെ അർത്ഥം? ഇവിടെയും മുമ്പ് പറഞ്ഞ കാര്യമാണ്, ആകാശം എന്ന് പേരിടുന്നു. ആകാശം എന്ന വാക്ക് സ്വർഗത്തെ സൂചിപ്പിക്കുന്നതാണ്. നമ്മള് പണ്ടുകാലത്ത് മലയാളത്തിൽ പ്രാർത്ഥന ചൊല്ലിയിരുന്നു അങ്ങനെയാണ്, ആകാശങ്ങളിൽ ഇരിക്കുന്ന ബാവാ തമ്പുരാനെ എന്ന് ചൊല്ലിയിരുന്നു നിങ്ങൾക്കറിയാലോ. ആകാശങ്ങളിൽ ഇരിക്കുന്ന ബാവാ തമ്പുരാൻ, ആകാശം എന്ന സ്വർഗത്തിന്റെ ഉൻസ് ഫാറ്റർ ഇൻ ഹിമ്മൽ എന്ന് ജർമ്മനി പറയും. ഫാറ്റർ ഇൻ ഹിമ്മൽ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ്. ഹിമ്മൽ എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് അതിന്റെ അർത്ഥം, അല്ല സ്വർഗം എന്നല്ല. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്ന ആകാശം എന്താണ്? സ്വർഗമാകുന്ന ആകാശമാണ്. അപ്പോൾ ഈ സ്വർഗവും ദൈവത്തിന്റെ കരവേലയാണ്, അഥവാ ദൈവത്തിൻ്റെതാണ് എന്നാണ്. അല്ലെങ്കിൽ സ്വർഗത്തിൽ വസിക്കുന്ന കുറെ ജീവജാലങ്ങളാണ് ദൈവങ്ങളെന്ന് വിചാരിച്ചിരുന്നൊരു കാലമാണത്. അതുകൊണ്ടാണ് ഇപ്പം ഭാരതത്തിൽ പോലും ഒക്കെയുള്ള എല്ലാ പ്രാചീന നാച്ചുറൽ റിലീജിയൻസിനകത്തും അവർ വേറൊരു പ്രപഞ്ചമുണ്ട്, അവിടുത്തെ നിവാസികളാണ് സ്വർഗവാസികൾ, ഈ ഭൂമിയിലെ വാസികൾ ഭൂവാസികൾ എന്ന വിധത്തിലൊക്കെ ചിന്തിക്കും. എന്നാൽ ഇവിടെ വിശുദ്ധ ഗ്രന്ഥകാരൻ പറയുകയാണ്, അത് ദൈവത്തിന്റെ കരവേലയാണ്. സ്വർഗത്തിനകത്തുള്ള ജീവജാലങ്ങളല്ല ദൈവങ്ങൾ, പകരം ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവമാണ് ഈ ആകാശത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് അവരുടെ ഒരു 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 ആകാശത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അതിനകത്ത് വ്യക്തമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അവർ കരുതിയിരുന്നത് ഇങ്ങനെയാണ്, ഒരു 3 തരത്തിലാണ് ഈ ഭൂമിക്ക് മുകളിൽ ലോകമുള്ളത് എന്നവർ വിചാരിച്ചിരുന്നു. എന്ന് വെച്ചാല് ഒന്നാമത്തേത് ഒരു ഭൂമിയുടെ മുകളിലുള്ള അന്തരീക്ഷമാണ്. രണ്ടാമത്തേത് അതിന് മുകളിലൊരു തലം, എന്നിട്ട് അതിന്റെ മുകളില് വേറൊരു തലം. അതാണത്രേ ദൈവത്തിന്റെ ലോകം എന്നവർ കരുതിയിരുന്നു. അപ്പൊ അതിനുകൊണ്ടാണ് 3 തട്ടുകൾ. ഈ ഭൂമിക്ക് മുകളിലൊരു തട്ട്, അതിന് മുകളിൽ തട്ട്, അതിന്റെ മുകളിലുള്ള തട്ട്, അത് ദൈവത്തിന്റെ തട്ട്. അതിനെ സൂചിപ്പിക്കുന്നതാണ് 2 കൊരിന്തോസിനകത്ത് 2 കൊരിന്തോസ് 12:2 വായിക്കാവോ? 2 കൊരിന്തോസ് 12:2. ഈ പശ്ചാത്തലത്തിലാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ചില അതിനെ പല വിധത്തിൽ തെറ്റിദ്ധരിക്കാറുണ്ട്. 2 കൊരിന്തോസ് 12:2. 14 വർഷം മുൻപ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം. 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം. എന്താണ് ഈ 3-ാം സ്വർഗം? 1-ാമത്തെ സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം എന്നാണോ? അല്ല, 3-ാം ആകാശം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ദൈവത്തിന്റെ ലോകം എന്നാണ് അതിന്റെ സിമ്പിൾ അർത്ഥം. അതുകൊണ്ട് ബിബ്ലിക്കൽ ലാംഗ്വേജിൽ 3-ാം സ്വർഗം വരെ ഉയർത്തിയെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആ പ്രപഞ്ചം വരെ, ദൈവത്തിന്റെ ലോകം വരെ ഉയർത്തപ്പെട്ട ഒരുവൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് സൂചിപ്പിക്കുന്ന പരാമർശമാണ്. ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചു, പേരിട്ടു, സന്ധ്യയായി, പ്രഭാതമായി, 2-ാം ദിവസം. ഇനി അടുത്ത് ദൈവം വീണ്ടും അരുൾ ചെയ്തു, ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ, കര പ്രത്യക്ഷപ്പെടട്ടെ. അങ്ങനെ സംഭവിച്ചു. ഈ കര സൃഷ്ടിച്ചത് എങ്ങനെയെന്ന് അതിനെക്കുറിച്ച് പറയുകയാണ്.
നോക്കുക, എങ്ങനെയാ പറയുന്നത്? ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ, കര പ്രത്യക്ഷപ്പെടട്ടെ. അങ്ങനെ സംഭവിച്ചു. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് ഈ പറഞ്ഞ ഇസ്രായേലിന്റെ തന്നെ ജീവിതാനുഭവം അതിനകത്തുണ്ട്. എന്താണ് ആ അനുഭവം? അവര് പുറപ്പാട് ആരംഭിക്കുമ്പോൾ ഫറവോ മനസ്സ് മാറി, സൈന്യത്തെ അയച്ചിട്ട് ഇവന്മാരെ പിന്നെ പിടിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. ഇവർ ഓടുന്ന വഴിക്ക് മുമ്പിൽ ചെങ്കടൽ. മോശ ദൈവത്തോട് അപേക്ഷിച്ചു. മോശ വടിയെടുത്തു, മുന്നോട്ട് നടന്നു, ചെങ്കടൽ രണ്ടായി വിഭജിച്ചു. ഇതിവര് അനുഭവിച്ചിട്ടുണ്ട്, ഇവരിത് കണ്ടിട്ടുണ്ട്. അങ്ങനെ കടല് വെള്ളം മാറുകയും വെള്ളം ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് കൂടുകയും കര കടലിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നത് അവര് നേരിട്ട് കണ്ടനുഭവിച്ചിട്ടുണ്ട്. അത് പരമ്പരാഗതമായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന്റെ വെളിച്ചത്തിലാണ് ഈ ഭൂഖണ്ഡങ്ങളുടെ സൃഷ്ടിയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥകാരൻ പറയുന്നത്. അവ ദൈവത്തിന്റെ സൃഷ്ടിയാൽ ഉണ്ടായതാണ് എന്ന്. ചുമ്മാ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ദൈവമാണ് ഈ കടലിനെ വേർതിരിച്ച് ഭൂഖണ്ഡങ്ങളെ സൃഷ്ടിച്ചത് എന്ന് പറയുകയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഇന്ന് കാണുന്നതെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ് എന്ന് പറയുക എന്നൊരു ഉദ്ദേശമേ ഈ വിശുദ്ധ ഗ്രന്ഥകാരനുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു വളരെ മനോഹരമായ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. അത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ എന്താ പറയാ ശാസ്ത്രീയ വിശകലനത്തോടുകൂടെ കലർന്നു കിടക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഇന്ന് ഈ ജിയോളജിസ്റ്റുകൾക്ക്, ജിയോഗ്രഫി പഠിക്കുന്നവർക്ക് സുവ്യക്തമായിട്ടറിയാം, ഒരു കാലത്ത് ഈ ഭൂമി മുഴുവനും വെള്ളത്തിനടിയിലായിരുന്നു. എന്ന് പറഞ്ഞാൽ കര മുഴുവനും വെള്ളത്തിനടിയിലായിരുന്നു. പിന്നീടാണ് കര ഉയർന്നു വന്നത്. ഇനി ഇത് വളരെ കോൺക്രീറ്റ് ആയിട്ട് ഇവർ അനുഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇന്നും നമ്മൾ മിഡിൽ ഈസ്റ്റിൽ പോവുകയാന്ന് വിചാരിക്കുക, മരുഭൂമിയിൽ പോവുക. മരുഭൂമിയിലെ മണൽ എങ്ങനെ വന്നതാണ്? ആ മണല് കടലിനടിയിൽ കിടന്ന മണലാണ്. അതുകൊണ്ട് മരുഭൂമിക്കകത്ത് ചിപ്പികളും ശംഖും സാധനങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഇത് കടലിന്റെ അടിയായിരുന്നു ഒരു കാലത്ത്. അങ്ങനെ ഒരു കാലത്ത് നിന്നാണ്. അതുകൊണ്ടാണ് ഈ മരുഭൂമിയിലൊക്കെ, ഈജിപ്ഷ്യൻ മരുഭൂമിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വെള്ളം ഒഴുകി ഇങ്ങനെ പോയ പാടുകൾ ഇങ്ങനെ നിറച്ച് കാണും. അതെല്ലാം ഇന്നും മരുഭൂമിയായി കിടക്കുന്ന സ്ഥലമെല്ലാം ഒരു കാലത്ത് കടലിനടിയായിരുന്നു. ഇവർക്കറിയാം. അതുകൊണ്ട് കൂടെയാണ് ഈ കടല് വേർതിരിഞ്ഞാണ് കരയുണ്ടായത് എന്ന് പഠിപ്പിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഇതിനകത്ത് സയൻസ് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ സൃഷ്ടിയുടെ സ്വഭാവവും അതിന്റെ പുരോഗതിയും ഒക്കെ ഏതാണ്ട് ഇന്റർലീനിയർ ആയിട്ട് ഇതിനകത്തോടെ പറഞ്ഞു പോകുന്നുണ്ട് എന്നതും നമ്മളെ അത്ഭുതപ്പെടുത്തുക എന്നതിനേക്കാൾ നമുക്കൊരു കൗതുകം തരുന്ന കാര്യമാണ്. അത്ര അതിനെക്കുറിച്ച് കണക്കാക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് അതിനെ എടുത്തിട്ട് ഇതൊരു സയൻസ് ബുക്കാണ് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. എന്നിട്ടോ കര പ്രത്യക്ഷപ്പെടട്ടെ, അങ്ങനെ സംഭവിച്ചു. കരയ്ക്ക് ഭൂമിയെ ഒന്നും ഒരുമിച്ച് കൂട്ടിയ ജലത്തിന് കടലൊന്നും ദൈവം പേരിട്ടു. നോക്കുക, അവിടെയും ദൈവം പേരിടുകയാണ്. ദൈവം സൃഷ്ടിക്കുന്നു, പേരിടുന്നു, ദൈവം സൃഷ്ടിക്കുന്നു, പേരിടുന്നു. എന്നിട്ട് അത് നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ഇതൊരു പ്രധാനപ്പെട്ട പരാമർശമാണ്. ദൈവം സൃഷ്ടിച്ചവയൊക്കെ നല്ലതെന്ന് കണ്ടു എന്ന് ദൈവം ഓരോ സമയത്തും ആവർത്തിക്കും. ഓരോ സ്റ്റേജ് സൃഷ്ടിക്കുമ്പോഴും ദൈവം അത് കഴിയുമ്പോൾ പറയും, നല്ലതെന്ന് ഞാൻ കണ്ടു. ഇനി ഒരു സ്ഥലത്ത് മാത്രം വ്യത്യാസപ്പെടുത്തി പറയും. അതിനാന്ന് ഞാൻ പറയാം, അത് പറഞ്ഞു വരും പറയും, നല്ലതെന്ന് അവിടുന്ന് കണ്ടു എന്ന്. എന്നിട്ട് ദൈവം അരുൾ ചെയ്തു, ഭൂമി എല്ലാത്തര ഹരിത സസ്യങ്ങളും ധാന്യങ്ങളും ധാന്യച്ചെടികളും വിത്തുൾക്കൊള്ളുന്ന ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. അതായത് ഈ ഭൂമി സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ദൈവം പറയുകയാണ്, ഇനി അതിൽ ചെടികളും മരങ്ങളും ഉണ്ടാകട്ടെ. ചുമ്മാ ചെടി ഉണ്ടാവുകയല്ല, ചെടി വിത്തോടുകൂടി ഉണ്ടാകട്ടെ. അതിന്റെ അർത്ഥം എന്താണ്? ദൈവം അതിനെ ഓട്ടോമേറ്റ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ദൈവം ഒന്നിനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് എല്ലാ സമയത്തും ദൈവം തന്നെ വന്ന് വീണ്ടും 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 സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയല്ല. ദൈവം സൃഷ്ടിച്ചവയ്ക്ക് തന്റെ സൃഷ്ടിയിൽ പങ്കുചേരാനുള്ള പൊട്ടൻഷ്യലും കൂടെ ദൈവം കൊടുത്താണ് സൃഷ്ടിച്ചത് എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ ചുരുക്കാർത്ഥം എന്താണെന്ന് അറിയാമോ? അർത്ഥം ഇതാണ്: നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ നിന്റെ കഴിവാണെന്ന് വിചാരിക്കരുത്. പകരം നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നിൽ ഈ തുടർ സൃഷ്ടികർമ്മത്തിനുള്ള സാധ്യതയെ നിക്ഷേപിച്ചതാണത് എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോഴും ഒരു 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 പ്ലാവ് അടുത്ത പ്ലാവിന് അതിന്റെ ചക്കക്കുരു ഉപയോഗിച്ച് ജന്മം കൊടുക്കുമ്പോഴും ദൈവമാണ് അതിലൂടെ സൃഷ്ടി നടത്തുന്നത് എന്നും, അല്ലെങ്കിൽ ആ സൃഷ്ടി തന്റെ തന്നെ ഈ സൃഷ്ടികർമ്മത്തെ തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുന്ന പൊട്ടൻഷ്യൽ അതിൽ വെച്ചത് ദൈവമാണെന്നുമാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ നമ്മൾ സംസാരിക്കുന്നത്, അഥവാ തിരുവചനം പഠിപ്പിക്കുന്നത്. ഇതെന്നും വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശാസ്ത്ര പുരോഗതി എത്രമാത്രം വർദ്ധിച്ചാലും ഇതിനൊരു ഒരു ഇളക്കം തട്ടേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രം വളരുന്നു എന്നതിന്റെ പേരിൽ നമ്മൾ ആകുലപ്പെടുകയല്ല, സന്തോഷിക്കുകയാണ് വേണ്ടത്.
അതങ്ങനെ കണ്ടെത്തും തോറും ഈ ദൈവം ഈ സൃഷ്ടപ്രപഞ്ചത്തിനകത്ത് എന്തൊക്കെ കാത്തുവച്ചേക്കുന്നു എന്ന് നമുക്കറിയാൻ പറ്റും. ഈ സൃഷ്ടപ്രപഞ്ചത്തിനകത്ത് ദൈവം എന്തൊക്കെ കാത്തുവച്ചിരിക്കുന്നു, എന്തൊക്കെയോ ഉൾച്ചേർത്തിരിക്കുന്നു. ഒരു വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഒരു വിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വിത്ത്, അതിനിപ്പോ എന്താ? നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു നെന്മണി എന്ന് പറയുന്ന വിത്ത്, അതിനകത്ത് എത്ര പത്തായം നിറയുന്ന നെന്മണികളുടെ കൂമ്പാരം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു നെല്ലിൽ നിന്ന് എത്രയോ നെന്മണികൾ ഉണ്ടാകാം, അതിൽ നിന്ന് എത്രയുണ്ടാകാം, അതിൽ നിന്ന് എത്രയുണ്ടാകാം, അതിൽ നിന്ന് എത്രയുണ്ടാകാം. ഭൂമി മുഴുവനും നിറയാൻ മാത്രം നെന്മണികൾ പുറപ്പെടുവിക്കാൻ ഒരു വിത്തിന് സാധിക്കും. പൊട്ടൻഷ്യാലിറ്റിയാണ് വിഷയം. സാധ്യത, പൊട്ടൻഷ്യാലിറ്റി. ദൈവം സൃഷ്ടിച്ചവ സാധ്യതകളുടെ നിറകുടമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അവന് എല്ലാം സാധ്യമാണ്. അതുകൊണ്ട് ആ സാധ്യത നിലനിർത്തിയിട്ടാണ് ദൈവം അവനോട് പറയുന്നത്, നിനക്ക് എല്ലാം പറ്റും, പക്ഷെ നീ വിവേകം ഉപയോഗിക്കണം. നിനക്ക് നന്മയും ചെയ്യാൻ പറ്റും, തിന്മയും ചെയ്യാൻ പറ്റും. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്ന ഈ പൊട്ടൻഷ്യലോട് കൂടി ആയതുകൊണ്ട് നിനക്ക് എന്തും സാധ്യമാണ്. അതുകൊണ്ട് അവനൊന്നും അസാധ്യമായിരിക്കുകയില്ല എന്നുള്ള തിരുവചന ഭാഗമൊക്കെ എന്റെ പുറകിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് അവനെല്ലാം ചെയ്യാം. പക്ഷെ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിന്റെ നന്മയ്ക്ക് ഉതകുന്ന നന്മ മാത്രമേ നീ ചെയ്യാവൂ, നീ തിന്മ ചെയ്യരുത് എന്ന് പറയേണ്ടി വരുന്നതിന്റെ കാരണം എന്താണ്? അവന് പൊട്ടൻഷ്യൽ കൊടുത്തിട്ടുണ്ട് എന്നതാണ്. എന്നിട്ട് അതുകൊണ്ടാണ് ദൈവം ഉൾപ്പെടെയുള്ള സസ്യങ്ങളും വിത്തുള്ള ഫലങ്ങളോട് കൂടിയ വൃക്ഷങ്ങളും മുളപ്പിച്ചു. അവ നല്ലതെന്ന് ദൈവം കണ്ടു. വീണ്ടും സന്ധ്യയായി പ്രഭാതമായി മൂന്നാം ദിവസം. ഇനി ദൈവം വീണ്ടും അരുൾ ചെയ്തു, രാവും പകലും വേർതിരിക്കാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ. അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കും. ആ നാട്ടില് ഇതിനകത്തുള്ള അർത്ഥം എന്നാന്ന് വെച്ചാൽ, ഇവരുടെയൊക്കെ നാട്ടിൽ മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഈ ഗ്രഹങ്ങളെയൊക്കെ ദൈവങ്ങളായി കണക്കാക്കുന്ന ഒരു വിചാരമുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ബുധൻ അങ്ങോട്ട് പോയി, ശുക്രൻ ഇങ്ങോട്ട് വന്നു, ശനിയുടെ സ്ഥാനം അവിടെയാണ്, അതുകൊണ്ട് നിന്റെ കാര്യം പോക്കാണ് എന്നൊക്കെ ആൾക്കാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം എന്താണ്? ഈ ദൈവം അവിടെ, ആ ദൈവം ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ്, ഒരു മാർഗ്ഗമില്ലാത്തത്. അതുകൊണ്ടൊക്കെയാണ് ഇതിനെ ഓരോന്നിനെയും ഭഗവാൻ കുട്ടിയൊക്കെ വിളിക്കുന്നത്. അപ്പൊ പഴയ കാലഘട്ടത്തിൽ അതുകൊണ്ട് ദൈവങ്ങളുടെ സ്ഥാനങ്ങൾ നോക്കിയിട്ടാണ് മനുഷ്യൻ എന്ത് സംഭവിക്കുമെന്ന് ഇവർ കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവയൊക്കെ ആകാശഗോളങ്ങളെ ദൈവമായി കണക്കാക്കുന്ന ഒരു ധാരണ അവർക്കുണ്ടായിരുന്നു. സൂര്യചന്ദ്രാദികളെയൊക്കെ പ്രധാനമായും നമുക്ക് എപ്പോഴും അടുത്ത് കാണാവുന്ന സൂര്യൻ ചന്ദ്രമായതുകൊണ്ട് അവയൊക്കെ ദൈവങ്ങൾ എന്ന് ഇവര് വിളിക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ ദൈവമാണെന്നവര് കരുതുകയും ചെയ്തിരുന്ന ഒരു ലോകത്തിൽ വിശുദ്ധഗ്രന്ഥകാരൻ തിരുവചനം പറയുകയാണ്, അവയൊക്കെ വെറുതെ ദൈവം ഉണ്ടാക്കിയ ഓരോ ഗോളങ്ങളാണ്, അത്രേ ഉള്ളൂ. ദൈവം ചുമ്മാ സൃഷ്ടിച്ച് അവിടെ വെച്ചെന്നേ ഉള്ളൂ, അല്ലാണ്ട് അവയൊന്നും അതിൽ തന്നെ ദൈവമല്ല എന്ന് വിശുദ്ധഗ്രന്ഥം പറയുക. എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം. ഈ അടുത്ത കാലത്ത് പോലെ ഈ ക്രിസ്മസ്, അത് ഗ്രീക്ക് പുരാണത്തിലെ സൂര്യദേവന്റെ തിരുനാളായിരുന്നു ഒരു കാലത്ത് എന്ന സാമാന്യമായ ഒരു കാര്യത്തെ എടുത്തിട്ട് ചില ആളുകളൊക്കെ എന്തുമാത്രം വികലമായിട്ടാണ് അവതരിപ്പിക്കുന്നറിയോ? ഈ പാഗൻ സംസ്കാരത്തെ കട്ടെടുത്തതാണ് ക്രിസ്ത്യാനിറ്റി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഉൽപ്പത്തി ചരിത്രത്തിന്റെ ആരംഭം മുതൽ ഈ സൂര്യനൊക്കെ വെറും ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന് ബോധ്യമുള്ള ഒരു ക്രിസ്ത്യാനിറ്റിക്ക് അങ്ങനെ കട്ടെടുക്കേണ്ട ആവശ്യമുണ്ടോ? പകരം തിരിച്ചാണ് സംഭവിക്കുന്നത്. നിങ്ങൾ ആരാധിക്കുന്ന ആ സൂര്യനുണ്ടല്ലോ, അതല്ല ശരിക്കുമുള്ള സൂര്യൻ. ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്ന മിശിഹായാണ് ദ റിയൽ സൺ, സൂര്യൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അല്ലാണ്ട് അതിൽ നിന്ന് മാനസാന്തരപ്പെട്ടിട്ട് അവർ അതിനെ അടിച്ചു മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നൊന്നുമല്ല എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് ഇനി ഈ ഋതുക്കൾ, കാലങ്ങൾ, ഇതിൽ നിന്നാണ് രാശികളൊക്കെ ഉണ്ടാകുന്നത്. ചില ആളുകളൊക്കെ ഇതിന്റെയൊക്കെ ഭയങ്കര ആരാധകരാണ്. ഈ പണ്ട് കാലത്തൊക്കെ ചില ആഴ്ചപ്പതിപ്പുകൾക്ക് വാരഫലമൊക്കെ വരുമായിരുന്നു. ഇതൊക്കെ വായിച്ചു നോക്കിയിട്ട് ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ജ്യോത്സ്യന്മാരൊക്കെ അങ്ങനെ പറയില്ലേ, ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെ, ഈ ഋതു കാലങ്ങൾ ഒക്കെ നോക്കിയിട്ട് ആ കാലമാണ്, രാഹുകാലമാണ്, ഈ കാലത്ത് നിങ്ങൾക്ക് ഒരു പനി നടക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ പറയും. അപ്പൊ ഈ കാലങ്ങളും ഋതുക്കളും ഗ്രഹങ്ങളും ഒക്കെ കൂടി മനുഷ്യനെ ഭരിക്കുകയാണ് എന്ന പ്രാചീനമായ പ്രാകൃതമായ ഒരു ധാരണ ഈ ലോകത്തിനിടയ്ക്കുണ്ട്. അങ്ങനെയുള്ള ഒരു ലോകത്തോടാണ് വിശുദ്ധഗ്രന്ഥകാരൻ പറയുന്നത്, ഇതൊക്കെ ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവം ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായി തീർന്നു. അങ്ങനെ അവയുടെ മേലാണ് വർഷങ്ങൾ ഉണ്ടായത്. സൂര്യന്റെ കറക്കം നോക്കിയാണ് ദിവസം ഉണ്ടായത്. അങ്ങനെ അത്രയേ ഉള്ളൂ. ദൈവം അവയെ സൃഷ്ടിച്ചു, അവയെ കറക്കി, അപ്പൊ ദിവസങ്ങൾ ഉണ്ടായി. അല്ലാണ്ട് അതിനപ്പുറത്തുള്ള അത്ഭുത സംവിധാനങ്ങളൊന്നുമല്ല അത് എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് ഭൂമിയിൽ പ്രകാശം ചൊരിയാൻ വേണ്ടി അവ ആകാശവിധാനത്തിൽ ദീപങ്ങളായി നിൽക്കട്ടെ. അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നീ അവിടെ നിൽക്ക്, ഈ ഭൂമിക്ക് പ്രകാശം കൊടുക്കാനെന്ന് ദൈവം കൽപ്പിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഈ സൂര്യൻ
ആരാധിക്കപ്പെടേണ്ട ദൈവമല്ല എന്നർത്ഥം. ചന്ദ്രൻ ആരാധിക്കപ്പെടേണ്ട ചന്ദ്രഭഗവാനല്ല എന്നർത്ഥം. പകരം ദൈവം കൽപ്പിച്ചതുകൊണ്ട് അവിടെ നിന്ന് ഭൂമിയിലേക്ക് പ്രകാശം ചൊരിയുന്ന വെറും ഗോളമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അത് അതിനകത്ത് കത്തുന്നത് ഹീലിയമാണോ, അത് എത്ര വർഷം കത്തും എന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. പകരം ഇവയെ ഒന്നും നീ ദൈവമായി ആരാധിക്കരുത്, ഇതൊക്കെ ദൈവം സൃഷ്ടിച്ചതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അങ്ങനെ സംഭവിച്ചു. ദൈവം 2 മഹാദീപങ്ങൾ സൃഷ്ടിച്ചു, പകലിനെ നയിക്കാൻ വലുത്, രാത്രിയെ നയിക്കാൻ ചെറുത്. അപ്പൊ നമ്മൾ ഓർക്കും, അയ്യേ മണ്ടന്മാർ, ദൂരെ നിൽക്കുന്നോണ്ടാ വലുത് ചേർന്ന് വിചാരിക്കുന്നത്. അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇതിനെ ഒരു പൊയറ്റിക്കലായിട്ട് അവതരിപ്പിക്കുകയാണ്. ദൈവം 2 പ്രകാശം, ഇത് രണ്ടും സൂര്യനും ചന്ദ്രനുമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യന്റെ നീന്താക്കൾ എന്ന് വേണം പറയാം ഒരു കാലത്ത്. കാരണം സൂര്യൻ കലണ്ടർ, സോളാർ കലണ്ടർ, അതുപോലെ ലൂണാർ കലണ്ടർ, അങ്ങനെ അവരുടെ ജീവിതത്തിന്റെ ചക്രം പോലും മുഴുവനെ ആസ്പദമാക്കി. അപ്പൊ അതൊക്കെ ദൈവത്തിന്റെ ഇതാണ്, ദൈവമാണെന്നൊക്കെ അവർ കരുതിയിരുന്നതിന്റെ പശ്ചാത്തലമാണത്. എന്നിട്ട് നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു. എന്നിട്ട് പറയുകയാണ്, മിന്നുന്ന നക്ഷത്രങ്ങൾ അവൻ ഇവിടുന്ന് മരിച്ചുപോയവരുടെ ആത്മാക്കളൊന്നുമല്ല, ദൈവം സൃഷ്ടിച്ച പ്രകാശഗോളങ്ങളാണ്, അത്രയേ ഉള്ളൂ. സൃഷ്ടിച്ചു. ഭൂമിയിൽ പ്രകാശം ചൊരിയാനും രാവിലെയും പകലിനെയും നിയന്ത്രിക്കാനും വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിക്കാനും ദൈവം അവയെ ആകാശവിധാനത്തിൽ സ്ഥാപിച്ചു. അത് നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി പ്രഭാതമായി 4-ാം ദിവസം. ഇവയൊക്കെ നല്ലതായിരിക്കുന്നു എന്ന് ദൈവം കണ്ടു. ഇനി ഈ ദിവസത്തെക്കുറിച്ച് കുറെ പ്രാവശ്യം നമ്മൾ പറയുന്നു. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം. ഇനി ഈ ദിവസം എന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് 2 വാക്ക് പറയട്ടെ. എന്താണ് ഈ ദിവസം എന്ന് പറഞ്ഞാൽ? ചില ആളുകൾ ചിലപ്പോഴൊക്കെ ചോദിക്കും, എന്ത് മണ്ടം പരിപാടിയാണ്, സൂര്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദിവസം എവിടെ നിന്നുണ്ടായി, പിന്നെ എന്താ ഈ ദിവസം 1-ാം ദിവസം എന്ന് പറയാൻ എങ്ങനെ പറ്റും? ഇവിടെ ദിവസം എന്ന വാക്ക് കുറെ വലിയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ദിവസം എന്ന് പറയുന്നത് ഒരു യുഗമായിട്ട് വേണം മനസ്സിലാക്കാം. ഒരു യുഗം. വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് സങ്കീർത്തന പുസ്തകം, ഞാൻ പറഞ്ഞ 2 ടെക്സ്റ്റുകൾ നമുക്കെടുത്ത് വായിക്കാം. സങ്കീർത്തനം 94 വായിക്കാമോ? സങ്കീർത്തനം 94. ആയിരം വത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞുപോയ ഇന്നലെ പോലെയും കണ്ടോ, രാത്രിയിലെ 1000 വർഷം ദൈവത്തിന്റെ കണ്ണിൽ കഴിഞ്ഞുപോയ ഇന്നലെ പോലെ മാത്രമേ ഉള്ളൂ. ഇന്നലെ പോലെ. അപ്പൊ ഇന്നലേക്ക് പാരലായിട്ട് 1000 വർഷങ്ങളെ കണക്കാക്കാമെങ്കിൽ ദൈവം 1-ാം ദിവസം എന്ന് പറയുന്നതിനെ 1000 വർഷമായിട്ടോ 1000 വർഷമായിട്ടോ കണക്കാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. വീണ്ടും അത് പുതിയ നിയമത്തിനകത്താണെങ്കിൽ 2 പത്രോസ് 3-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. 2 പത്രോസ് 3-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുൻപിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ 1000 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലെയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ദിവസങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 1, 2, 3, 4, 5, 6 ദിവസങ്ങൾ ദൈവം അധ്വാനിക്കുന്നു, 7-ാം ദിവസം ദൈവം വിശ്രമിക്കുന്നു. അപ്പൊ അതൊരു ഇരുട്ടി വെളുക്കുന്ന ദിവസത്തെക്കുറിച്ചല്ല പറയുന്നത്. പകരം പറയുന്നത് എന്താണെന്നറിയാമോ? അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥം ഒത്തിരി ശ്രേഷ്ഠമാണ്. അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥം ഇതാണ്: ദൈവം ടക്കുന്ന ഒരു ദിവസം എല്ലാത്തിനെയും കൂടി അങ്ങോട്ട് ഈ കാണുന്ന വിധത്തിൽ അങ്ങ് ഓപ്പൺ ചെയ്തതല്ല. പകരം ദൈവം ഇവയെ അല്പാൽപമായി സൃഷ്ടിച്ച് ക്രമപ്പെടുത്തിയതാണ് എന്നാണ് അതിന്റെ അർത്ഥം. വിച്ച് മീൻസ് ദെയർ ഇസ് എ പ്രോസസ് ഓഫ് ക്രിയേഷൻ എന്നാണ് അതിന്റെ അർത്ഥം. സൃഷ്ടിയുടെ ഒരു ക്രമം സംഭവിച്ചിരിക്കുന്നു, സൃഷ്ടിയുടെ ഒരു ക്രമീകരണം നടന്നിരിക്കുന്നു. ദൈവം ഒന്നിനെ ഒന്നായി സൃഷ്ടിച്ച് പുരോഗമിപ്പിച്ചിരിക്കുന്നു. ദൈവം സൃഷ്ടിയുടെ ഒരു പരമ്പര ആരംഭിച്ച് അതിനെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇന്ന് ഈ ശാസ്ത്ര ലോകമൊക്കെ പ്രത്യേകിച്ച് ബിഗ് ബാങ് തിയറി മുതൽ എവല്യൂഷൻ തിയറി വരെയുള്ള പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട തിയറികൾ, അവ പ്രൂവണൊന്നുമല്ല, അവ വെറും തിയറികളാണ് അഥവാ ഊഹങ്ങളാണ്. അങ്ങനത്തെ ഊഹങ്ങൾ പോലും പറയുന്നത് ഈ ക്രമത്തിലാണ്. അതായത് സയൻസ് അല്പമെങ്കിലും ഒക്കെ വളർന്നു തുടങ്ങുന്നതിന് ഇപ്പം എന്താ പറയാ, ബിഗ് ബാങ് തിയറി ഒരു ബെൽജിയൻ പ്രീസ്റ്റ് ആണ്, വൈദികനാണത്, അതിന്റെ ഉപജ്ഞാതാവ്. ഈ പലതരം എവല്യൂഷൻ തിയറികൾ ഉള്ളതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു എവല്യൂഷനിസ്റ്റ്, അത് നമുക്ക് പരിചയമുള്ള ശാസ്ത്രജ്ഞ, ധാരാളം എവല്യൂഷൻ തിയറികളുണ്ട്. പക്ഷെ ഒറിജിൻ ഓഫ് സ്പീഷീസിനെ അകത്ത് വിവരിക്കുന്ന തരത്തിലുള്ള ഈ ഏകോശ ജീവിയിൽ നിന്ന് കടലിൽ നിന്ന് ആരംഭിച്ച് ഇങ്ങനെ വളർന്നു വരുന്ന എന്ന് തുടങ്ങുന്ന പരാമർശങ്ങളൊക്കെ ഉൾപ്പെടുന്ന തരത്തിലുള്ള ഈ എവല്യൂഷൻ തിയറികളുടെ ഒരു സമാഹാരം പല വിധത്തിൽ അതുണ്ട്.
പലരും കൂടി വളർത്തിയെടുത്ത് നോക്കിയാണ്. ഇവയൊക്കെ ഈ അടുത്ത കാലത്ത് വന്നതാണ്, അടുത്ത കാലത്ത് വളരെ റീസെന്റ് ആയിട്ട് വന്നത്. പക്ഷേ അങ്ങനെ അത് പഠിച്ചിട്ടാ പലരും പറയുന്നത്, അയ്യേ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു, ശാസ്ത്രം ഇങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്നു, ഇത് അല്പാൽപമായി സൃഷ്ടിച്ചു വന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവം ഇതൊരു ദിവസം കൂടെ ടപ്പെന്ന് സൃഷ്ടിച്ചു എന്നൊന്നും ബൈബിളിൽ പറയുന്നില്ല. വിശുദ്ധ ഗ്രന്ഥം പോലും പറയുന്നത് ദൈവം ക്രമമായി അല്പാൽപമായി സൃഷ്ടിച്ച് 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 അതിനെ പരിമപ്പെടുത്തിയെന്നാണ്. ഒരു ശില്പി കളിമണ്ണ് കുഴച്ച് അല്പാൽപമായി അതിനെ ഷേപ്പ് ചെയ്ത് രൂപം ഉണ്ടാക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തെ, അല്ലെങ്കിൽ ഒരു തോട്ടക്കാരൻ ആദ്യം കിളച്ച് പിന്നെ ഓരോ ചെടി നട്ട് അതിനകത്ത് വേറെ കല്ല് വെച്ച് പന്തല് കെട്ടി അങ്ങനെ തോട്ടം ഉണ്ടാക്കുന്നത് പോലെ ദൈവം ക്രമമായിട്ടാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്നാണ് വിശുദ്ധ ഗ്രന്ഥം തന്നെ പറയുന്നത്. അതിനി സയൻസ് ഏതെങ്കിലും ഒരു കാലത്ത്, ഒരിക്കലും സംഭവിക്കാൻ ഇടയില്ലാത്ത കാര്യം, ഏതെങ്കിലും ഒരു കാലത്ത് ഈ ബിഗ് ബാങ് വഴിയാണെന്നോ എവല്യൂഷൻ വഴിയാണെന്നോ സ്ഥാപിച്ചാൽ നിയതമായി ഇത് മുഴുവൻ കണ്ട ഒരാൾ എന്ന് പറഞ്ഞാലും നമുക്ക് ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം വിശുദ്ധ ഗ്രന്ഥം അത് തന്നെയാ പറയുന്നത്. അല്പാൽപമായി സൃഷ്ടിച്ചു. ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നല്ല പറയണേ. ഈ പ്രപഞ്ചത്തിൽ ആദ്യം ഉണ്ടായത് മനുഷ്യനല്ല എന്ന് സയൻസിനും അറിയാം, വിശുദ്ധ ഗ്രന്ഥം അത് തന്നെയാണ് പറയുന്നത്. ഇനി ആദ്യം ഉണ്ടായത് ജലമാണ് എന്ന് സയൻസ് പറയുമ്പം വിശുദ്ധ ഗ്രന്ഥം, ഞാൻ ഈ സയൻസിന്റെ ഒരു പുസ്തകം അല്ല ഇതെന്ന് പലതവണ പറഞ്ഞെങ്കിലും അതിനകത്ത് അതിന്റെ എലമെന്റ്സ് കിടക്കുകയാണ്. ഈ ജലമാണ് ആദ്യം ഉണ്ടായത്, ജലം മാത്രമാണ്, ജലത്തിനകത്തു നിന്നാണ് കരയുണ്ടാകുന്നത്. ഇനി വീണ്ടും ജീവജാലങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 20-ാം തിരുവചനത്തിനകത്ത് ദൈവം വീണ്ടും അരുൾ ചെയ്തു, വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 20-ാം തിരുവചനം. എന്ത് രസകരമാണെന്ന് നോക്കിയേ. ദൈവം അരുൾ ചെയ്തു, വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ. ആദ്യം ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ഏതുമായി ബന്ധപ്പെടുത്തിയാണ്? ജലവുമായി ബന്ധപ്പെടുത്തിയാണ്. ഇന്ന് മോഡേൺ സയൻസ് ഇത്രയും വളർന്നു കഴിഞ്ഞപ്പോൾ സയൻസിനറിയാം ദ ഒറിജിൻ ഓഫ് ലൈഫ് ഇസ് ഫ്രം ദ വാട്ടർ. വെള്ളത്തിൽ നിന്നാണ് ജീവൻ ഉത്ഭവിച്ചിട്ടുള്ളത് എന്ന് എല്ലാവരും കരുതും. നോക്കുക, ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവം അരുൾ ചെയ്തു, വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ. മണ്ണ് ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ എന്നല്ല, ആകാശത്തിൽ നിന്ന് ജീവജാലം ഉണ്ടാകട്ടെ എന്നല്ല, ഞാൻ ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ട് ഭൂമിയിലേക്ക് ഇട്ടു എന്നുമല്ല, പകരം വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ എന്നാണ്. പിന്നീട് പക്ഷികൾ ഭൂമിക്ക് മീതെ ആകാശത്തിൽ പറക്കട്ടെ. അങ്ങനെ ദൈവം ഭീമാകാരങ്ങളായ ജലജന്തുക്കളെയും കടലിൽ പറ്റം ചേർന്ന് സഞ്ചരിക്കുന്ന സകലവിധ ജീവികളെയും എല്ലാത്തരം പക്ഷികളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് ദൈവം കണ്ടു. ഇവിടെയും ഇവയൊന്നും ദൈവമല്ല എന്നർത്ഥം. കടലിൽ ഒരു ജീവിയെ ദൈവമായി ആരാധിക്കരുത്. ആകാശത്ത് പറക്കുന്ന പരുന്തിനെ, ഗരുഡനെ പോലെ ദൈവമായിട്ട് ആരാധിക്കരുത്. അവയൊക്കെ ദൈവം സൃഷ്ടിച്ച ജലജീവികളും ആകാശജീവികളും ഭൂമിയിൽ നടക്കുന്ന ജീവികളുമൊക്കെയാണ്. എന്നിട്ട് അടുത്ത വാചകം എന്താണ്? ഇതുവരെ ദൈവം ഓരോന്നെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ജീവനുള്ളവയെ സൃഷ്ടിച്ചു കഴിയുമ്പോൾ ദൈവം മറ്റൊരു കാര്യം ചെയ്യുകയാണ്. 22-ാം തിരുവചനം, ദൈവം അവയെ അനുഗ്രഹിച്ചു എന്നാണ്. അതുവരെ സൃഷ്ടിച്ചു എന്ന് പറയുന്നെങ്കിൽ ഇവിടെ ദൈവം അവയെ അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചത് എങ്ങനെയാണ്? സമൃദ്ധമായി പെരുകി കടലിൽ നിറയുവിൻ, പക്ഷികൾ ഭൂമിയിൽ പെരുകട്ടെ, സന്ധ്യയായി പ്രഭാതമായി 5-ാം ദിവസം. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യത്തെ അനുഗ്രഹം പെറ്റുപെരുകാനുള്ള അനുഗ്രഹമാണ്. ഏറ്റവും ആദ്യത്തെ അനുഗ്രഹം അത് പ്രപഞ്ചത്തിലെ സകലതയ്ക്കും മനുഷ്യനും ബാധകമാണ്. എന്ന് വെച്ചാൽ ദൈവം തരുന്ന ഏറ്റവും വലിയ ദാനം തലമുറകളെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ദാനമാണ്. അതുകൊണ്ട് ദമ്പതികൾ എപ്പോഴും ഓർക്കണം, ദൈവം നൽകുന്നിടത്തോളം കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനുള്ള കടമ അത് അവരുടെ ഔദാര്യമല്ല, ദൈവത്തിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം 28-ാമത്തെ തിരുവചനം നമ്മളിങ്ങനെ വായിക്കും. അവിടെയും നമ്മളിങ്ങനെ വായിക്കും. 28-ാം തിരുവചനം വായിക്കാമോ? ഉൽപ്പത്തി 1:28. ഞാനിത് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം കയ്യിൽ വെച്ചായിരിക്കും കേൾക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വായിക്കാം. നോക്കുക, മനുഷ്യനെ സൃഷ്ടിച്ച ശേഷവും ദൈവം അനുഗ്രഹിക്കുകയാണ്. എങ്ങനെ അനുഗ്രഹിക്കുന്നത്? സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. 1-2 പിള്ളേരുണ്ടാവട്ടെ എന്നല്ല, പകരം സന്താനങ്ങളുടെ സമൃദ്ധിയുള്ളവരായി പെരുകുവിൻ എന്നാണ് ദൈവം കൽപ്പിക്കുന്നത്. ഇതാണ് അനുഗ്രഹം. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആരംഭ അനുഗ്രഹങ്ങൾ ഇതാണ്. അത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ജീവജാലങ്ങളെ സൃഷ്ടിച്ചു കഴിയുമ്പം അവയ്ക്കും ഈ അനുഗ്രഹം കൊടുക്കും. മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം ദൈവം മനുഷ്യനും ഈ അനുഗ്രഹം കൊടുക്കും. അതെന്തോരം വലിയ അനുഗ്രഹമാണെന്ന് ഓർത്ത് നോക്കുക. നമ്മൾ ആ അനുഗ്രഹത്തെ മാനിച്ചിട്ട് വേണം മറ്റനുഗ്രഹങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ. നമ്മുടെ ക്രൈസ്തവ സമൂഹം ഇന്ന് ഒത്തിരി തളർന്നു പോകുന്നതിന്റെ കാരണം ഈ ഒന്നാമത്തെ അനുഗ്രഹം സ്വീകരിക്കാത്തതാണ്. നമ്മുടെ ക്രൈസ്തവ സമൂഹം
നമ്മള് കണ്ട വല്ലവരും പറയുന്നത് കേട്ട് അവരെ നുണയും വിശ്വസിച്ച് ജനം വർദ്ധിച്ചാൽ ദാരിദ്ര്യം വരും എന്നൊക്കെ പറഞ്ഞ് എന്ത് മണ്ടനാശയമാണ് എന്ന് ആലോചിച്ച് നോക്കണം. ജനസംഖ്യ വർദ്ധിച്ചാൽ ദാരിദ്ര്യം വരും ഇത്ര. ലോകത്തിൽ അങ്ങനെയല്ല എന്ന് ഇത്ര നാൾ പ്രൂവ് ചെയ്തിട്ടും, സിമ്പിൾ ഉദാഹരണം, ഇന്ത്യയിൽ ഇന്നും ജനസംഖ്യാ നിയന്ത്രണത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ പഠിപ്പിക്കലുകൾ നടക്കുന്നുണ്ട്. അത് ആലോചിച്ചു, ഇത് ആരംഭിച്ചത് എന്നാണ് 1980 ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഇത് ആരംഭിച്ചത്. ഈ 80 ഇത് ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ എത്രയെന്നറിയും? ഗൂഗിൾ തപ്പിക്കോളൂ. 67.8 കോടിയാണ് 81 കാലഘട്ടത്തിലെ സെൻസസ് അനുസരിച്ച്. 68 കോടി ആൾക്കാർ താഴെ. അന്നത്തെ കാലത്തിൽ നിന്ന് ഇന്നെത്രയാണ്? ഇന്ന് ഇന്ത്യയുടെ ജനസംഖ്യ 140 കോടിയാണ്. ഇരട്ടിയിലധികം വർദ്ധിച്ചു. ഇന്ത്യയിൽ 68 കോടി ആയിരുന്ന ജനം 140 ആയപ്പോൾ ജനസംഖ്യ വർദ്ധിച്ചാൽ ദാരിദ്ര്യം കൂടുമായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് കൊടും ദാരിദ്ര്യത്തിന്റെ സൊമാലിയായി മാറിയാണ്. എന്നാൽ സംഭവിച്ചത് എന്താണ്? 80 നിന്ന് ഈ 2025 എത്തിയപ്പം ഇന്ത്യ വല്ലാതെ വളർന്നു, ഫ്ലറിഷ് ചെയ്തു, സമ്പൽ സമൃദ്ധമായി. ദരിദ്രരുണ്ട്, അതിന്റെ കാരണം പങ്കുവയ്ക്കാത്തതാണ്. ഇന്ത്യയുടെ മൊത്തം സമ്പത്തെടുത്താൽ അത് ആളുകളുടെ എണ്ണം വെച്ച് വീതിച്ചാൽ സമൃദ്ധിയാണ് ഇവിടെ. ഇന്ത്യയില് ആളുകൾ കൈവശം വെച്ചിരുന്ന സ്വത്തിനെ, സ്ഥലത്തിനെ, വേണ്ട വെറുതെ നിങ്ങളുടെ പഞ്ചായത്തിലുള്ള സ്ഥലത്തിനെ അവിടെയുള്ള കുടുംബങ്ങൾക്ക് വീതിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു 10-20 ഏക്കറെങ്കിലും കിട്ടും. അല്ലെ? സത്യമല്ലേ? അത്രമാത്രം സ്ഥലം ഇന്നും ഭൂമിയിലുണ്ട്. ഈ നുണയെല്ലാം കേട്ടിട്ട് നമ്മൾ ഇനി അതുപോലെ തന്നെ വെറുതെ ആലോചിക്കുക, ലോക രാജ്യങ്ങളെല്ലാം ഇന്ന് ഭയത്തോടെ നോക്കുന്ന 2 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും ചൈനയും. എന്താണ് ഇവർക്കുള്ളത്? പോപ്പുലേഷൻ ആണുള്ളത്. അങ്ങനെ ഇനി ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് കുറെ എക്കണോമിക്കൽ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ വിഷയം അതല്ല, അത്ര എന്നേക്ക് പോകുന്നില്ല. ജനസംഖ്യ കൂടിയ ദാരിദ്ര്യം വരുമല്ലോ ദൈവമേ എന്നും വിചാരിച്ച് പാവങ്ങള് കുഞ്ഞുങ്ങളെ വേണ്ടാന്ന് വെച്ചു. എന്തുണ്ടായി? കൊടിയ ദാരിദ്ര്യത്തിലേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി പോയി. ഒരു കാലത്ത് ഈ നാട്ടിൽ ധാരാളം കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹം ഈ നാടിന്റെ നേതൃത്വത്തിലായിരുന്നു. അന്ന് ഒരു പള്ളിക്കൂടം പോലും ഗവൺമെന്റിന് പോലും കൊള്ളാവുന്ന ഇല്ലായിരുന്ന കാലത്ത് ഇവിടെയുള്ള സ്കൂളുകൾ മുഴുവനും പണിതത് ക്രൈസ്തവരാണ്, നമ്മളാണ്, നമ്മുടെ സമ്പത്ത് കൊണ്ടാണ് പണിതത്. ഇവിടെയുള്ള ആശുപത്രികളെല്ലാം ക്രിസ്ത്യാനികൾ തുടങ്ങിയതാണ്. ഗവൺമെന്റിന്റെ ക്ലിനിക്കുകൾ ഒരു 15 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആളുകളോട്, 20 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, അന്നത്തെ ഒരു ഗവൺമെന്റ് ആശുപത്രി പരുവം എന്താണ്, ഒരു സർക്കാർ പള്ളിക്കൂടത്തിന്റെ സ്ഥിതി എന്താണെന്ന് അന്വേഷിച്ച് നോക്ക്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് നമ്മൾ റിച്ച് ആയിരുന്നു എന്ന് മാത്രമല്ല, ഈ സമൂഹത്തിന് ആവശ്യമുള്ളതെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ നമ്മുടെ ക്രൈസ്തവ സമൂഹമായിരുന്നു. അന്ന് നമുക്ക് മക്കളുണ്ടായിരുന്നു, അതായിരുന്നു കാരണം. ഇന്ന് നമ്മുടെ മക്കൾ കുറഞ്ഞു, നമ്മൾ ഒന്നുമില്ലാത്തവരായി മാറി, സമ്പത്തില്ലാത്തവരായി, അധികാരമില്ലാത്തവരായി, കരുത്തില്ലാത്തവരായി, ശക്തിയില്ലാത്തവരായി. അങ്ങനെ ഈ നാട്ടിൽ ഒന്നുമില്ലാത്തവരായതുപോലെ നമ്മൾ മാറി. എന്നാൽ അതേസമയം തന്നെ ഈ നാട്ടിൽ പോലും ധാരാളം കുഞ്ഞുങ്ങളുള്ള ചില കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അവരെ നോക്കുക, സാമ്പത്തികമായി വല്ലാതെ അവർ വളർന്നു. നമുക്കൊരു കാലത്തുണ്ടായിരുന്നതൊക്കെ അവരിന്ന് കൈവശപ്പെടുത്തുന്നു. അവര് ഒരു കാലത്ത് ധാരാളം മക്കൾ ഉണ്ടായിരുന്നവരുടെ സ്ഥലങ്ങളെല്ലാം അവര് കൈവശപ്പെടുത്തുന്നു. സാമ്പത്തികമായി വല്ലാതെ മുന്നേറുന്നു, നാട് വികസിക്കുന്നു. എന്താ സംഭവം? ഈ അനുഗ്രഹം സ്വീകരിക്കുന്നവർക്ക് കിട്ടും. അങ്ങനെയാണ് ദൈവം മനുഷ്യർക്ക് കൊടുത്തേക്കുന്ന അനുഗ്രഹമാണ്. സന്താന പുഷ്ടിയുള്ളവരായി വളരുവിൻ എന്ന് ദൈവം അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം മനുഷ്യരായ ആര് സ്വീകരിച്ചാലും അവന്റെ മേൽ ഈ അനുഗ്രഹം വന്ന് പതിക്കും എന്ന് നമ്മൾ ഓർക്കണം. അതൊരു കുടുംബം ഏറ്റെടുത്താൽ ആ കുടുംബത്തിന്റെ മേൽ ഈ അനുഗ്രഹം വന്നു വീഴും. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവൻ എന്ന ദൈവത്തിന്റെ ഈ കൽപ്പന ഒരു കുടുംബം, ദൈവമേ ഞാനിത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ത്യാഗം സഹിച്ചൊരു 10-15 കുഞ്ഞുങ്ങളെയൊക്കെ വളർത്താനായിട്ട് സന്നദ്ധരായി അതങ്ങ് ഏറ്റെടുത്താൽ ഈ അനുഗ്രഹം അവന്റെ മേൽ വന്നു വീഴും. ആ കുടുംബം ഫ്ലറിഷ് ചെയ്യും. ഒരു 25-35 വർഷത്തിനപ്പുറത്ത് ആ നാട്ടിലെ ഏറ്റവും അധികാരമുള്ള, ശക്തിയുള്ള, സമ്പൽ സമൃദ്ധിയുള്ള, സന്തോഷം അനുഭവിക്കുന്ന കുടുംബമായിട്ട് അത് മാറിയിരിക്കും. അങ്ങനെയാണ്. ഇത് നിഷേധിച്ചാലോ, അന്ന് എന്തൊക്കെ ഉണ്ടെങ്കിലും, എത്ര കോടികൾ ഉണ്ടെങ്കിലും, നമ്മുടെ നാട്ടിലേക്ക് വന്ന് നോക്ക്, കൊട്ടാരങ്ങൾ പോലത്തെ വീടുകളിൽ ശൂന്യമായി കിടക്കും. ആർക്ക് വേണം? ആരും ഉപയോഗിക്കാനില്ല. എന്തൊക്കെ ഉണ്ടായിരുന്നാലും അതൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ഈ ഒരൊറ്റ അനുഗ്രഹത്തെ നിഷേധിച്ചാൽ ചെന്നെത്തും. ഇതൊരു റിയാലിറ്റിയാണ്. ഓക്കെ, അതിന്റെ പശ്ചാത്തലത്തിലാണ് ദൈവം ഈ സൃഷ്ടികളെ, ജീവനുള്ളവയെ അനുഗ്രഹിക്കുന്നത്. ഇത് ജീവനുള്ളവയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ജീവനുള്ളവരറിയണം. ഇനി ദൈവം വീണ്ടും അരുൾ ചെയ്തു. സമയം ആയല്ലേ? ദൈവം വീണ്ടും അരുൾ ചെയ്തു, ഭൂമി എല്ലാത്തരം ജീവജാലങ്ങളെയും, കന്നുകാലികൾ, ഇഴജന്തുക്കൾ, കാട്ടുമൃഗങ്ങൾ എന്നിവയെ പുറപ്പെടുവിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ദൈവം എല്ലാ ഇനം കാട്ടുമൃഗങ്ങളെയും, കന്നുകാലികളെയും, ഇഴജന്തുക്കളെ സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് ദൈവം കണ്ടു എന്ന് വായിക്കും.
ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ വേഗത്തിൽ പോയിട്ടൊന്നും എത്തിയില്ല. അടുത്ത ക്ലാസ്സിൽ നമ്മൾ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇത് ഇച്ചിരി ദീർഘമായി പറയണ്ട, ഒരു ദിവസം എടുക്കും. എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? അത് ഇത്രയും നേരം സൃഷ്ടിച്ച പോലെയേ അല്ല. ഇത്രയും നേരം ദൈവം സൃഷ്ടിച്ചത് നേരിട്ട് ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു വാക്കൊക്കെ ഏലും ചെയ്തിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷെ എന്നാൽ ഇവിടെ ദൈവം വളരെ വ്യത്യസ്തമായി സൃഷ്ടിക്കാൻ പോകുന്നു. എന്നിട്ട് ആ സൃഷ്ടിയുടെ അവസാനം പറയാൻ പോകുന്ന കാര്യവും ഇത് ഞാൻ ഇത്രയും പറഞ്ഞു പോയതുകൊണ്ട് എനിക്ക് അതോടെ പറയേണ്ടി വരുന്നത്. 31 തിരുവചനം എന്താണ്? ഇതുവരെ ദൈവം എല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു എന്നാണെങ്കിൽ 31 തിരുവചനം എന്തായിരിക്കും? മനുഷ്യ സൃഷ്ടിയുടെ കഴിയുമ്പോൾ പറയണതാണ്. അടുത്ത ക്ലാസ്സിൽ പറയാനുള്ളതാ. എന്നാലും വായിക്കാമോ? 1:31. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നു എന്ന് ദൈവം കണ്ടു. എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ചോ? നന്നായിരിക്കുന്നു എന്ന് കണ്ടു എന്നല്ല, വളരെ നന്നായിരിക്കുന്നു എന്ന് കണ്ടു എന്നാണ്. വളരെ നന്നായിരിക്കുന്നു എന്ന് കണ്ടു എന്നാണ്. അതുവരെ സൃഷ്ടിച്ചവയൊക്കെ നല്ലതെന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ അഡ്ജക്റ്റീവ് ഇട്ടാണ് പറയുന്നത്. വളരെ നല്ലതായിരിക്കുന്നു കണ്ടു. എന്താണ് ഈ വളരെ നല്ലതായിരിക്കുന്നത്? എന്താണ് അതിന്റെ ഉള്ളർത്ഥം? എന്തുകൊണ്ടാണ് അവ വളരെ നല്ലതായത് എന്ന് തുടങ്ങുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാനായിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ചോദ്യോത്തരങ്ങളിലേക്കൊക്കെ പ്രവേശിക്കാം. സ്ഥിരീകരിക്കട്ടെ. സൃഷ്ടി കർമ്മത്തെ കുറിച്ച് വളരെ കൃത്യമായിട്ടത് പറഞ്ഞപ്പോൾ അപ്പൊ ഇതിനകത്ത് അതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണോ? ദൈവം ഈ പ്രപഞ്ചത്തെ ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ചു എന്നുള്ള ഒരു കൺക്ലൂഷൻ അല്ലേ ഈ ഇത്രയും പറഞ്ഞതിന്റെ ആകത്തുക? ഇല്ലായ്മയിൽ നിന്നും ദൈവം എല്ലാം സൃഷ്ടിച്ചു. അപ്പം ഇതിനകത്ത് മനുഷ്യനും എല്ലാവരെയും സൃഷ്ടിച്ചതിൽ ദൈവം ഇതിന്റെ പൂർണ്ണ സൃഷ്ടാവ് മനുഷ്യനാണ്. അപ്പൊ ഇതിനകത്ത് സയന്റിഫിക്കലായിട്ട് പല കാര്യങ്ങളും നമുക്ക് പല തെളിവുകൾ ഇങ്ങനെ പറയുന്നെങ്കിലും ഇതിന്റെയൊക്കെ പിന്നിൽ ദൈവത്തിന്റെ ഒരു മഹനീയമായ ഒരു കരം ഉണ്ട്. ദൈവമാണ് ഇതിന്റെ സൃഷ്ടിച്ചെന്നുള്ള ഒറ്റ ഒരു കൺക്ലൂഷൻ അല്ലേ ഇതുവഴി നമ്മൾ മനസ്സിലാക്കേണ്ടത്? വലിയ പരിധിവരെ അങ്ങനെ തന്നെയാണ്. ഇതിന്റെ ഏറ്റവും ഒന്നാമത്തെ ഘടകം, അതിന്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞേക്കാൾ ഞാൻ ചോദിച്ചത് കറക്റ്റാ. അതിന്റെ ഏറ്റവും ഹൃദയഭാഗം എന്താണെന്നായിരിക്കും ഉദ്ദേശിച്ചത് അല്ലെ? അതിന്റെ ഹൃദയഭാഗം അത് തന്നെയാണ്. ഈ പ്രപഞ്ചമൊക്കെ രണ്ട് കാര്യങ്ങൾ നിഷേധിക്കുകയാണ്. ഒന്ന്, ഇങ്ങനെ സ്വാഭാവികമായി അങ്ങ് ഉണ്ടായി വന്നതല്ല, ചുമ്മാ യാദൃശ്ചികമായി അങ്ങനെ സംഭവിച്ചതല്ല. പകരം ഇതിന്റെ പുറകിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ ലക്ഷ്യം ദൈവത്തിൻ്റെതായിരുന്നു. അതുകൊണ്ട് ദൈവമാണ് അവയെ ഇങ്ങനെ സൃഷ്ടിച്ചത്, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ ഭൂമിയെ സൃഷ്ടിച്ചത് വേറെ ആരുമല്ല എന്ന് പറഞ്ഞ ചില പ്രത്യേക ദേവന്മാരോ ചില പ്രത്യേക ശക്തികളോ അല്ല, ഈ ദൈവമാണ് അവയെ സൃഷ്ടിച്ചത് എന്ന് പറയൽ തന്നെയാണ് ഇതിന്റെ ആദ്യത്തെ ഉദ്ദേശം. ഇനി ഒപ്പം രണ്ടാമത്തെ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? ആ സൃഷ്ടിച്ചവയുടെ അർത്ഥം എന്താണ്? ഈ പ്രകൃതിയുടെ അർത്ഥം എന്താണ്? പ്രകൃതി എന്തിനു വേണ്ടിയുള്ളതാണ്? നിനക്ക് വേണ്ടിയുള്ളതാണോ? നിനക്ക് അതിനകത്ത് പങ്കാളിത്തം ഉണ്ടോ? നിനക്ക് അവയെ നശിപ്പിക്കാമോ? നീ അവിടെ പരിപാലിക്കാൻ കടപ്പെട്ടിരിക്കുന്നോ എന്ന് തുടങ്ങി നിനക്ക് ഇവയോടുള്ള ബന്ധം എന്താണ്? നീ ഇതിനകത്ത് ആരാണ്? അവയാരാണ്? എന്തിനുള്ളതാണിവ? ഇവയുടെ വാല്യൂ എന്താണ്? നിനക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വാല്യൂ ഉണ്ടോ? ഇങ്ങനെ തുടങ്ങുന്ന സൃഷ്ടിച്ചത് ദൈവമാണ് എന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഇവയുടെ മൂല്യം എന്താണ് എന്ന് പറയുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഈ രണ്ട് മെയിൻ പില്ലറുകളിലാണ് ബാക്കിയെല്ലാം നിൽക്കുന്നത്. അച്ഛാ, ഈശ്വരിക്കട്ടെ. അച്ഛാ, എന്റെ ചോദ്യം ഇതാണ്. ഒത്തിരി നന്ദിയുണ്ട് അച്ഛാ. ഈ ക്ലാസ്സുകൾ കുറെ നാളായിട്ട് ഫോളോ ചെയ്യുന്നു. ലൈവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ലെങ്കിലും യൂട്യൂബിൽ കേൾക്കാറുണ്ട്. ഒത്തിരി സന്തോഷം, നന്ദി. അച്ഛനെ കാണുമ്പോൾ ഫാൻ ബോയ് എന്ന് തോന്നുന്നതിൽ കൂടുതൽ അച്ഛൻ എന്ന പുണ്യവാന്മാരുടെ ഐക്യത്തിന്റെ ക്ലാസ് പറഞ്ഞപ്പോൾ തോന്നിയത് പോലെ ഈ അച്ഛൻ ഞങ്ങളുടെ സ്വന്തമാണല്ലോ, അങ്ങനെ ഒരു ഐക്യത്തിന്റെ ഫീലിങ്ങും അഭിമാനബോധമെന്ന് തോന്നുന്നു. ഒത്തിരി നന്ദി അച്ഛൻ. ചോദ്യം ഇതാണ്. നമ്മുടെ കാറ്റഗിസത്തിൽ 390 പറയുന്നുണ്ട്, അതിന് വിവരണം ആലങ്കാരിക ഭാഷയാണെങ്കിലും മാനവ ചരിത്രത്തിന്റെ തുടക്കത്തിൽ നടന്ന ഒരു പുരാതന സംഭവത്തെ അത് ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ ഇതൊരു ആലങ്കാരിക ഭാഷയാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് മനുഷ്യന്റെ ചരിത്രത്തിൽ. അപ്പൊ നമ്മളൊരു വാദത്തിന് വേണ്ടി, ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് BC 3000 ജനുവരി 1-ാം തീയതി ഈ പതനം നടന്നു എന്ന് ചിന്തിച്ചാൽ ആ ജനുവരി 1-ാം തീയതി 12 മണിക്ക് മുന്നേ മനുഷ്യന്റെ ജീവിതം എങ്ങനെയായിരുന്നു? കാരണം ആ പതനത്തിന് മുന്നേ ഉള്ള മനുഷ്യന്റെ യഥാർത്ഥമായിട്ട് ഈ ഭൂമിയിൽ എവിടെയോ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, ആദ്യ മാതാപിതാക്കളെന്ന് നമ്മൾ അലങ്കാരിക ഭാഷയിൽ മനസ്സിലാക്കുന്ന ആ മനുഷ്യന്റെ ജീവിതത്തിൽ മരണം ഉണ്ടായിരുന്നു. അതിനു മുന്നേയുള്ള ആ സൗഭാഗ്യപൂർണമായ അവസ്ഥ യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ഒരു ദിവസം ഉണ്ടായിരുന്നു. അത് എങ്ങനെയായിരുന്നു എന്ന് ഒരു ആന്ത്രോപോളജിക്കൽ തിയോളജി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഒരു വ്യക്തതയില്ല അറിയാൻ വേണ്ടിയിട്ട്.
ഇതൊരു താങ്ക് യു. വലിയ വിഷയമാണ്. ഞാൻ പതുക്കെ അതിനെക്കുറിച്ച് പിന്നെ പറയാം. എന്നാൽ പോലും ഇതിനകത്ത് ചരിത്രത്തിന്റെ ഭാഗമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ അർത്ഥം ഇത് കെട്ടുകഥയാണെന്ന് ആരും പറയരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ആദോ ഹവ്വ എന്ന് പറയുന്ന രണ്ട് സങ്കല്പ കഥാപാത്രങ്ങൾ, പിന്നെ നോഹ എന്ന് പറയുന്ന ഒരു വേറെ സങ്കല്പ കഥ. അപ്പം ബൈബിള് ചരിത്രം ആരംഭിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ് അബ്രഹാം മുതൽ. അതിനു മുമ്പ് ഒരു കഥ അറ്റാച്ച് ചെയ്തിരിക്കുന്നു എന്ന് കരുതരുത് എന്നാണ്. പകരം അവ എന്താണ്? ഈ ലോക ചരിത്രത്തിന്റെ സിംബോളിക് രൂപമാണെന്നാണ് എൻ്റെ അർത്ഥം. ലോക ചരിത്രത്തിന്റെ എന്ന് പറഞ്ഞ അർത്ഥം ലോകത്തിൽ നടന്ന സംഭവ പരമ്പരകളുടെ ഒന്നുമല്ല, പകരം ഈ ലോകം ജനിച്ച് അബ്രാഹം വരെ എത്തിയതിന്റെ ഒരു സംക്ഷിപ്ത രൂപം. അതാണ് ആ ചരിത്രം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമി എങ്ങനെ രൂപീകരിച്ചു, ഭൂമി എങ്ങനെ വികസിക്കപ്പെട്ടു, ഭൂമി എങ്ങനെ ഇങ്ങനെ ഉണ്ടായി, അത് അന്നേരം തൊട്ട് തന്നെ തുടങ്ങിയപ്പോൾ തൊട്ട് ഇങ്ങനെ ഇപ്പൊ കാണുന്ന പോലെ അങ്ങനെ അങ്ങ് ഇരിക്കുമായിരുന്നോ, അതോ അതിങ്ങനെ വികസിച്ചു വന്നാണോ അങ്ങനെ ആയത് എന്ന് തുടങ്ങുന്നതിന്റെ ചരിത്രം. അപ്പം ഭൂമിയുടെ രൂപവൽക്കരണത്തിന്റെ ചരിത്രം എന്ന് വേണേൽ പറയാം. ഒന്നാമത് സൃഷ്ടിക്കാതെ. ഇനി മനുഷ്യവംശത്തിന്റെ വളർച്ചയുടെയും ജനനത്തിന്റെയും വികസനത്തിന്റെയും ചരിത്രം, അതും ഈ ചരിത്രമാണ്. അപ്പൊ അതിനകത്ത് കോൺക്രീറ്റ് പേഴ്സൺസ് പോലും അല്ല പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഈ ആദം ഹവ്വ എന്നുള്ളവർക്ക് പേര് പോലും നേരിട്ട് കൊടുക്കുന്നില്ലാത്തത്. എന്ന് പറഞ്ഞാൽ ദൈവം അവനെ ഇന്ന പേര് വിളിച്ചു എന്ന് പറയുക പോലും അല്ല ചെയ്യുന്നത്. പകരം ആദം ഹവ്വ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് പോലും ഹെബ്രായ ഭാഷയിൽ ആദമ എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്നാണ് അർത്ഥം. പൊടിയിൽ നിന്ന് എടുക്കപ്പെട്ടവൻ എന്ന പുരുഷ സംജ്ഞയാണ്. അപ്പം പുരുഷനെ സൃഷ്ടിച്ചു, സ്ത്രീയെ സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് അതിന്റെ സമ്യക്കായ രൂപം. അപ്പൊ അതുകൊണ്ട് ഏതാളെയാണ് സൃഷ്ടിച്ചത്, ഏത് ദിവസമാണ് എന്ന് പറയുക എന്നുള്ളതല്ല ആ ചരിത്രം. അതുകൊണ്ട് ഈ ചരിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണഗതിയിൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതിനകത്ത് രണ്ടുമൂന്ന് കാര്യം ഉൾപ്പെടണം. ആര്, എന്ന്, എങ്ങനെ. ഇതാണ് ചരിത്രത്തിന്റെ പ്രത്യേകത. അതായത് ഇന്ന രാജാവ് ഇന്ന വർഷം ഇന്ന കാര്യം ചെയ്തു. ഇതാണ് ഹിസ്റ്റോറിക്കൽ നരേറ്റീവ് എന്ന് പറയേണ്ടത്. അല്ലാതെ പണ്ടുകാലത്ത് ഒരു രാജാവ് ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് അതിന് ചരിത്ര പുസ്തകത്തിൽ എഴുതാൻ കൊള്ളില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന സോക്കോൾഡ് പ്യുവർ ഹിസ്റ്ററി എന്ന് പറയുന്നത് ടൈം, സ്പേസ്, സംഭവം വിവരിക്കുന്നതാണ്. ഏത് ടൈമിൽ, ഏത് സ്ഥലത്ത്, എന്ത് സംഭവം എന്ന് പറയുന്നതാണ്. ഇവിടുത്തെ ചരിത്രം അങ്ങനത്തെ ഒരു ചരിത്രമല്ല. ഏത് സംഭവം ഏത് സ്ഥലത്ത് വെച്ച് എങ്ങനെ ചെയ്തു എന്ന് പറയലല്ല, പകരം ഇവയ്ക്കൊക്കെയുള്ള ചരിത്രം എന്താണ് എന്ന് പറയലാണ്. ഇവയുടെ ഇന്ന് നാം കാണുന്നതിന്റെ പുറകിലുള്ള ഒരു വളർച്ചാ കാലഘട്ടം എന്താണ് എന്ന് പറയലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഹിസ്റ്ററി എന്ന പദത്തെ നേരിട്ട് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പകരം നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് കുറെ കൂടെ ഒരു പടിയും കൂടെ കടന്ന് എന്താ പറയാ, പ്രപഞ്ച ഉൽപ്പത്തി ചരിത്രത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപം എന്ന് വേണേൽ പറയാം. മനുഷ്യന്റെ അബ്രാഹം വരെയുള്ള ജീവിതത്തിന്റെ ഒരു ചരിത്രം, ഒരു ഇങ്ങനെ ഞെക്കി ചുരുക്കിയ സിംബോളിക്കാക്കി പോലും ആക്കി മാറ്റിയ ഒരു ദൈവശാസ്ത്ര ചരിത്രം എന്ന് വേണേൽ പറയാം. അങ്ങനത്തെ ഒരു ചരിത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഈ ഫോളിന് മുമ്പുള്ള മനുഷ്യൻ, പിൻപുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് അതിന്റെ ചരിത്രപരത, അതിന്റെ എക്സാക്ട്നെസിനെ കുറിച്ച് പറയാനല്ല, പാപത്തിന് മുൻപും പാപത്തിന് ശേഷവുമുള്ള മനുഷ്യന്റെ വ്യത്യാസങ്ങളെ കുറിച്ച് പറയുക എന്നുള്ളത് അതിന്റെ ഒരു പർപ്പസാണ്. അങ്ങനെ പറയുമ്പം വെറുതെ ഒരു കഥ ഉപയോഗിച്ച് പറയുകയല്ല, റിയൽ വേൾഡിൽ സംഭവിച്ച കാര്യങ്ങളും അവയുടെ എക്സ്പീരിയൻസിന്റെയും പശ്ചാത്തലത്തിൽ പറയുക എന്നുള്ളതാണ്. അതിന്റെ കൂട്ടത്തിൽ ഈ ഉൽപ്പത്തിയുടെ ചരിത്രത്തിന്റെ കൂട്ടത്തിൽ അതിനെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രയേൽ തങ്ങളുടെ എക്സോഡസിന്റെ ചരിത്രവും കൂടി ഇങ്ങനെ ഇഴപിരിച്ച് നെയ്തു എന്ന് കൂടെ നമ്മൾ പറഞ്ഞാൽ ഈ അർത്ഥത്തിലൊക്കെയാണ്. ഇതിന് വിശദീകരിച്ച് പറയേണ്ടതാ, എന്നാലും നമ്മൾ ചോദ്യത്തിലായതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് അതിനെക്കുറിച്ച് വളരെ പെട്ടെന്ന് പറയാൻ പറ്റുന്നത്. അച്ഛ, ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കൂടുന്നത്. അച്ഛൻ പറഞ്ഞതുപോലെ ഉൽപ്പത്തിയിൽ വെളിച്ചം യേശുവാണ് സൂചിപ്പിക്കുന്നത്. അപ്പം വിശ്വാസ പ്രമാണത്തിൽ പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് മൂന്ന് പേരും ഒന്നല്ലേ ശരിക്കും, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പക്ഷെ അവരെങ്ങനെയാണ് പിതാവിനും പുത്രനും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്? നീ ഒരു ഭയങ്കര കോംപ്ലക്സ് ചോദ്യമാണ് ചോദിച്ചേക്കുന്നത്. ട്രിനിറ്റിയെ കുറിച്ചുള്ള ചോദ്യങ്ങളെല്ലാം ബേസിക്കലി ഭയങ്കര കോംപ്ലക്സ് ചോദ്യങ്ങളാണ്. നീ സാധാരണ ഈ വലിയ ആൾക്കാരൊക്കെ എന്നെ കുറച്ച് സമാധാനമുള്ള ചോദ്യമൊക്കെ ചോദിച്ച് എന്നെ ഉത്തരം പറയിപ്പിക്കാൻ സഹായിക്കാറുണ്ടെങ്കിലും നിനക്ക് അങ്ങനത്തെ ഒരു മനസാക്ഷി ഇല്ലാതെ പോയാൽ എനിക്ക് ശലം നീ വല്ല മിടുക്കനായിരിക്കും. കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നിനക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം, ത്രിത്വത്തെക്കുറിച്ച് മുമ്പത്തെ ഒരു എപ്പിസോഡിനകത്ത് ദൈവം എങ്ങനെ ത്രിത്വമായിരിക്കുന്നു
ഈ ദൈവം മൂന്നും ഒരാൾ തന്നെയാണ്. നമ്മൾ ചോദിച്ചല്ലോ ഇത് മൂന്നും ഒരാൾ തന്നെയല്ലേ? അല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരാളല്ല, 3 ആളുകളാണ്. 3 ആളുകളായി വണങ്ങപ്പെടുന്ന അവരാണ് ഈ ത്രിത്വത്തിലെ ആളുകൾ. അപ്പം ഈ പ്രാശബ്ദത്തിനകത്ത് നമ്മുടെ ഈ ക്ലാസ്സുകൾക്കകത്ത് എനിക്ക് തോന്നുന്നത് അവർ തരുമായിരിക്കും. അപ്പൊ അതിനകത്ത് ത്രിത്വത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണമുള്ള ഒരു എപ്പിസോഡ് തന്നെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ എന്താണ് ഈ ദൈവത്തിലെ ആളുകൾ എന്ന് പറഞ്ഞ അർത്ഥം, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, അവര് 3 ആളുകൾ മനുഷ്യരാണോ? അവരെ ആളെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പിതാവ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അപ്പൻ എന്നാണോ അർത്ഥം? അപ്പന്റെ മകനാണോ പുത്രൻ എന്ന് തുടങ്ങുന്ന ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരം അതിനകത്തുണ്ട്. ഈ പറഞ്ഞൊന്നും അല്ല, അതാണ് കാര്യം. ഇനി അതുകൊണ്ട് തന്നെ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പുത്രൻ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ പറഞ്ഞു ഈ പിതാവിൽ നിന്നാണ് പുറപ്പെടുന്ന പുത്രനെ സൂചിപ്പിക്കുന്ന വിധത്തിലാണ് ദൈവം പ്രകാശം ഉണ്ടാകട്ടെ എന്ന് അരുൾ ചെയ്തു എന്ന് പറയുന്നു. അപ്പോ അത് സൂചിപ്പിക്കുന്നു, നിഴൽ പോലെ സൂചിപ്പിക്കുന്നു എന്നും എക്സാക്റ്റ് ആയിട്ട് അങ്ങനെ അല്ല എന്നും ഞാൻ പറഞ്ഞു. 2 കാര്യം പറഞ്ഞു. ഈ പുത്രനായ ഈശോയെ കുറിച്ച് പറയുന്ന കാര്യം എന്താണ്? അത് പ്രൊസഷൻ എന്നുള്ള ഇംഗ്ലീഷ് പദമാണ് ഉപയോഗിക്കുന്നത്. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പുത്രൻ എന്നാണ്. എന്താണ് പുറപ്പെടുന്ന പുത്രൻ എന്ന് പറഞ്ഞാൽ? ഇവർ രണ്ടുപേരും സത്തയിൽ ഒന്നാണ് എന്നാണ് അതിന്റെ ആദ്യത്തെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പിതാവ് എന്തുമാത്രം ദൈവമാണോ അത്രയും ദൈവസത്ത തന്നെയാണ് പുത്രനും എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാണ്ട് പുത്രൻ വേറൊരു തരം ദൈവമോ അല്ലെങ്കിൽ മറ്റൊരു കാറ്റഗറി കുറഞ്ഞ ദൈവമോ അല്ലെങ്കിൽ മറ്റൊരാളോ ഒന്നുമല്ല, പിതാവിന്റെ തന്നെ തുടർച്ചയാണ്. അങ്ങനെ ഒരു തുടർച്ചയുടെ ബന്ധം അവർ തമ്മിലുണ്ട്. എന്നാൽ അവർ വ്യതിരിക്തരായ ആളുകളാണ് താനും. ഇങ്ങനെ തുടങ്ങുന്ന കുറെ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പുത്രൻ എന്ന് പറയുന്നത്. ഇനി പിതാവിൽ നിന്നും പുത്രനിലും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവെന്നൊരു പരാമർശം നടത്തിയാൽ അത് പാശ്ചാത്യ ശൈലിയിലുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഫീലിയോക്കെ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഞാൻ മുമ്പ് എപ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ക്ലാസ്സിൽ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഫീലിയോക്കെ എന്ന് പറഞ്ഞാൽ അതൊരു കാലത്തെ ഒരു വലിയ കോൺട്രവേഴ്സി ആയിരുന്നേ. അപ്പം ഒരു പാശ്ചാത്യ സഭ ഇങ്ങനെ വിചാരിച്ചു, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നുമാണ് പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത്. എന്നാൽ പൗരസ്ത്യ സഭ ഇങ്ങനെ ബോധ്യപ്പെട്ടു, പിതാവിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത്, പിതാവിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത്. ഇത് രണ്ടും ഒരേ അർത്ഥം തന്നെയാണ് എന്ന് പിന്നീട് സഭ ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ പോലും ഇങ്ങനത്തെ ഒരു പാരമ്പര്യത്തിന് വ്യത്യാസമുണ്ട്. പൗരസ്ത്യ സഭയുടെ അംഗങ്ങളായ നമ്മൾ വിശ്വാസപ്രമാണം ചെല്ലുമ്പം പിതാവിൽ നിന്നും പുത്രനിലും പുറപ്പെടുന്നതെന്നല്ല ചെല്ലുക, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവെന്നാണ് ചെല്ലുന്നത്. എന്നാൽ ലത്തീൻ ക്രമത്തിലാണെങ്കിൽ പിതാവിൽ നിന്നും പുത്രനിലും പുറപ്പെടുന്ന എന്ന് ചെല്ലുകയും ചെയ്യും. രണ്ടും ശരിയുമാണ്, രണ്ടും ഒരേ അർത്ഥം ഉൾക്കൊള്ളുന്നതുമാണ് എന്ന് തിരുസഭയ്ക്ക് അറിയാം. തിരുസഭ അത് ഔദ്യോഗികമായി പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എനിവേ, ചുരുക്കത്തിൽ നമ്മളെ ചോദിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോർ ചോദ്യം എനിക്ക് മനസ്സിലായത്, അത് പിതാവിൽ നിന്ന് ഈശോ പുറപ്പെട്ടു എന്ന് പിതാവിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ രണ്ടാകും? ഇവർ രണ്ടും ഒന്നല്ലേ എന്നുള്ള ചോദ്യമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരിക്കലും ഒന്നല്ല. അവർ 3 ദൈവീക വ്യക്തികളാണ്, 3 ഡിവൈൻ പേഴ്സൺസ് ആണ്. നമ്മളൊക്കെ ഹ്യൂമൻ പേഴ്സൺസ് ആണല്ലോ. ദൈവം തന്നിൽ തന്നെ 3 ഡിവൈൻ പേഴ്സൺസ് ആണ്. അവരുടെ ഐക്യമാണ് ഏകദൈവം ആയി മാറുന്നത്. അവരുടെ ഐക്യം സ്നേഹത്താലും പരസ്പര അനുസരണത്താലുമുള്ള ഐക്യമാണ്. ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ആ ക്ലാസ് ഒന്ന് സമയം കിട്ടുമ്പം അത് ചുമ്മാ ഒന്ന് കൂടി കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ എന്നോട് മനസ്സിലാവും. എടുക്കണം കേട്ടോ. സ്വീകരിക്കട്ടെ. ഇതിനു മുൻപ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു അച്ഛൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ഇക്കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പങ്കുവച്ച സഹോദരിക്ക് ഒരു കൃത്യമായിട്ടൊരു മറുപടി നൽകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അയച്ച ഒരു വോയിസ് മെസ്സേജിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അതായത് ബൈബിളില് 73 പുസ്തകങ്ങളുണ്ട്. ഇപ്പം പെന്തക്കോസ്ത് പ്രൊട്ടസ്റ്റന്റ് സഹോദരങ്ങൾ അവർ ഫോളോ ചെയ്യുന്നത് 66 പുസ്തകങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ 7 പുസ്തകങ്ങൾ കൂട്ടിച്ചേർത്തത് അത് ശരിയല്ലല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വാഗ്വാദങ്ങൾ അവരുടെ കുടുംബത്തിൽ നിന്ന് ഉയർന്നപ്പോൾ ഈ സഹോദരിക്ക് കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നത്. അപ്പൊ അച്ഛൻ ഇതിനു മുൻപ് ഒരിക്കൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു അറിവിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് ഷെയർ ചെയ്യാറുണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഷോർട്ടായിട്ട് പെട്ടെന്ന് പറയാം. അതായത് പലരും ഉയർത്തുന്ന ആരോപണമാണ് ക്രിസ്ത്യാനികൾ ബൈബിളിനകത്ത് ഈ 6-7 പുസ്തകങ്ങൾ കൂട്ടിച്ചേർത്തു എന്ന് പറയുന്നത്. നമ്മൾ കൂട്ടിച്ചേർത്തതാണോ, എന്താണ് സത്യത്തിൽ ചരിത്രത്തിൽ സംഭവിച്ചത് എന്ന് നമ്മൾ അറിയണം. അതായത് യഹൂദരുടെ പാരമ്പര്യത്തിൽ, അതായത് ഈശോയുടെ കാലം വരെയുള്ള യഹൂദരുടെ പാരമ്പര്യത്തിൽ അതിനുശേഷവും അവര് ഈ പഴയ നിയമത്തിലെ 46 പുസ്തകങ്ങളെയും ഒരുമിച്ച് വിശുദ്ധ ഗ്രന്ഥമാണെന്ന് ബോധ്യപ്പെട്ടിരുന്നു. അവർ ആ പുസ്തകങ്ങളെല്ലാം അംഗീകരിക്കുമായിരുന്നു. എന്നാൽ പിന്നീട് എന്തുണ്ടായെന്നറിയാമോ?
ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് ഈശോയെ പിൻചെല്ലുകയും ഒക്കെ ചെയ്ത് ക്രിസ്ത്യാനിറ്റി വളർന്നു വന്ന സമയത്ത് ഈ യഹൂദ റബ്ബിമാര് ഇതിൽ ഭയങ്കരമായി ക്ഷുഭിതരായി. അവര് ക്രിസ്ത്യാനികളെ എങ്ങനെ നശിപ്പിക്കണമെന്നൊക്കെ ആലോചിക്കുകയും അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. അതിന്റെ ആദ്യപടിയായിട്ട് ക്രൈസ്തവരെ സിനഗോഗിൽ നിന്ന് പുറത്താക്കി. ക്രിസ്ത്യാനിയാണ് സിനഗോഗിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരെ പുറത്താക്കി. അങ്ങനെ ഒരു പുറത്തായി. അങ്ങനെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ പ്രബോധനങ്ങളൊക്കെ ഇപ്പം പുനരുത്ഥാനത്തെ കുറിച്ച് ഒക്കെയുള്ള പ്രബോധനങ്ങളൊക്കെ പലരെയും പല യഹൂദരെയും സ്വാധീനിക്കാൻ തുടങ്ങിയെന്ന് ഇവർക്ക് തോന്നി. ആ സമയത്ത് ക്രിസ്ത്യാനികളെ പുറത്താക്കാനും ക്രിസ്ത്യാനികൾക്കെതിരെ സംസാരിക്കാനും വേണ്ടി അവരൊരു കൗൺസിൽ വിളിച്ചു കൂട്ടി. അതിന്റെ പേര് യാമ്നിയ കൗൺസിൽ എന്നാണ്. യാമ്നിയ കൗൺസിൽ, ജാമ്നിയ എന്ന് ഇംഗ്ലീഷ് എഴുതും, പക്ഷെ വായിക്കേണ്ട യാമ്നിയ കൗൺസിൽ എന്നാണ്. ഒരു 70 റബ്ബിമാരുടെ സംഘമാണ് അതിനകത്ത് ഒരുമിച്ച് കൂടിയത്. AD 80 എൻ്റെ ഓർമ്മ. അവരൊരുമിച്ച് കൂടി അവരെന്നിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഒരു കാനൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ആ കൗൺസിലിൽ വെച്ചാണ്, യാമ്നിയ കൗൺസിലിൽ വെച്ചാണ് ഇവര് ഈ പറഞ്ഞ 6 പുസ്തകങ്ങളെ എടുത്ത് പുറത്തു കളഞ്ഞത്. ഈ 6-7 പുസ്തകങ്ങളെ എടുത്ത് പുറത്തു കളഞ്ഞു. കാരണം ക്രിസ്ത്യാനികളെ എതിർക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ അന്നും അതിനു മുൻപും അതിന് ശേഷം ഉണ്ടായിരുന്ന വലിയ സംഘം യഹൂദരും ആ തീരുമാനത്തെ അംഗീകരിച്ചേയില്ല. ക്രിസ്ത്യാനികളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യാമ്നിയ കൗൺസിൽ കൂടി എടുത്തു കളഞ്ഞ പുസ്തകങ്ങളെയാണ് പിന്നീട് 1500-കളിൽ പ്രൊട്ടസ്റ്റന്റുകാരുണ്ടായപ്പം പോയി ചെന്ന് കെട്ടിപ്പിടിച്ചത്. അതായത് ക്രിസ്ത്യാനികൾക്കെതിരെ ചെയ്ത ഒരു പ്രവൃത്തിയായിരുന്നു ഈ പുസ്തകങ്ങൾ എടുത്തു മാറ്റുക എന്നുള്ളത്. എന്നിട്ട് ഈ മണ്ടന്മാരായ പെന്തക്കോസ്ത സഹോദരങ്ങൾ പോയിട്ട് ആ യാമ്നിയ കൗൺസിലിന്റെ ലിസ്റ്റ് എടുത്തിട്ട് അതിലെ ബൈബിളുകൾ എടുക്കാൻ തുടങ്ങി. സത്യത്തിൽ ക്രിസ്ത്യാനികൾക്കെതിരെ പ്രവർത്തിച്ച ഒരു പ്രവൃത്തിയാണ് ഈ പ്രൊട്ടസ്റ്റന്റുകാർ ഏറ്റെടുത്തത്. എന്നാൽ അതിനു മുമ്പും അതിന് ശേഷവുമുള്ള യഹൂദര് ഈ എല്ലാ പുസ്തകങ്ങളും, ഇന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള എല്ലാ പുസ്തകങ്ങളെയും, ഈ 72 പുസ്തകങ്ങളെയും, പുതിയ നിയമം ഒഴിച്ചാണ് യഹൂദരെ സംബന്ധിച്ച്, പഴയ നിയമത്തിന്റെ 46 പുസ്തകങ്ങളെയും വിശുദ്ധ ഗ്രന്ഥമാണ് എന്ന് ആദിമകാലം മുതൽ യഹൂദർ ബോധ്യപ്പെട്ടിരുന്നു. യഹൂദർ അവയൊക്കെ അവരുടെ ആരാധനാക്രമത്തിലും പ്രാർത്ഥനകൾക്ക് ഉപയോഗിച്ചിരുന്നു. ഈശോ തന്നെയും അവയൊക്കെ കോട്ട് ചെയ്തിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം, ഈ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും ഈശോ തന്നെയും കോട്ട് ചെയ്തിരുന്നു. എന്നുവെച്ചാണ് ഈ പ്രൊട്ടസ്റ്റന്റുകാർ 1500 ഉണ്ടായപ്പോൾ, ഈശോയുടെ കാലത്ത് അവരുടെ പൊടി പോലും ഇല്ല. ഈശോയ്ക്ക് ശേഷം 1500 വർഷം, നമുക്ക് എത്ര വയസ്സായെന്ന് ആലോചിച്ച് നോക്ക്, 20, 30, 40, 50 വർഷം. ആ നേരത്ത് 10, 20, 50 വർഷമല്ല, 100 വർഷമല്ല, 200 വർഷമല്ല, 500 വർഷമല്ല, 1500 വർഷം കഴിഞ്ഞപ്പോൾ ഇവര് പറയാ, ഈ പുസ്തകമൊന്നും കണക്കാക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഇത്രയും പുസ്തകം മതി. എന്തൊരു ചരിത്രത്തോടുള്ള വിരോധാഭാസമാണ് എന്ന് നമ്മൾ ഓർക്കണം എന്ന് മാത്രം അവരോട് പറഞ്ഞാണ്. അച്ഛാ വിശേഷിച്ചായിരിക്കട്ടെ. അച്ഛാ 2 ചോദ്യമുണ്ട്. ഒന്ന് ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് അച്ഛൻ പറഞ്ഞ ഒരു വാലിഡ് പോയിന്റ് ആണ്. നമ്മളുടെ കേരളത്തിലെ കത്തോലിക്ക സഭയൊക്കെ മെമ്പർഷിപ്പ് കൊണ്ട് വളരെ വീക്കാണ് ഇപ്പോൾ. ബി ഫ്രൂട്ട്ഫുൾ ഇൻ നമ്പർ എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ 1970s തോന്നുന്നു ഇന്ദിരാഗാന്ധിയൊക്കെ നമുക്ക് 2 നമ്മൾ 2 എന്നൊക്കെ പറഞ്ഞ് നിയമം ഉണ്ടാക്കിയപ്പം അതൊരു എൻഫോഴ്സ് ചെയ്ത നിയമമല്ലായിരുന്നു. അപ്പോൾ സഭ എന്തുകൊണ്ടാണ് അതിനെതിരായിട്ട് വളരെ ക്ലിയർ ആയിട്ടൊരു സ്റ്റാൻഡ് എടുക്കാത്തത്? ഇനിയിപ്പോൾ ഓൾറെഡി ഡാമേജ് ഈസ് ഡൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ പിള്ളേരോട് പറഞ്ഞ് അവർ പറയുമോ അപ്പനും അമ്മയ്ക്കും 2 മക്കളല്ലേ ഉള്ളൂ, ഞങ്ങൾ എന്തിനാണ് 4 മക്കൾ ഉണ്ടാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മുട്ടും. അതാണ് ഒരു ചോദ്യം. അതിന്റെ ഉത്തരം ആദ്യം പറയാം. ഒന്നാമത്, ഈ സമൂഹത്തിന്റെ ചില നിലപാടുകളൊക്കെ നമ്മളെപ്പോഴും അതിനകത്ത് ആദ്യം പറയേണ്ടത് സഭയുടെ സാമൂഹിക സംവിധാനങ്ങൾക്ക് വന്ന വീഴ്ചയെന്ന് വേണം ആദ്യം പറയാൻ. സാമൂഹിക സംവിധാനങ്ങൾക്ക്, സഭയുടെ ഡോക്ടറിനായിട്ട് ഇതിനൊരു ബന്ധമില്ല. സഭയുടെ സാമൂഹിക സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ചർച്ചകളിലും നമ്മുടെയൊക്കെ ഉദ്ബോധനങ്ങളിലും അച്ഛന്മാരെ കൊടുത്ത നേതൃത്വത്തിനകത്തൊക്കെ ഈ സെക്കുലർ വേൾഡിൽ നിന്ന് കേൾക്കുന്ന കൊള്ളാമെന്ന് തോന്നുന്നവയൊക്കെ വിവേചനവും വിചിന്തനവും കൂടാതെ എടുത്ത് വിഴുങ്ങുന്നതിന്റെ പ്രശ്നമാണ്. ഈ ദിവസങ്ങളിൽ കേട്ട ഞാൻ അടുത്ത എപ്പോഴൊരു ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സഭയിലെ ഏറ്റവും നല്ല കുട്ടികളെ ഒരുമിച്ച് കൂട്ടി നടത്തിയ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനത്തിനകത്ത്, ഒരു പ്രോഗ്രാമിനകത്ത്, ഓരോ രൂപതയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവന്ന് നടത്തിയ പ്രോഗ്രാമിനകത്ത് പ്രേമം നല്ലതാണ് എന്ന് പഠിപ്പിക്കുകയുണ്ടായി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ അത് കഴിഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ എതിർക്കുകയും ഇവിടെ വന്ന് എന്നോട് എന്താച്ചാ അങ്ങനെ പറയുന്നത്, അച്ഛന്മാർ പോലും അങ്ങനെ പറയണല്ലോ എന്ന് പറയുകയും ചെയ്തു. അപ്പൊ ആള് പലപ്പോഴും അച്ഛന്മാരുടെ ഇടയ്ക്ക് പോലും ഇടയ്ക്കുള്ള പോലുള്ള ചർച്ചകൾക്കകത്ത് പോലും നമ്മുടെ കുഞ്ഞുങ്ങളെ വല്ലവരും ഒക്കെ കൊണ്ടുപോകുന്നുണ്ടോ,
ദൈവമേ അങ്ങനെയാണെങ്കിൽ ഇവർ നേരത്തെ തന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ആ പ്രശ്നം ഉണ്ടാവില്ലോ എന്ന് ഓർത്തിട്ട് ഒരു തിന്മയെ ഒഴിവാക്കാൻ വേണ്ടി മറ്റൊരു തിന്മയെ കുറിച്ച് ഞാൻ പിന്നീട് ഇതിന്റെ തിന്മ എന്താണെന്ന് നിങ്ങൾ എനിക്ക് ചോദിക്കുകയോ അല്ലെങ്കിൽ ഞാൻ പിന്നീട് എപ്പോഴും പറയാം. ഞാൻ പറഞ്ഞത് ഒരു കാര്യം കാണുമ്പോൾ വളരെ പെട്ടെന്നൊരു തീരുമാനം എടുക്കുകയും പെട്ടെന്ന് 4 പേര് പറഞ്ഞു കേട്ടത് കൊണ്ട് ചാടിക്കയറി തീരുമാനിക്കുകയും ചെയ്യുന്ന പോലത്തെ വീഴ്ചകൾക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അന്ന് ഗവൺമെന്റ് അങ്ങനെ പറഞ്ഞപ്പം നമ്മൾ നാളിതുവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ജീവന്റെ മൂല്യത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യേണ്ടതിന് പകരം ഓക്കെ രാജ്യം വളരുവാണെങ്കിൽ രാജ്യത്തിന്റെ പ്രിയ മക്കളായ ഞങ്ങൾക്ക് അത് സന്തോഷമാണ് എന്നും പറഞ്ഞ് അത് വെട്ടിവിഴുങ്ങാനും നമ്മുടെ പള്ളികളിൽ തന്നെ ഈ ജനസംഖ്യാ നിയന്ത്രണത്തെക്കുറിച്ച് പഠിപ്പിക്കാനും നമ്മുടെ ആശുപത്രിയിൽ തന്നെ ആദ്യം നാം 2 നമുക്ക് 3 പിന്നെ നാം 2 നമുക്ക് 2 പിന്നെ നാം 1 നമുക്കൊന്നും ഇച്ചിരി സമയം കിട്ടിയാൽ നാം 1 അല്ലല്ലോ അതുകൊണ്ട് നമുക്കൊന്നും വേണ്ടല്ലോ എന്നും കൂടെ പറഞ്ഞാനായിരുന്നു. അതെന്നാലും വന്നില്ല. അങ്ങനെയൊക്കെ എഴുതി വെക്കാനും ഒക്കെ നമ്മളും കൂടി ഇറങ്ങി. അതൊരു വൻ വീഴ്ചയാണ്. അതൊരു വലിയ വീഴ്ചയായിരുന്നു. പിന്നീട് വീണെന്ന് തിരിച്ചറിയുമ്പോഴാണല്ലോ പിന്നെ എഴുന്നേക്കാൻ തുടങ്ങുന്നത്. അന്നേരം മുതലുള്ള എഴുന്നേക്കലാണ് പിന്നീട് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വല്ലാത്ത ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ വല്ലാത്ത ഒരു വീഴ്ച വീണ പിന്നെ എഴുന്നേക്കാനായിട്ട് ആവതുണ്ടാവില്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രധാന പ്രശ്നം. അങ്ങനത്തെ ഒരു വീഴ്ചയാണ് വീണത്. അപ്പൊ അതിന്റെ കാര്യകാരണങ്ങൾ പഠിപ്പിക്കേണ്ടവർ വേണ്ട വിധത്തിൽ അത് പഠിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുകയോ അത് ജനം ഉൾക്കൊള്ളാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടാവാം. നമ്മുടെ ആളുകൾക്ക് തന്നെ അങ്ങനത്തെ ഒരു തോന്നൽ, അതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കുറവല്ലേ, 2 കൊല്ലം പിള്ളേണ്ടാവും, അവനെന്തോ ഒരു സെൽഫ് കൺട്രോൾ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലുള്ള മനുഷ്യര് നാട്ടിൽ ധാരാളം. അപ്പൊ സൊസൈറ്റിക്ക് ഒത്ത് ഒഴുകാനുള്ള ഒരു പ്രവണത നമ്മുടെ രക്തത്തിൽ കലർന്നിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഒഴുകുകയും ചെയ്യുന്നുണ്ട്. അതൊരു ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. പക്ഷെ എപ്പോഴും അന്നത്തെ ഒരു കാലഘട്ടത്തെ നമ്മൾ ഇന്നത്തെ കാലഘട്ടം കൊണ്ട് വിലയിരുത്തുന്ന അത്ര എളുപ്പമല്ല. ചിലപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പലതും നാളെ നമ്മളെ കുറ്റപ്പെടുത്താൻ കാരണമായി തീരാം. നമ്മളിപ്പോൾ അറിയുന്നില്ല. അപ്പൊ അറിയാതെ ചെയ്തു പോകുന്നതുകൊണ്ട് അതിന്റെ ഒരു ചെറിയൊരു ഇത് നമുക്ക് കിട്ടും എന്ന് വേണമെങ്കിൽ പറയാം. എന്നതുപോലെയാണ് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നമ്മൾ ആരെയും എണ്ണിപ്പറി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് സ്വീകരിച്ചവരും പറഞ്ഞവരുമായ എല്ലാവർക്കും അതിനകത്ത് കുറ്റമുണ്ട് വന്നത്. പിന്നെ പിള്ളേരിനി ചോദിക്കുമ്പം എളിമയോടുകൂടെ മക്കളെ ഞങ്ങൾക്ക് തെറ്റിപ്പോയതാ, നിങ്ങൾക്ക് അങ്ങനെ തെറ്റരുത് എന്ന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. കള്ളുകൂടി നിർത്തിയ അപ്പൻ ഉപദേശിച്ചുകൂടെ, മക്കളെ അപ്പന് ബോധമില്ലാത്ത കാലത്ത് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു, അതുകൊണ്ട് അപ്പം കള്ളു കുടിച്ചാണ്, നിങ്ങൾ എന്തായാലും കുടിക്കരുത് കേട്ടോ എന്ന് പറയാം. അങ്ങനെ തെറ്റ് അംഗീകരിച്ചുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അതിന്റെ യാഥാർത്ഥ്യം. പക്ഷെ ഇതിനകത്തൊരു വീഴ്ചയുണ്ട്. നമ്മൾ താങ്ക് യു അച്ഛാ. ആക്ച്വലി ഞാന് ഇതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ കുടുംബത്തില് ഗ്രാൻഡ് പേരൻസിന്റെ ലെവലിലൊക്കെ 12 മക്കളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ പേരൻസിന്റെ ലെവലായപ്പോൾ 6 മക്കള്. ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 4 പേരാണ്. ഇനിയിപ്പോ എനിക്ക് 2 മക്കളേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ മക്കളുള്ള കുടുംബങ്ങൾ ആരും നശിച്ചു പോയിട്ടില്ല. അവർക്ക് ആ 12 മക്കൾ അല്ലെങ്കിൽ 6 മക്കളിൽ ഏതെങ്കിലും ഒരാൾ വഴി ബാക്കി എല്ലാവരും പ്രോസ്പെറസ് ആകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുട്ടികൾ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരും എന്നുള്ളത് ഒരു വാലിഡ് പോയിന്റ് അല്ല. അത് ശരിയാണ്. പിന്നെ പിന്നീട് എപ്പോഴും ഒരു സമയത്ത് ഇതിന്റെ കുറെ കാരണങ്ങൾ എണ്ണിപ്പറക്കി പറയുന്ന എപ്പോഴും നമുക്കൊരു ക്ലാസ്സിൽ അങ്ങനെ പറയാൻ നോക്കാവേ. അത് ഇതിന്റെ കാര്യകാരണങ്ങൾ, എന്തുകൊണ്ടാണ് സാമ്പത്തികമായി തകരില്ലാത്തത്, എന്തൊക്കെയാണ് അതിന്റെ മെച്ചങ്ങൾ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് കുറച്ചധികം കാര്യം, ഞാൻ പ്രീ മാരിവേഴ്സിനൊക്കെ പിള്ളേരെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ എപ്പോഴും നമുക്കൊരു പൊതു അവയർനെസ്സിന് വേണ്ടി നമുക്ക് എപ്പോഴും നമ്മൾ ഓർക്കുവാണെങ്കിൽ നമുക്ക് പ്രാശബ്ദക്കാരും നമുക്ക് ഒരുമിച്ച് ചേർന്നിട്ട് അതൊന്ന് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 17-ാമത്തെ വാചകത്തില് യേശുക്രിസ്തു ഉയർപ്പിന് ശേഷം മഗ്ദലന മറിയത്തിനോട് പറയുന്നുണ്ട്, നീ എന്നെ തടഞ്ഞു നിർത്തരുതെന്നാണ് പഴയ POC-യിൽ. ഇപ്പൊ പുതിയ പരിഷ്കൃത ഇതിൽ സ്പർശിക്കരുതെന്ന്. എന്തെന്നാൽ ഞാൻ പിതാവിന്റെ അടുത്തേക്ക് ഇതുവരെ കയറിയിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് 1-2 പാരഗ്രാഫ് കഴിയുമ്പോൾ ഈ നമ്മുടെ തോമസ് ലീഹയൊക്കെ കാണാൻ വരുമ്പോൾ നീ എൻ്റെ ഇവിടെ തൊട്ടോന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരുന്നില്ല? അതെന്താണ് അങ്ങനെ മുമ്പ് തന്നെ തോന്നാൻ കാരണം നമ്മൾ ഈ 2 കാര്യങ്ങളെയും ടു ലിറ്ററൽ ആയിട്ട് കണ്ടതുകൊണ്ട് മാത്രമാണ്. അതായത് ഒന്ന് തൊടരുതെന്ന് പറയുന്നു, ഒരു സ്ഥലത്ത് തൊട്ടോളാൻ പറയുന്നു. 2 സ്ഥലത്തും തൊടുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. തോമസ് ലീഹയോട് തൊട്ടോളാൻ പറഞ്ഞപ്പോഴും തോമസ് ലീഹ തൊടുന്നില്ല. നമ്മളിങ്ങനെ തോമസ് ലീഹയുടെ പടത്തിനകത്ത് നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ വിരലിന്റെ അറ്റം ചൊമ്പിച്ചൊക്കെ വെച്ച് പണ്ട് കാലത്ത് ഇങ്ങനെ രൂപങ്ങൾ ഉണ്ടാക്കി പെയിന്റ് ചെയ്ത് വെച്ചത് കൊണ്ട് നമ്മുടെ മനസ്സിൽ അങ്ങനെ തോന്നുക. തോമസ് ലീഹ ഒരിക്കലും വിരലിട്ടില്ല. വിരലിടുന്നതിന് പകരം അപ്പോൾ തന്നെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ടച്ചിങ്ങിന്റെ കാര്യത്തിന്റെ പരാമർശം എന്താണെന്ന് ചോദിച്ചാൽ, അതുവരെ അവർ കണ്ടിരുന്ന മിശിഹായുടെ ശരീരമല്ല ഇപ്പോഴുള്ള ശരീരം എന്ന് പറയുന്ന ദ ബോഡി ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ചുള്ള പരാമർശമാണത്.
അല്ലാണ്ട് അവർ തൊടുന്നതുമായി ബന്ധപ്പെട്ടതല്ല. തൊട്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിന് അശുദ്ധി ഉണ്ടാകാൻ പോവുകയോ അല്ലെ തൊട്ട കഴിഞ്ഞാൽ എനിക്ക് സ്വർഗത്തിലോട്ട് കയറാൻ പറ്റില്ല, ഞാൻ ഒരു സ്ത്രീ തൊട്ടുകൊണ്ട് അശുദ്ധനായി പോകും എന്നുള്ളതൊന്നും അല്ല അവിടുത്തെ പരാമർശം. പകരം ഈ കർത്താവ് പറയുന്ന കാര്യം, നാളിതുവരെ ഞാൻ നിങ്ങളുടെ കൂടെ നടക്കുകയും നിങ്ങൾ എന്നെ കാണുകയും എന്നെ തൊടുകയും ചെയ്തിരുന്നു. അങ്ങനത്തെ ഒരു ശരീരത്തിലാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഉദ്ധിതമായിരിക്കുന്ന എന്റെ ശരീരം അത് മഹത്വീകൃത ശരീരമാണ്. സ്പർശനത്തിനും ഈ പ്രപഞ്ചത്തിന്റെ സെല്ലുകൾക്കും ഒക്കെ അതീതമായ ഒരു അസ്തിത്വത്തിലേക്കാണ്, ഒരു ശരീരത്തിലേക്കാണ് ഞാൻ പ്രവേശിച്ചിരിക്കുന്നത് എന്ന തന്റെ ഉദ്ധിത ശരീരത്തിന്റെ ക്യാരക്ടറിനെ കുറിച്ചുള്ള വിവരണമാണത്. ഉദ്ധിത ശരീരത്തിന്റെ ക്യാരക്ടറിനെ കുറിച്ചുള്ളതാണ്. ഇനി തോമാസ്ലീഹയുടെ അടുത്ത് വേറൊരു ഉദ്ദേശമാണുള്ളത്. എന്താണത്? അത് ഒരു റെസിപ്രോക്കൽ അസർട്ടിങ് ആണ്. അതായത് ഈശോയുടെ ഉത്ഥാനത്തിന് മുമ്പ് ഈശോ ഉത്ഥാന ശേഷം ഉണ്ടാകാൻ പോകുന്ന ശരീരം അവർ കാണിച്ചു കൊടുത്തു. എവിടെ വെച്ച്? രൂപാന്തരീകരണത്തിന്റെ സമയത്ത് താബോർ മലമുകളിൽ വെച്ച്. ഇനി ഉത്ഥാന ശേഷം പുതിയ ശരീരത്തിൽ വന്നു കഴിയുമ്പോൾ ഈശോ എന്ത് ചെയ്യുന്നറിയാമോ? തന്റെ പഴയ ശരീരം കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഈ ഈശോ പാലസ്തീനയിൽ ജീവിക്കുന്ന സമയത്ത് ഈശോയുടെ ഉത്ഥാനം ചെയ്യപ്പെടാനുള്ള മഹത്വീകൃത ശരീരം അവർ കാണിച്ചു കൊടുത്ത ഒരു ദർശനമാണ് എങ്കിൽ, ഈ സ്ലീഹന്മാരുടെ മധ്യേ തോമാസ്ലീഹയുടെ അടുത്ത് വന്നിട്ട് ഈശോ തന്റെ പഴയ ശരീരം കാണിച്ചു കൊടുക്കുന്നതും ഒരു ദർശനമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ശരീരത്തെ അവർക്ക് ഫിസിക്കലായിട്ട് ടച്ച് ചെയ്യാൻ കഴിയില്ല. അവർക്ക് ആത്മീയമായിട്ടും ആത്മാവ് കൊണ്ടും അവരുടെ ബന്ധം കൊണ്ടുമേ സ്പർശിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഫിസിക്കലായിട്ട് ടച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഉത്ഥാനം നടന്നു എന്നാണ്. മരിച്ച ഈശോ പുനർജനിക്കുകയല്ല, അല്ലെങ്കിൽ പുനർജീവനത്തിലേക്ക് പ്രവേശിക്കുകയല്ല, ഉത്ഥാനം സംഭവിക്കുകയാണ് ചെയ്തത്. അതായത് റിസസിറ്റേഷൻ അല്ല, റിസൊറക്ഷൻ ആണ് നടന്നത് എന്ന കാര്യത്തെ എടുത്തു പറയാൻ വേണ്ടിയാണ് സുവിശേഷകാരന്മാർ അങ്ങനത്തെ വാചകങ്ങളെ കോട്ട് ചെയ്യുന്നത്. ഈശ്വര അച്ഛൻ ഇപ്പം കുറച്ച് മുമ്പ് പറഞ്ഞ ഒരു ഇത് ഈ ഒരു ദിവസം 1000 വർഷങ്ങൾക്ക് പോലെ എന്നൊക്കെയുള്ള ഈ പത്രോസിന്റെയും സങ്കീർത്തനങ്ങളിലൊക്കെ വചനങ്ങൾ എടുത്ത് വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ ഇത് പലപ്പോഴും ചില സൃഷ്ടിവാദികളും ഇതിനെ മിസ്യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം അവരെ ഈ ബിഗ് ബാങ് തിയറിയിലേക്കൊക്കെ കൊണ്ടെത്തിക്കുവാനായിട്ട് ഈ 1000 യുഗം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അതിനെ 7 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്ത്, അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യാഖ്യാനം പലപ്പോഴും ഒരു എന്താ പറയുക കൺഫ്യൂഷൻ അല്ല സൃഷ്ടിക്കുന്നത്. അത് നല്ല ചോദ്യം. അതായത് ഇതിനെ മിസ്യൂസ് ചെയ്യുന്നുള്ള പദം തന്നെയാണ് ഉപയോഗിച്ചത്. ആ അർത്ഥത്തിൽ അത് കറക്റ്റാണ്. അതായത് അതിനെ ലിറ്ററലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് 1000 വർഷം പോലെയാണ്. അപ്പൊ ദൈവത്തിന് ഒരു ദിവസം കൊണ്ട് 1000 വർഷമാണ്. അപ്പം 1000 × 6 6000 വർഷം കൊണ്ടാണ് സൃഷ്ടിച്ചത്. അതെങ്ങനെ ശരിയാവും എന്ന മട്ടിലൊക്കെ അതിനെ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആവില്ല, അത് പരാജയമാവും. പകരം ദിവസം എന്നതിന് ഒരു നേരം വെളുത്ത് വൈകുന്നേരമാകുന്ന 24 hours ദിവസം എന്നൊരർത്ഥമല്ല ഉള്ളത് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ദൈവം അത് പ്രപഞ്ചത്തിന്റെ ചരിത്രത്തിലൂടെ നിർവഹിച്ച സൃഷ്ടികർമ്മമാണ് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ചതിനെ കുറിച്ചുള്ള വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വിശദീകരണം തന്നെ ദാറ്റ് ഇസ് എ പ്രോസസ് എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രോസസ് ക്രിയേഷൻ തിയോളജിയോ അല്ലെങ്കിൽ ഒരു സയൻസോ ആര് പ്രഘോഷിച്ചാലും നമുക്കതിനെ തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല. വിശുദ്ധ ഗ്രന്ഥം അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ദൈവം ഓരോ ദിവസം ഓരോന്നായി സൃഷ്ടിച്ചു. ദൈവം എല്ലാം ഉണ്ടാകട്ടെ എന്ന് അരുൾ ചെയ്തു, അങ്ങനെ എല്ലാം ഉണ്ടായി എന്നുമല്ല പറയുന്നത്. ദൈവം അല്പാൽപമായി സൃഷ്ടിച്ചു. ഇപ്പൊ ഒരു കെട്ടിടം പണിതുയർത്തുന്നത് പോലെ, ഒരു കുഞ്ഞ് വളർന്നു വരുന്നത് പോലെ, ഒരു ശില്പം ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ദൈവം പടിപടിയായി ഇടപെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് ആ ഇടപെടൽ എങ്ങനെ നടത്തിയെന്ന് ശാസ്ത്രലോകം അന്വേഷിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. ദൈവം ഒരു ചരിത്രത്തിന്റെ ഘട്ടത്തിനകത്തുകൂടെ പ്രവേശിച്ച് അതിൽ ക്രമാനുക്രമമായി നടത്തിയ പുരോഗതി അഥവാ വളർച്ച, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ ഒരു ഗ്രോത്ത്, അതാണ് വിശുദ്ധഗ്രന്ഥം പ്രഘോഷിക്കുന്നത്. അപ്പൊ അതെങ്ങനെയായിരുന്നുവെന്ന്, അത് ഏത് വിധത്തിലായിരുന്നുവെന്ന് സയൻസ് സങ്കല്പിച്ചാലും നമ്മൾ അതിനെ ഔട്ട്റൈറ്റ് ആയിട്ട് എതിർക്കേണ്ട ആവശ്യമില്ല. പകരം അതിനെ കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രമേ നമ്മൾ ആലോചിക്കേണ്ടതുള്ളൂ. എന്നാൽ ഈ എവല്യൂഷനിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ ഇതിനെയും കൂടെ, ബൈബിളിനെയും കൂടെ ദുരുപയോഗിച്ചുകൊണ്ട് ചില പ്രത്യേക കണക്കൊക്കെ ഉണ്ടാക്കി പറയാൻ പോയി കഴിഞ്ഞാൽ അത് മഹാ കോമഡി ആയി തീരത്തേ ഉള്ളൂ എന്നാണ് അതിനെ കുറിച്ച് പെട്ടെന്ന് പറയാവുന്നത്. അച്ഛാ, ഇന്നത്തെ ക്ലാസ്സില് ആ നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തെ പറ്റി അച്ഛൻ ഇത് പറഞ്ഞില്ലേ? ഞാൻ ചങ്ങനാശ്ശേരി എനിക്കിപ്പോ 2 ഇതുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തില് ആ വൃക്ഷം പരിശുദ്ധ കുർബാനയോട് അനുബന്ധിച്ച് അച്ഛൻ സംസാരിക്കുകയുണ്ടായി. അച്ഛാ, ഇന്നിപ്പോ നന്മ തിന്മയുടെ വൃക്ഷത്തിന് അച്ഛൻ കൽപ്പനകൾ എന്ന് അർത്ഥം കൊടുത്തു ഇല്ല?
ഈ അച്ഛൻ കൊടുത്ത വിശദീകരണം മരുഭൂമിയിലൂടെ നടന്നപ്പോൾ കൽപ്പന ലംഘിച്ച് അവർക്ക് മരണം സംഭവിച്ചു. കൽപ്പനകൾ അനുസരിച്ച് ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള വ്യാഖ്യാനം കൊടുത്തപ്പോ അത് സന്തോഷമായി. അപ്പൊ ഈ നന്മ തിന്മയുടെ വൃക്ഷത്തിന് പരിശുദ്ധ കുർബാനയോടനുബന്ധിച്ച് കേട്ടിട്ടൊക്കെ എങ്ങനെയാ അച്ഛാ ഞാൻ മനസ്സിലാക്കേണ്ടത്? രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട വ്യാഖ്യാനത്തോട് ഞാൻ പറഞ്ഞതേയില്ല. അത് ആ വാക്ക് പറയുന്ന സമയത്ത് ഞാൻ പറയും. അതായത് ധാർമ്മിക നിയമങ്ങളുടെ ഉറവിടം എന്നാണ് അതിന്റെ ശരിയായ അർത്ഥം. ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് പറയാം. ഇനി ഇവിടെ ചോദിച്ച ചോദ്യം, ഇന്ന് ഞാൻ പറഞ്ഞതിനകത്ത് നന്മതിന്മകൾ കൽപ്പനകളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. ദൈവത്തിന്റെ കൽപ്പനയുടെ ഒരു പ്രതീകാത്മക അടയാളമാണ് അത്. എന്നാൽ ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ചില സഭാപിതാക്കന്മാരൊക്കെ, അപൂർവം വളരെ റയർ ആയിട്ടുള്ള ചില സഭാപിതാക്കന്മാരൊക്കെ വിശദീകരിക്കുന്നതിനകത്ത് അവരുടെ പോയങ്ങൾക്കകത്തൊക്കെ ഇങ്ങനത്തെ ചെറിയ റെഫറൻസുകളൂടെയുണ്ട്. ജീവൻ നൽകുന്ന വൃക്ഷം എന്ന് പറയുന്നതിനെ കുറിച്ചൊക്കെ. അപ്പൊ അത് കൃത്യമായിട്ട് എവിടെയാണെന്ന് എനിക്ക് പറയാൻ അറിയത്തുമില്ല. എന്തായിരുന്നാൽ തന്നെയും അങ്ങനത്തെ ചെറിയ വ്യാഖ്യാനങ്ങളൊക്കെ കൊടുക്കും. അവയ്ക്ക് പൊയറ്റിക്കൽ വ്യാഖ്യാനങ്ങളാണ്, പൊയറ്റിക്കൽ ആയിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ്. അഥവാ അവ കുറെ കൂടെ ലിറ്റർജിക്കൽ ആയിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ്. അത് എങ്ങനെയാണ് വ്യാഖ്യാനിച്ച് പോയേക്കുന്നതെന്ന് എനിക്ക് ഇപ്പൊ പറഞ്ഞതിനകത്തും അത് ക്ലിയർ അല്ലായിരുന്നു. ഞാനത് കേട്ടതും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കമന്റ് പറയുന്ന അത്ര ഉചിതമായിരിക്കില്ല. പക്ഷെ അതിനെ വാലിഡ് ആയിട്ട് അങ്ങനെ മനസ്സിലാക്കിയാൽ പോലും അതിനകത്ത് കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ നേരിട്ടുള്ള പ്രാഥമികമായ അതിന്റെ പരാമർശം ജീവന്റെ വൃക്ഷമെന്നും നന്മതിന്മയുടെ വൃക്ഷം എന്ന് പറയുന്നതും നേരിട്ടുള്ള പരാമർശം പാപപുണ്യങ്ങളെ വേർതിരിക്കുന്ന ദൈവിക അധികാരത്തെക്കുറിച്ച് പറയുന്നതാണ്. സഭ അത് ലോസ് ആക്കി നിയമങ്ങളാണ് എന്ന് തുടങ്ങുന്ന വിധത്തിലൊക്കെയാണ് അതിനെ പ്രൈമറലി ആയിട്ട് വ്യാഖ്യാനിക്കേണ്ടത് എന്നാണ് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അച്ഛൻ ഈ പഴയ നിയമത്തിലെ ഒഴിവാക്കപ്പെട്ട പുസ്തകങ്ങളെ കുറിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷന്, അതിൽ ഈ ആമ്യ കൗൺസിലിന് വേറെ ക്ലാസ്സിൽ ഞാൻ കേട്ടത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പം ഈ പറയുന്ന ഒഴിവാക്കപ്പെട്ട പുസ്തകങ്ങളും ഗ്രീക്കിലാണ് എഴുതപ്പെട്ടിരുന്നതെന്നും ഹീബ്രു ഭാഷയിലുള്ള പഴയ നിയമ പുസ്തകങ്ങൾ മാത്രം എടുത്തുകൊണ്ട് പഴയ നിയമത്തിലെ ഗ്രീക്കിൽ എഴുതപ്പെട്ട ഈ 6 പുസ്തകങ്ങളാണ് ഒഴിവാക്കിയത് എന്ന് പറയുന്നു. അത് ശരിയാണോ? അങ്ങനത്തെ ഒരു ഇതിനെക്കുറിച്ച് ഞാനും കുറച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം എന്നാന്ന് പറഞ്ഞാല്, നമുക്കുള്ള ആദിമ രൂപങ്ങൾ നമുക്ക് അത്ര ലഭ്യമല്ലതാനും. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഒന്നാമത്തെ കയ്യെഴുത്ത് പ്രതികൾ നമുക്കിന്ന് ലഭ്യമല്ല. അതുകൊണ്ട് നമുക്കിത് പറയാൻ കഴിയുന്നതിനും പരിമിതികളുണ്ട്. ഗ്രീക്കുകാരുടേതായിരുന്നു എന്ന കാരണത്താൽ, പക്ഷെ യഥാർത്ഥത്തിൽ അതായിരുന്നില്ല അവരുടെ പ്രധാന കാരണം. ഒരുപക്ഷെ അങ്ങനെയുള്ള കാരണമുണ്ട് എന്നുള്ള സോഴ്സുകളൊക്കെ പോലും പലപ്പോഴും പ്രൊട്ടസ്റ്റന്റ് വ്യാഖ്യാതാക്കളുടേത് പോലും ആയിരുന്നിരിക്കാം. പക്ഷെ അതിന്റെ ജെന്യൂൻ ആയിട്ടുള്ള ഒന്നാമത്തെ കാരണം, പ്രധാന കാരണം ക്രിസ്ത്യാനിറ്റിയെ അറ്റാക്ക് ചെയ്യുക, അവരുടെ പ്രബോധനങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മറ്റ് യഹൂദര്, എല്ലാ യഹൂദരും അതിനെ അംഗീകരിച്ചേയില്ല. അവരതിനെ ശക്തമായിട്ട് എതിർത്തതിന്റെ കാരണവും അതാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം കൂടെ നടത്തിയിട്ട് വേണേൽ കുറച്ചുകൂടെ ക്ലാരിറ്റി വേണേൽ അടുത്ത പ്രാവശ്യം പറയാൻ പറ്റും. പക്ഷെ ആദ്യം ഇപ്പൊ നമുക്ക് പറയാവുന്ന കാര്യം, അത് ഒരിക്കലും അത് ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം കൊണ്ട്, അല്ലെങ്കിൽ അത് ഈ വിജാതീയരായ ഗ്രീക്കുകാരുടേതായിരുന്നതുകൊണ്ട് ആണ് അതിനെ ഒഴിവാക്കിയത് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് പെട്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിലാണെങ്കിൽ ഒന്നുകൂടെ നോക്കിയിട്ട് പറയുകയും ചെയ്യാവേ. വിശദീകരിക്കട്ടെ. ഞാൻ അച്ഛന് കുറച്ചു മുമ്പ് പറഞ്ഞ ഒരു എക്സ്പ്ലനേഷനിൽ നിന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് ഉത്ഥിതനായ യേശു ക്രിസ്തുവിനെ ടച്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പ്ലനേഷൻ പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ഉത്ഥിതനായ യേശു ക്രിസ്തുവും ഫിസിക്കലായിട്ട് സാധാരണയുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങുമായിട്ട് എൻ്റയർലി ഡിഫറെന്റ് ആണ്. പക്ഷെ ആ ലൂക്കാസ് വിശേഷത്തില് അവരുടെ മുൻപിൽ വെച്ച് ഒരു കഷ്ണം വറുത്ത മീൻ ഭക്ഷിക്കുന്നത്, അതെങ്ങനെയാണ് അതൊന്ന് മനസ്സിലാക്കേണ്ടതെന്നൊരു കൺഫ്യൂഷൻ. ഉത്ഥാനശേഷം അവർക്കുള്ളതെല്ലാം ഉദ്ധിതനായ മിശിഹായുടെ ദർശനങ്ങളാണ്. അവരുടെ കൂടെ ആയിരിക്കുന്നത് ഫിസിക്കലായിട്ടല്ല, തീർച്ചയായിട്ടും അല്ല. ഉദ്ധിതനായ ഈശോയ്ക്ക്, സ്വർഗീയനായ ഈശോയ്ക്ക് ഒരു മീൻ കഴിക്കുകയോ ദഹിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ അതിൻ്റെ കൂടെ നമ്മളെ തിരുസഭയുടെ പ്രബോധന ഗ്രന്ഥത്തിനകത്ത് മിശിഹായെ കുറിച്ച്, ഈശോയുടെ ഉദ്ധിത ശരീരത്തെക്കുറിച്ച് പറയുന്ന 645 അതിനകത്ത് ഇങ്ങനെ വായിക്കാം. 645 ആ പാരഗ്രാഫ് മുഴുവനും വായിച്ചു നോക്കിക്കോളൂ. പിന്നീട് ഞാൻ പറയാത്തൊരു കാര്യം മാത്രം. അതേസമയം ഇങ്ങനെയാണത്: പീഡാസഹനത്തിന്റെ അടയാളങ്ങൾ ഇപ്പോഴും വഹിക്കുന്ന ആ ശരീരം പീഡിതവും ക്രൂശിതവുമായ അതേ ശരീരം തന്നെയാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താനും അവിടുന്ന് അവരെ ക്ഷണിക്കുകയാണ്. എന്നിട്ട് അതേസമയം സത്യവും യഥാർത്ഥവുമായ ഈ ശരീരം മഹത്വപൂർണമായ ശരീരത്തിന്റെ പുതിയ ഗുണങ്ങളും കൂടിയുള്ളതാണ്. അതായത് മഹത്വീകൃത ശരീരത്തിന്റെ ഗുണങ്ങളും കൂടിയുള്ളതാണ് ഈ ശരീരം. എന്നിട്ട്
അത് സ്ഥലകാലങ്ങളുടെ പരിമിതി ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു പർട്ടിക്കുലർ സ്പേസ് ആവശ്യമില്ല, ഒരു സ്ഥലത്തല്ല എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഈ കാണുന്ന പോലത്തെ ഒരു സ്ഥലത്തല്ല അത് ഉൾക്കൊള്ളുന്നത്, പരിധിയില്ലാത്തതാണ്. അടുത്ത കാര്യമാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. എങ്ങനെ എപ്പോൾ കാണപ്പെടണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുവോ അങ്ങനെ അപ്പോൾ പ്രത്യക്ഷപ്പെടാൻ കഴിവുള്ളതുമാണ് എന്നാണ് ആ വാചകം. അതുകൊണ്ട് അതാണ് അതിന്റെ ഉത്തരം. ദൈവത്തിന് എപ്പോൾ എങ്ങനെ പ്രത്യക്ഷപ്പെടണമെന്ന് തീരുമാനിക്കാൻ ദൈവത്തിന് പറ്റും. അപ്പൊ ദൈവം മത്സ്യം കഴിക്കുന്ന അവരുടെ കൂടെ പണ്ടുണ്ടായിരുന്ന ഒരാളായി അവർക്ക് കാണപ്പെടുക എന്നാണ് പറയുന്നത്. അവർക്കുള്ള ദർശനമാണ്. അങ്ങനെ ഒരു ദർശനത്തിൽ അവരുടെ കൂടെ ആയിരിക്കാൻ കർത്താവിന് പറ്റും. കർത്താവ് അങ്ങനെയാണ് ചെയ്തത്. അല്ലാണ്ട് കർത്താവ് തന്റെ പഴയ ശരീരം വീണ്ടും എടുത്ത് അണിഞ്ഞില്ല. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നിയേക്കാം. പലരും ദൈവത്തെ അറിയാത്ത അല്ലെങ്കിൽ വ്യത്യസ്ത ചിന്താഗതിയുള്ള ആൾക്കാര് ദൈവം എങ്ങനെ ഉണ്ടായി എന്ന്, അതായത് ദേവാലയത്തിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകും, അല്ലെ വചനം കേൾക്കുമ്പോൾ ഇത് ഞാൻ എത്ര കേട്ടിട്ടുള്ള, ഇനി അത് കേട്ടിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ദൈവം എങ്ങനെയാ ഉണ്ടായത് എന്ന് ചോദിക്കുന്നവരോട് എന്ത് മറുപടിയാണ് പറയേണ്ടത്? 2 കാര്യങ്ങൾ അവരോട് പറയണം. ഒന്നാമത്തേത്, എങ്ങനെയെങ്കിലും ഉണ്ടായതാണ് ദൈവമെങ്കിൽ അത് ദൈവമല്ല എന്ന് പറയണം. ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യം തനിയെ ഉണ്ടായി വന്നതോ അങ്ങനെ ഉണ്ടാക്കിയതാണ് ദൈവമെങ്കിൽ ദൈവമല്ല. കാരണം ഉണ്ടാക്കിയതാണെങ്കിൽ ഉണ്ടാക്കിയവൻ വേറൊരാളുണ്ടാവും. അപ്പൊ അതിന്റെ പുറകിലുള്ള അതായിരിക്കും ദൈവം. അപ്പൊ അങ്ങനെയാണ് ആ ദൈവത്തെ ഉണ്ടാക്കിയതാണെങ്കിൽ അതുണ്ടാക്കിയ മറ്റൊരാളുണ്ട്. അപ്പൊ അതുകൊണ്ട് ദൈവം ഒരിക്കലും സൃഷ്ടിയല്ല. ഈ ലോകത്തിൽ പല ദൈവസങ്കല്പങ്ങളും സൃഷ്ടികളാണ് എന്ന് പറയാം. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവർ ഈ ചോദ്യം ചോദിക്കുന്നത് തന്നെ. ഈ ലോകത്തിൽ ഇവർ കണ്ടിട്ടുള്ള 2 കാര്യങ്ങൾ, ഒന്ന് ദൈവങ്ങൾ, അവയൊക്കെ സൃഷ്ടികളാണ് എന്ന് പറഞ്ഞാൽ ഇന്ന ദൈവം സൃഷ്ടിച്ച കുട്ടി ദൈവമായിട്ടാണ് ഒരാൾ ദൈവത്തെ അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രാചീന മതങ്ങളിലൊക്കെ. അതുകൊണ്ട് അവര് ഈ ദൈവം സൃഷ്ടിച്ചതാണോ, ആരാ ഈ ദൈവത്തെ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കും. രണ്ടാമത് അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? മനുഷ്യൻ ഈ ഭൂമിയിൽ കണ്ടിട്ടുള്ളതൊക്കെ സൃഷ്ടിക്കപ്പെട്ടതാണ്. മനുഷ്യൻ ഈ ഭൂമിയിൽ തൊട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും കഴിച്ചിട്ടുള്ളതും ആയതൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. സൃഷ്ടിക്കപ്പെട്ടവയുടെ കൂമ്പാരത്തിനകത്ത് ജീവിക്കുന്ന ഒരുവന്, അവ മാത്രം കണ്ട് ശീലിച്ച ഒരുവന് അങ്ങനെ അല്ലാത്ത ഒന്നിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ അല്ലാത്തത് ഒന്നേ ഉള്ളൂ, ദൈവം. ആ ദൈവത്തോട് ബന്ധമുള്ള ഒരാൾക്ക് അങ്ങനെ അല്ലാത്ത ഒരു സാധ്യത കൂടി ഉണ്ട് എന്ന് പോലും ആലോചിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ദൈവം ക്രിയേറ്റ് ചെയ്യപ്പെടാത്ത ക്രിയേറ്ററാണ്, അഥവാ ക്രിയേറ്റ് ചെയ്യപ്പെടാത്ത ഒരു ക്രിയേറ്ററിനെയാണ് നാം ദൈവമെന്ന് വിളിക്കുന്നത് എന്നാണ് അവരോട് പറയേണ്ടത്. ഈ 2 കാര്യം പറയണം. ഒന്ന്, നമ്മുടെ പരിമിതിയാണ്. നമുക്ക് ആരെങ്കിലും ഉണ്ടാക്കിയതല്ലാത്ത ഒന്നിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്തത് നമ്മുടെ പരിമിതിയാണ്. കാരണം നമ്മൾ ഒരു ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ പോലും ആരെങ്കിലും ഉണ്ടാക്കി വെച്ചാലേ ഇത് ഉണ്ടാവുള്ളൂ. ചുമ്മാ അങ്ങനെ മേശപ്പുറത്ത് പോയിരുന്നിട്ട് ഇച്ചിരി ഭക്ഷണം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിങ്ങനെ കൈ പിടിച്ചാൽ അതിനകത്തൊന്നും ഉണ്ടാകത്തില്ല, നമുക്കറിയാം. അങ്ങനെ ജീവിച്ച് പഠിച്ചിട്ടുള്ള നമുക്ക് ആരെങ്കിലും ഉണ്ടാക്കിയതല്ലാത്ത ഒന്നിനെ സങ്കല്പിക്കാൻ കഴിയില്ല. മനുഷ്യന്റെ പരിമിതിയാണ്. ആ പരിമിതിയിൽപ്പെട്ട ഒന്നാണ് ദൈവം അവൻ കരുതിയത് കൊണ്ടാണ് അവൻ ദൈവത്തെക്കുറിച്ച് ചോദ്യം ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് ആ ചോദ്യം ചോദിച്ചയാൾ ആ ആളുടെ പരിമിതിയാണ് വെളിപ്പെടുത്തുന്നത്. ഇനി രണ്ടാമത്, ആ പരിമിതിയുടെ കാരണം അവന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ആ ചോദ്യം. ഫിസിക്കൽ എക്സ്പീരിയൻസ് എന്നാണ് ചോദ്യം. ഡിവൈൻ എക്സ്പീരിയൻസ് കൊണ്ടാണ് ആ ചോദ്യത്തിന് ഉത്തരം മറുപടി കൊടുക്കാവുന്നത് എന്നാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. ഈ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർക്കൊക്കെ ഈശോ ദർശനം കൊടുക്കുന്നുണ്ട്. ശിഷ്യന്മാര്, പിന്നെ മഗ്ദല മറിയം, പിന്നെ തോമസ് ലീഹ ഒക്കെ. പക്ഷെ പിന്നെ നമ്മുടെ അത് തൊട്ടു മുമ്പുള്ള കാലഘട്ടത്തിലുണ്ടായിരുന്ന മറ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ പീലാത്തോസ് ഉണ്ട്, ഹെറോദേസ് ഉണ്ട്, അതുപോലെ വേറെ ജായിറോസ്, അങ്ങനെ സുവിശേഷത്തിൽ പരാമർശിക്കുന്ന വേറെ ആളുകളുണ്ട്. അവർക്ക് ആ ഒരു കാറ്റഗറിയുള്ള ആൾക്കാർക്കൊന്നും ആഫ്റ്റർ റിസപ്ഷന് ശേഷമുള്ള ഒരു ദർശനം ഒന്നും കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഒന്നാമത്തെ കാര്യം കിട്ടുന്നില്ല എന്ന് പറയാനേ പറ്റില്ല. കാരണം സുവിശേഷത്തിൽ തന്നെ അവൻ അതിനുശേഷം 500ഓളം പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവന്റെ ഉത്ഥാനത്തിന് ശേഷം അവനെ കണ്ടവർ പലരും നമ്മുടെ കൂടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ ബൈബിളിൽ കാണാം, കണ്ടിട്ടില്ലേ? അപ്പൊ അത് സൂചിപ്പിക്കുന്നത് ഈശോ ശ്ലീഹന്മാർക്ക് മാത്രമല്ല പ്രത്യക്ഷപ്പെട്ടത്, അവിടെയുള്ള ഒത്തിരി പേർക്ക് ഈശോ ഉത്ഥാന ശേഷം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, ജനക്കൂട്ടത്തിന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ബാക്കി ആർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയൽ സുവിശേഷത്തിന്റെ ഉദ്ദേശമല്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഉത്ഥാന ശേഷം പിന്നെ ഫോക്കസ് സ്ലീഹന്മാരാണ്.
അവർക്ക് എന്ത് സംഭവിച്ചു, അവരാരായിരുന്നു, അവരോടുള്ള ഈശോയുടെ ബന്ധം എന്തായിരുന്നു, അവരെങ്ങനെ സഭയെ നയിച്ചു എന്ന് പറയാനായിട്ടാണ് പിന്നെ സുവിശേഷങ്ങൾ പിന്തിരിയുന്നത്. അതുകൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് കൊടുത്ത ദർശനങ്ങളെ കുറിച്ച് മിണ്ടാത്തത്. എന്ന് പറഞ്ഞാൽ എന്നാൽ ചിലതൊക്കെ ഇപ്പം മഗ്ദല മറിയത്തെ കണ്ടതും അങ്ങനെ പല പലരും കണ്ടതും ഒക്കെ ചിലതൊക്കെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും കർത്താവ് അനേകർക്ക് പ്രത്യക്ഷനായി എന്ന് നമ്മൾ വായിക്കും. 1 കൊരിന്തോസ്, ഞാൻ വെറുതെ തുറന്നു വെച്ചിരുന്ന ബൈബിളിനകത്ത് പേജിനകത്ത് അതാ ഉള്ളത്, ഞാൻ വെറുതെ തുറന്നു വെച്ചിരുന്നതാണ്, പേജ് മറിച്ചതേ ഇല്ല. 1 കൊരിന്തോസ് 15-ാം അധ്യായം. ഞാൻ ചുമ്മാ അടയ്ക്കാനായിട്ട് നോക്കുമ്പോൾ അത് കാണും. 1 കൊരിന്തോസ് 15-ാം അധ്യായം എടുക്കാം. 15-ാം അധ്യായം, അതിനകത്ത് 5-ാം തിരുവചനം. അവൻ കേപ്പായിക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. അവൻ പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു, പിന്നെ 12 പേർക്ക് പ്രത്യക്ഷനായി. എന്നിട്ടോ അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരർക്ക് പ്രത്യക്ഷനായി. പിന്നെ ശേഷം ഒരു സമയത്ത് 500-ൽ കൂടുതൽ സഹോദരങ്ങൾക്ക് അവൻ പ്രത്യക്ഷനായി. അവരിൽ ഏതാനും പേർ മരിച്ചുപോയി, അതിൽ ഏതാനും പേര് മരിച്ചുപോയി, മിക്കവരും ജീവിച്ചിരിപ്പുണ്ട്. പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പസ്തോലന്മാർക്കും കാണപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അകാലജാതൻ എനിക്കും കാണപ്പെട്ടു. അപ്പൊ ഈ പറഞ്ഞ 500-ഓ അതിലധികമോ ആളുകൾക്ക് പലതവണ ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് അതിന്റെ സൂചന. ആ സമയത്ത് ഇവർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവാം, അതൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല. പക്ഷെ ആദ്യമ സഭയ്ക്ക് അതെല്ലാം അറിയായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പിന്നീട് ലേഖനം എഴുതുമ്പോൾ നിങ്ങൾക്കറിയാലോ നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അവര്, ആരും മരിച്ചുപോയ കഥയൊന്നും അല്ല പറയണേ. അന്ന് 500 പേർക്ക് അത് അന്ന് ഒരു പ്രത്യക്ഷപ്പെട്ടത് നമ്മൾക്കറിയാം. ആ കൂട്ടത്തിലുണ്ടായിരുന്നത് ഇവിടെ ഇരിക്കുന്നില്ലേ എന്നൊക്കെ പറയാൻ മാത്രം ധൈര്യം ഉണ്ടാകുന്നത് അവരൊക്കെ ഇത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. അല്ല അവരെല്ലാം കൂടെ വന്നിട്ട് ആര് എവിടെ എന്ന് ചോദിക്കില്ലായിരുന്നോ? അങ്ങനെ ചോദിച്ചിട്ടില്ലല്ലോ. അതാണ് അതിന്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ജൈറോസിനൊക്കെ പ്രത്യക്ഷപ്പെട്ടുണ്ടാവാൻ മേലായികയില്ല. ഉണ്ടോ ഇല്ലയോ എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നില്ല എന്ന് മാത്രം. അച്ഛൻ പറഞ്ഞായിരുന്നു അടുത്ത ക്ലാസ്സിൽ അച്ഛൻ ഈ ടോപ്പിക്ക് പറയുന്നു. പക്ഷെ എന്റെ ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതാണ്. അപ്പം ദൈവം അരൂപിയാണല്ലോ, പിന്നെ എങ്ങനെയാണ് ആദത്തിനെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാൻ പറ്റുക? ഇത് നിന്റെ ക്യൂരിയോസിറ്റി നിലനിൽക്കുക തന്നെ വേണം. കാരണം ഇത് അടുത്ത ക്ലാസ്സിൽ മുഴുവനും പറയാനുള്ള കാര്യമാണ്. ദൈവം അരൂപിയായ ദൈവത്തിന് എങ്ങനെയാ മണ്ണെടുത്ത് കുഴയ്ക്കാൻ പറ്റുന്നത്? ഒരു ഷേപ്പ് വേണ്ടേ, കയ്യെങ്കിലും വേണ്ടേ ഒരു പരുവത്തിരിക്കുന്നത്, അടുത്ത് കുഴയ്ക്കാനായിട്ട് രൂപം വരുത്താനൊക്കെ ആയിട്ട്. പിന്നെ എങ്ങനെയായിരിക്കും ദൈവം സൃഷ്ടിച്ചത്? അത് കണ്ടുപിടിക്കാനായിട്ട് അടുത്ത ക്ലാസ് വരെ നമ്മൾ ക്യൂരിയോസിറ്റിയോടെ കാത്തിരിക്കും. ഈ ഭാഗമൊക്കെ വായിച്ച് കേട്ടിരിക്കുകയും ചെയ്യണം. ഞാനിതിപ്പോൾ പറഞ്ഞ എന്നാ പറ്റുന്നറിയോ, അടുത്ത പ്രാവശ്യം കേൾക്കുമ്പോൾ ഉള്ള ക്യൂരിയോസിറ്റി എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോകത്തില്ലേ. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയും. നമ്മുടെ നല്ല ചോദ്യമാണ്. ഇനി ഞാൻ ഓർത്തുകൊണ്ട് തന്നെ ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ മുഴുവൻ പറയാൻ പോകുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കുകയും ചെയ്യാം. ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ദൈവം ഇങ്ങനെ ഒരു കൈകൊണ്ട് കുഴച്ചതായിരുന്നു? കുഴയ്ക്കാൻ ഉപയോഗിച്ചത് കളിമണ്ണാണോ അതോ ഇനി ചൈനക്കളെ വല്ലതും ആണോ എന്ന് തുടങ്ങുന്ന ചോദ്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദമായി പറയാം. അതൊരു കുറച്ച് നേരം കൊണ്ട് പറയാൻ പറ്റത്തില്ല, ഒരു ഫുൾ ക്ലാസ്സിൽ പോലും പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്നാലും നമ്മൾ അതിനെക്കുറിച്ച് പറയും. ഇച്ചിരി ക്യൂരിയോസിറ്റി നമുക്ക് ഇറക്കി പിടിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും മനുഷ്യനെ അതിലധിവസിക്കാൻ ഒരുക്കുകയും ചെയ്തു. അങ്ങയുടെ അനന്തജ്ഞാനത്തിൽ നിന്നും അങ്ങയുടെ സ്വർഗീയ സ്വപ്നത്തിന്റെ പദ്ധതിയിൽ അവിടുന്ന് ചെയ്ത ഈ സൃഷ്ടികർമ്മത്തെ ഓർത്ത് അങ്ങയെ ആരാധിക്കുന്നു. ഉൽപ്പത്തി ഗ്രന്ഥം എത്രയോ മനോഹരമായിട്ടാണ് ഈ ചരിത്രത്തിന്റെ, അങ്ങയുടെ സൃഷ്ടി ചരിത്രത്തിന്റെ ആന്തരിക ദൈവിക ദൈവശാസ്ത്ര രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. അവ എന്തുമാത്രം അർത്ഥസമ്പുഷ്ടമാണ്. വായിച്ചാലും ഉള്ളിലേക്ക് പോയാലും തീരാത്രത്തോളം വലിയ ആഴമുള്ള, കടൽ പോലെ ആഴമുള്ള ദൈവിക രഹസ്യങ്ങളുടെ വൻ ശേഖരമാണല്ലോ ഈ ആദ്യത്തെ അധ്യായങ്ങൾ. കർത്താവെ, അവ അറിയുമ്പോഴാണ് വിശുദ്ധ ഗ്രന്ഥത്തെ അറിയാൻ ഞങ്ങൾക്ക് കഴിയുന്നത്. ഞങ്ങളുടെ പലതരത്തിലുള്ള ആശങ്കകളും ചോദ്യങ്ങളുമൊക്കെ മാറിപ്പോകുന്നതും വിശ്വാസത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ടാകുന്നതും അപ്പോഴാണല്ലോ. കർത്താവെ, അനേകം ആളുകളെ ഈ ബോധ്യങ്ങളിലേക്ക് അവിടുന്ന് നയിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിശ്വാസം പരസ്പരം പങ്കുവയ്ക്കാനും അനേകരെ ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും ഞങ്ങളെ അവിടുന്ന് ഉപകരണങ്ങളാക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ കൂട്ടായ്മയുടെ സ്നേഹത്തെ അവിടുന്ന് വർദ്ധിപ്പിക്കട്ടെ. ഈ പഠന പരമ്പരയിലൂടെ കടന്നു പോകുന്ന, നേരിട്ടും അല്ലാതെയും പങ്കെടുക്കുന്ന ഓരോരുത്തരിലേക്കും അവിടുത്തെ കൃപകൾ സമൃദ്ധമായി വർഷിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.